ഹലോ JEE 2024 സെഷൻ 1 Jan 30th മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഇതിൽ ഡിഫിക്കൽട്ടി ലെവലിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ചില സെക്ഷൻസ് നിന്ന് നേരത്തെയുള്ള സെഷൻസിൽ നേരത്തെയുള്ള ഷിഫ്റ്റുകളിൽ കാണാത്തത്ര കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. എന്നാൽ മുന്നേ കണ്ടതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ട്രെൻഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് രണ്ട് സർപ്രൈസസ് കൂടെ ഉണ്ടാവും. സോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. ടോപ്പിക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏകദേശം ഈവൻ തന്നെയാണ്. പ്രത്യേകിച്ച് സർപ്രൈസസ് ഒന്നും ആ രീതിയിലില്ല. നൗ the first question says, two rings of equal radius are arranged perpendicular to each other with a common center at C carries equal current I. Find the magnetic field at C. C എന്നുള്ള point is actually here. This is where C is. ആ C എന്നുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് കാണേണ്ടത്. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ചെയ്യാവുന്നതാണ്. രണ്ടും ഐഡന്റിക്കൽ റിംഗ് ആണ്, സെയിം കറണ്ടാ പോകുന്നതുകൊണ്ട് തന്നെ രണ്ട് കറണ്ട് പോകുന്ന കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള റിങ്ങിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ്സും വെർട്ടിക്കൽ പ്ലെയിനിലുള്ള റിങ്ങിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ്വേർഡ്സും ഉണ്ടാവുക. ഇതിന്റെ റിസൾട്ടന്റ് ആണ് നിങ്ങളുടെ അടുത്ത് കാണാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് B1 and B2 will both be same and that will be equal to mu 0 I by 2R. ഫോർമുലയാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ്. സോ ഇറ്റ്സ് വെരി ഈസി. Effective value or the magnitude of the effective magnetic field will be simply root of both the square of both the individual contributions. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക √2 times mu 0 I by 2R ആണ്. സോ ദി ആൻസർ വിൽ ബി, the magnitude will actually be mu 0 I by √2 times R. ഇതാണ് ആൻസർ വരിക, ഫൈനൽ ആൻസർ വരിക. ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. സാധാരണ നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷൻസിൽ ചെയ്യിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആലോചിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. മൾട്ടിപ്പിൾ റിങ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നന്നായിട്ട് നോക്കി വെക്കുക. Now, next question is from mechanics. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സാധാരണ കൺസ്ട്രെയിൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ഷിഫ്റ്റുകളിൽ ചോദിച്ച് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ദി ആക്സിലറേഷൻ ഓഫ് 2 kilogram ബ്ലോക്ക് ഷോൺ ഇൻ ദ ഡയഗ്രാം ഇസ്. നോക്കൂ, ഇവിടെയാണ് 2 kilogram ബ്ലോക്ക് ഉള്ളത്. ആൻഡ് ഹിയർ യു ഹാവ് എ 4 kilogram ബ്ലോക്ക്. രണ്ട് ബ്ലോക്കിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, 2 kg ബ്ലോക്കിന് ഡൗൺവേർഡ് ഒരു mg ഓർ അലോങ് ദ ഇൻക്ലൈൻ ഡൗൺ ദ ഇൻക്ലൈൻ ഒരു mg sin 37 ഉണ്ട്. നോക്കൂ, ഈ ആംഗിളിൻ്റെ കാര്യത്തിൽ പല സോഴ്സുകളിൽ പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 30 ആണ് പല സോഴ്സിലും കൊടുത്തിട്ടുള്ളത്. വി ഹാവ് ജസ്റ്റ് ചോസൻ 37. നൗ mg sin 37 ആണ്. ദിസ് ആക്ച്വലി mg sin 37. പ്ലീസ് റിമെമ്പർ ദാറ്റ്. mg sin 37 ആണ് താഴത്തേക്കുള്ള അതിൻ്റെ ഡൗൺ ദ ഇൻക്ലൈൻ ഫോഴ്സ് വരിക. ആൻഡ് ദെൻ അപ്പ് ദ ഇൻക്ലൈൻ ടെൻഷൻ T അതിനെ വലിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ബ്ലോക്ക്. എന്നിട്ട് ആ ബ്ലോക്ക് അപ്വേർഡ്സ് A ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. നൗ സെക്കൻഡ് ബ്ലോക്കിൻ്റെ, ഈ ഒരു ബ്ലോക്കിൻ്റെ കേസ് ആയിരിക്കും. അതിന് mg താഴത്തേക്കുണ്ട്, രണ്ട് ടെൻഷൻ മുകളിലേക്ക് വരും. നോക്കൂ, ഈ ഒരു സ്ട്രിങ്ങിൽ എൻറ്റയർ ആയിട്ട് ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ആ ടെൻഷൻ്റെ രണ്ട് കോൺട്രിബ്യൂഷൻ മുകളിലേക്ക് വരികയും ചെയ്യും. ആൻഡ് ദാറ്റ് ബ്ലോക്ക് ഇസ് ഗോയിങ് ഡൗൺവേർഡ്സ്. ബട്ട് റിമെമ്പർ സംതിങ് വെരി കെയർഫുള്ളി. ഈ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ താഴത്തേക്ക് പോകുന്ന ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ A/2 ആണ് വരിക. ദാറ്റ്സ് ആക്ച്വലി എ കൺസ്ട്രെയിൻ. പക്ഷേ കൺസ്ട്രെയിൻസ് എഴുതാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത ഒരാൾക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. താഴത്തെ ബ്ലോക്കും ആ പുള്ളിയും ഒന്ന് മുകളിലേക്ക് പോകുമ്പം രണ്ട് പാർട്ട് ഓഫ് റോപ്പ് അവിടെ റിലീസ് ആവും. ഈ രണ്ട് പാർട്ടൂടെ മുകളിലേക്ക് പോകുമ്പം അത്രയും രണ്ട് പാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ഈ സൈഡിൽ വരും. ഞാൻ പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഈ പുള്ളി ഒന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പോർഷൻ റോപ്പ് അവിടെ ഫ്രീ ആവുകയും ആ രണ്ട് പോർഷൻ റോപ്പ് ഈ ഭാഗത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഡൗൺവേർഡ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ താഴത്തെ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ ഡബിൾ ഉണ്ടാവും ഈ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ. സിമിലർലി തിരിച്ചാലോചിക്കുമ്പം ഈ ബ്ലോക്കിൻ്റെ ആക്സലറേഷൻ എന്താണെങ്കിലും അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ആക്സലറേഷൻ. ഇതൊരു കൺസ്ട്രെയിൻ ആണ്. കൺസ്ട്രെയിൻ ഇക്വേഷൻ വെച്ച് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് വിഷ്വലി വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കേസാണ്. ആൻഡ് ഇതിൻ മേക്ക് 2 ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് മേക്ക് ചെയ്യുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ദി ആൻസർ A is equal to 4g/15. ദാറ്റ്സ് ഹൗ യു സോൾവ് ഇറ്റ്. കൺസ്ട്രെയിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓൾറൈറ്റ്, വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, a particle of mass m is projected from the ground with a speed u at an angle 30 degree with the horizontal.
Find its angular momentum about the point of projection when it reaches the maximum height. നമ്മൾ ആംഗുലർ മൊമെന്റം എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ലോജിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആ ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി യു കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എം യു കോസ് തീറ്റ ആയിരിക്കും. ഓൾറൈറ്റ്. ആ സമയത്ത് അതിന്റെ പൊസിഷൻ വെക്ടർ ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം ഇസ് സിംപ്ലി ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു പി. നമുക്ക് വാല്യൂ മാത്രം മതിയല്ലോ. ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ വരിക ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു പി ആണ്, വിച്ച് ആക്ച്വലി മീൻസ് ആർ പെർപെൻഡിക്കുലർ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഈ പറഞ്ഞ മാക്സിമം ഹൈറ്റ് വരിക. നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഈ പ്രൊജക്ടൈലിന്റെ പോയിന്റ് ഓഫ് പ്രൊജക്ഷന് ആ പറഞ്ഞ ബോഡിയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ഡിറക്ഷനുമായിട്ട് ഈ പോയിന്റിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രം നമ്മളവിടെ നോക്കിയാൽ മതി. ആർ പെർപെൻഡിക്കുലർ ടു പി ആണ്. ബേസിക്കലി ആർ ക്രോസ് പി ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വരിക. ആർ പെർപെൻഡിക്കുലർ ടു പി ആണ് വരിക. ദാറ്റ് ഇസ് യു മൾട്ടിപ്ലൈ ദ മൊമെന്റം വിത്ത് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം. ഈ രണ്ട് പോയിന്റ്സ് ഓർത്താൽ മതി. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ എസ് എം യു ക്യൂബ് √3 ഡിവൈഡഡ് ബൈ 16g. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് അറിയണം. അതായത് യു ഷുഡ് നോ ദാറ്റ് മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആ ലൈനിലേക്കുള്ള പോയിന്റിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആംഗുലർ മൊമെന്റം കാണാൻ പറ്റുന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സോൾവ് ഇറ്റ്. സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ആലോചിക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ ആലോചിക്കേണ്ടത് ആംഗുലർ മൊമെന്റം അബൌട്ട് O or about a point or angular momentum of the same projectile about O when it is landing. അതായത് ഈ പ്രൊജക്ടൈൽ ഇവിടെ പോയി ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റിനെ അപേക്ഷിച്ച് അതിനൊരു ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് നോക്കി വെക്കുക. ദാറ്റ് ഇസ് വൺ തിങ്. ആൻഡ് ദെൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിയുടെ ആംഗുലർ മൊമെന്റം എങ്ങനെയായിരിക്കും അതിന്റെ നേച്ചർ അബൌട്ട് അനദർ പോയിന്റ് ഔട്ട്സൈഡ് ദ ലൈൻ എന്നുള്ള കോൺസെപ്റ്റ് നോക്കി വെക്കുക. പിന്നെ യൂണിഫോം സർക്കുലർ മോഷനുള്ള ആംഗുലർ മൊമെന്റം. അപ്പം കുറച്ച് സ്റ്റാൻഡേർഡ് കേസസിലുള്ള ആംഗുലർ മൊമെന്റം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. We'll move on to the next question. Now, the ratio of kinetic energy and potential energy in the fifth excited state of hydrogen atom is. നമുക്ക് ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി ഈവൻ ഇത് അറ്റോമിക് ഫിസിക്സിൽ തന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. ഈവൻ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എ സാറ്റലൈറ്റ് വിച്ച് ഇസ് ഓർബിറ്റിംഗ് എ പ്ലാനറ്റ്, അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോൺസെപ്റ്റ് ആണിത്. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. ഇൻ ദിസ് കേസ്, ഈ ആറ്റമിന്റെ കേസിൽ നോക്കൂ, ഇതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്. അപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. mv²/r is given by kZe² divided by r², which means ഹാഫ് mv² നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇവോൾവ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ദാറ്റ് ഇസ് ഹാഫ് kZe² divided by r. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് kq1q2/r എന്നുള്ള ഫോമിൽ ഡിറൈവ് ചെയ്യാം. ആൻഡ് റിമെമ്പർ, ഒന്ന് ഇലക്ട്രോൺ ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. സോ ദാറ്റ് എക്സ്പ്രഷൻ വിൽ ഹാവ് എ മൈനസ് സൈൻ ഓൾസോ ഹിയർ. ഈ രണ്ട് ഇക്വേഷനും കണ്ട് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ് ഓഫ് 2 times കൈനറ്റിക് എനർജി. വളരെ സിമ്പിൾ ആയിട്ട് ഇതാ ഈ എക്സ്പ്രഷൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണിത്. ആൻഡ് റിമെമ്പർ, KE/PE വിൽ ദെൻ ബി ഈക്വൽ ടു -1/2. അപ്പം സൈനോടെ വേണം എടുക്കണം. മാഗ്നിറ്റ്യൂഡിന്റെ റേഷ്യോ അല്ല ചോദിച്ചത്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും റേഷ്യോ ആണ് ചോദിച്ചത്. സോ നിങ്ങൾക്ക് ആ സൈൻ എന്നുള്ള കോൺസെപ്റ്റ് അവിടെ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഇതേ ലോജിക്കലാണ്, ഇതേപോലെയാണ് the ratio of kinetic energy and potential energy of a satellite that is revolving around the planet to ഉണ്ടാവുക. കോൺസെപ്റ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്, മാത്തമാറ്റിക്സ് എക്സാക്ട്ലി സെയിം ആണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, മറ്റേ കേസിൽ സിമിലർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റേഷ്യോകൾ കാണുന്ന കേസുകൾ, ഓർബിറ്റൽ മോഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. Now, next question. Find the potential difference across 700 ohm resistance. So, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സർക്യൂട്ടിനകത്തുള്ള ഇൻഡിവിജ്വൽ കോമ്പണൻസിന്റെ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് മനസ്സിലാക്കണേ ആകെ എത്ര ജോലിയുള്ളൂ. ആ സർക്യൂട്ടിൽ എത്ര കറണ്ടാണ് പോകുന്നത് നോക്കുക. എന്നിട്ട് ആ കറണ്ടിനെ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതൊരു വഴിയാണ്. അല്ലാത്തൊരു മാർഗ്ഗം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് വോൾട്ടേജ് ഡിവിഷൻ ഹിയർ. നിങ്ങൾ ഈ പറയുന്ന രണ്ടാൾക്കാരെയും ക്ലബ് ചെയ്യുക. ആൻഡ് ദെൻ ദർ ഇസ് 700 ohm ഓൾസോ. ഈ രണ്ട് ഗ്രൂപ്പുകളുടെ ഇടയിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ തന്നെ മതി.
നോക്കൂ, വോൾട്ടേജ് അക്രോസ് 700 വിൽ ബി ഈക്വൽ ടു മൊത്തം വോൾട്ടേജിന്റെ ഫ്രാക്ഷൻ ഗിവൺ ബൈ 700 ഡിവൈഡഡ് ബൈ 700 പ്ലസ് ദിസ് ഗ്രൂപ്പ് ഹിയർ. സാധാരണ വോൾട്ടേജ് ഡിവിഷൻ റൂളിൽ നമുക്ക് ആൻസർ കിട്ടും. ദി ആൻസർ ഷുഡ് ആക്ച്വലി ബി 1.1 വോൾട്ട് ഹിയർ. ഓൾറൈറ്റ്, ആ ഒരു യൂണിറ്റിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. Now we will move on to the next question. Similar concepts നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് ഡി സി സർക്യൂട്ടിൻ്റെ അനാലിസിസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയാണ്, ആ ഒരു വലിയ സർക്യൂട്ട് തന്നാലും അതിൻ്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ കോമ്പണൻറ്റുകളുടെ പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നതിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അത് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electrostatic potential due to a dipole varies with distance r as. നോക്കൂ, ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു ഡൈപോളാണ്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് എനി പോയിന്റിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആക്സിയൽ ലൈനിലുള്ളതും ഇക്വറ്റോറിയൽ ലൈനിലും എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദാറ്റ് 1/r² ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വേരി ചെയ്യുക. അതുകൊണ്ട് തന്നെ സിമിലർ കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിപ്പെൻഡൻസി ഓഫ് എ ഡൈപോൾ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഡിപ്പെൻഡൻസി ഓഫ് എ ഡൈപോൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് സിമിലർ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിന് യൂസ് ചെയ്യാം. ആ ഒരു ഐഡിയയും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഓൾറൈറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ, ഒരു ബാർ മാഗ്നറ്റിനും ഇതേ കോൺസെപ്റ്റുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇഫ് യു നോ ദ ഡൈപോൾ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ ബാർ മാഗ്നറ്റ്, സെയിം ഇക്വേഷൻ, സെയിം മാത്തമാറ്റിക്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പ്ലീസ് ട്രൈ ഡൂയിങ് ദാറ്റ്. Now, next question. Find the threshold wavelength if work function is 3 electron volt. നോക്കൂ, ത്രെഷോൾഡ് വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. Phi naught is equal to hc by lambda naught. It's very easy. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുന്നേ ഇവിടെ. Phi naught is the work function. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി പെർ ഫോട്ടോൺ ഉണ്ടാവുമല്ലോ, വിച്ച് ക്യാൻ ആക്ച്വലി ഡിസ്ലോഞ്ച് ഇലക്ട്രോൺ ദെയർ. അപ്പോൾ അതേപോലെ Phi naught is equal to hc by lambda naught. hc നമുക്കറിയാം, പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് നാനോമീറ്ററിലും ഇലക്ട്രോൺ വോൾട്ടിലും ആണെങ്കിൽ hc ക്യാൻ ബി കൺസിഡേർഡ് ക്ലോസ് ടു 1240. അങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി വെൻ യു ഡിവൈഡ് 1240 by 3. The answer will be 414 nanometer. We should actually write that unit there. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആങ്സ്ട്രമിലാണെങ്കിൽ ഇങ്ങനത്തെ ആൻസർ അല്ല വരിക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Now, സിമിലർ കോൺസെപ്റ്റ് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നന്നായിട്ട് പഠിക്കുക. KE മാക്സ്, എന്താ പറയുക, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ്സ് നന്നായിട്ട് ക്ലിയർ ആക്കുക. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിച്ചു വെക്കുക. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്നുണ്ടെന്ന് ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് വൺ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വി ഹാവ് സീൻ ഇറ്റ് in the previous examination. മുന്നത്തെ ഒരു എക്സാമിൽ എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. വിൽ യൂസ് ദ സെയിം മെത്തേഡ് ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് Zener diode is 10 volt. Find the current through the Zener diode. Exactly same question. നോക്കൂ, ഈ Zener diode അക്രോസ് 10 volt ഡിസിപ്പേറ്റ് ആവാൻ നമുക്കറിയാം. ആൻഡ് വിച്ച് മീൻസ് ഈ 20 വോൾട്ടിൽ ബാക്കിയുള്ള 10 വോൾട്ട് ഈ പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആണ് ഉണ്ടാവുക. സോ അഗെയിൻ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ I is equal to this total current I is equal to IZ plus I1. I1 കാണാൻ വളരെ എളുപ്പമാണ്. കൺസിഡർ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇറ്റ്, ബിക്കോസ് ഈ Zener diode അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയാണ് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുക. ഡിവൈഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ബൈ ദ റെസിസ്റ്റൻസ്, യു ഗെറ്റ് ദ കറന്റ് ദെയർ. 1 milliampere ആണ് കിട്ടുന്നത്. സിമിലർലി യു ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഹിയർ by dividing the potential drop, which is again 10 volt. 20 വോൾട്ടിൽ 10 കൊടുത്താൽ ബാക്കിയും 10 തന്നെയാണ്. ആ 10 വോൾട്ടിനെ ഈ റെസിസ്റ്റൻസിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ കറന്റ് there. That is 2 milliampere. 2 milliampere എന്ന് 1 milliampere കുറയ്ക്കുക. You get the answer as you get the answer will be again 1 milliampere. That's here. ഇവിടെയാണ് ആൻസർ ഉള്ളത്. ജസ്റ്റ് മനസ്സിലാക്കുക. I1 ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്, I ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ is here. So please make no mistake there. This is the final answer. All right. Now, next one. At what temperature the RMS velocity of hydrogen gas is equal to the RMS velocity of oxygen molecule at 47 degree Celsius? Now, നമ്മൾ ഇന്നലത്തെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ് RMS വെലോസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള RMS, VRMS, V most probable, V average പോലത്തെ ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കാൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടാണ്. എക്സാക്ട്ലി വി ഗെറ്റ് എ സിമിലർ ക്വസ്റ്റ്യൻ ഹിയർ. ആ എക്സ്പ്രഷൻ ഒന്ന് ഓർത്ത് വെക്കുക. VRMS is equal to √3RT/m, which actually means ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് രണ്ടാളുടെയും RMS വെലോസിറ്റി ഈക്വൽ ആവുന്ന സമയമാണ് ചോദിച്ചത്. സോ ഐ വുഡ് സേ ദാറ്റ് ഏതോ ഒരു സമയത്ത് ഏതോ ഒരു സർട്ടൺ ടെമ്പറേച്ചറിൽ ഹൈഡ്രജന്റെ VRMS 320 കെൽവിനിൽ, ബിക്കോസ് 47 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്താണ്, 320 കെൽവിനിൽ ഓക്സിജൻ മോളിക്യൂളിന്റെ RMSന് ഈക്വൽ ആവണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ.
which evaluates to this equation here. Root T1 by M1 is equal to root T2 by M2. On rearrangement, T here, that is of hydrogen, will be equal to 320 into M1 by M2. Look, M1 by M2, M1 is molar mass of hydrogen. You know that it is 2. Oxygen 32 you cancel off the ratios, you get the answer as 20, and this is in Kelvin. 20 Kelvin, because we absolute temperature, that unit is very important. 20 Kelvin answer, please remember that. Alright. Now, similar concepts, that's mean free path concept. Because in sessions, mean free path is a chance. And also, please be well versed with the concepts of VRMS, V most probable, V average, etc. Now, we'll move on to the next question. If length of a wire is doubled and cross-section area is halved, what will be its Young's modulus? Young's modulus is a material property. Dimensions depend on a sample property. Young's modulus. So, changing the dimensions will have no effect on Young's modulus. It depends purely on the material. Similar concept is constant temperature, resistivity of a certain material will be same. A constant temperature. If we have a resistor, the resistance and the resistivity will be a constant. Resistance depends on the dimension, area, length, depending. But resistivity is a property of that material. Constant temperature will change, resistivity marla. Alright, that concept is a similar idea. Now, the next question. AC question. This is actually a good question here. If power factor of E is equal to 25, if the power factor of a circuit when E is equal to 25 sin 1000 t in an LR circuit is 1 by root 2, LR circuit the power factor when E is equal to 200 sin 2000 t will be. Okay. The only difference here is, of course, in the E max E0 മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒമേഗ ഡബിൾ ആയിട്ടുണ്ട്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, നൗ എനിവേസ് തുടക്കത്തിൽ സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ 1 by root 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഫൈ ആണ് 1 by root 2, where phi is the angle between V and I. Now remember, cos phi 1 by root 2 എന്ന് പറയുകയാണെങ്കിൽ phi എന്തായാലും 45 ഡിഗ്രി ആയിരിക്കും. Which actually means the angle between I, LR circuit ആണ്, അതുകൊണ്ട് ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അത് ഉണ്ടാവുക. The angle between I and V will be 45. ഇതാണ് അവിടുത്തെ ഫേസർ ഡയഗ്രം നമ്മൾ വരച്ചിരിക്കുന്നത്. നോക്കൂ, and you know that there is an XL and there is an R here. ഈ രണ്ട് ആളുടെയും കൂടെ എന്താ പറയുക റിസൾട്ടന്റ് പോലെയാണ് നമുക്ക് എന്ത് കിട്ടുക, Z കിട്ടുക. ഓർ വി കൻ ആക്ച്വലി സേ ദാറ്റ് VL ഉണ്ടാവും, VR ഉണ്ടാവും, അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും V വരിക. അപ്പം കറക്റ്റ് 45 ഡിഗ്രിയിൽ അത് കിട്ടണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ആക്ച്വലി ദി ആംഗിൾ ബൈസെക്ടർ ഹിയർ, വിച്ച് മീൻസ് എക്സലും VL-ഉം VR-ഉം എക്സാക്ട്ലി സെയിം ആയിരിക്കണം. ഓർ എക്സലും XR-ഉം എക്സാക്ട്ലി എന്തായിരിക്കണം പറയും, എക്സലും R-ഉം എക്സാക്ട്ലി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ ഇനിഷ്യൽ കേസിൽ എക്സലും R-ഉം എക്സാക്ട്ലി സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. Now what happens? Second supply കൊടുക്കുന്ന സമയത്ത് ഒമേഗ ഡബിൾ ആവുന്നത് കൊണ്ട് തന്നെ L ഒമേഗയാണ് XL എന്ന് പറയുന്നത്. Which means XL will get doubled when omega gets doubled. Which means പുതിയ സർക്യൂട്ടിന്റെ XL-നെ you can either call it 2 times previous XL or you can call it 2 times previous R. Which actually means പുതിയ സർക്യൂട്ടിന്റെ cos phi, which is actually equal to R by Z, will be equal to again R by root of R square plus XL square ആണ്. ആ XL in the sense XL dash square ആണ്. ഈ XL dash 2 times XL ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 times R ആയിട്ടുണ്ട്. That's exactly what you see here. R divided by R square plus 2R square വരും, which means cos phi will be 1 by root 5. സീരീസ് LCR സർക്യൂട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ദിസ് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സിമിലർ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. അതായത് ഒരു സർട്ടൺ കോമ്പണന്റ് ഇൻഡക്റ്റീവ് ആയിരുന്നു ആദ്യം, അതേ റിയാക്ടൻസ് ഉള്ള കപ്പാസിറ്റീവ് കോമ്പണന്റ് ആഡ് ചെയ്തു, എന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്നതാണ്. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ LCR സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട്സ്, LCR സർക്യൂട്ട്സ് നോക്കുക, LR സർക്യൂട്ട്സ് നോക്കുക, RC സർക്യൂട്ട്സ് നോക്കുക. ഈ ഭാഗങ്ങൾ AC സർക്യൂട്ട്സിൽ ക്ലിയർ ആക്കി വെക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. These questions will be there more in the following sessions. Now, next question. A ball is dropped from a height of 10 meters. After colliding with the earth, it rises back to a height of 5 meters. Then, what shall be the impulse on the ball by Earth's surface if the mass of the ball is
100 grams. നോക്കൂ മാസ് ഓഫ് ദ ബോൾ നമുക്ക് 100 ഗ്രാംസിന് നമുക്ക് 0.1 കിലോഗ്രാം എന്ന് പറയാൻ പറ്റും. നോക്കൂ ബോൾ ഒരു സർട്ടൺ ഹൈറ്റിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്ത് തിരിച്ചു മുകളിലേക്ക് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ പകുതി ഹൈറ്റിൽ എത്താൻ പറ്റുന്നുള്ളൂ, വിച്ച് മീൻസ് അതിൻ്റെ എനർജി കൈനറ്റിക് എനർജി ഓൺ കൊളീഷൻ പകുതിയായിട്ടുണ്ടാവും. ഏതൊരു സർട്ടൺ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഒരു കൈനറ്റിക് എനർജിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തതാണ്. ആ കൈനറ്റിക് എനർജി ഹാഫ് ആയതുകൊണ്ടാണ് തിരിച്ച് ഫുൾ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്, ഹാഫിലേക്ക് മാത്രം തിരിച്ച് ഫുൾ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് ഹാഫിലേക്ക് മാത്രം എത്തുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് റിമെമ്പർ ഫസ്റ്റ് ഹിയർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു u സ്പീഡിലാണ് അത് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ u/√2 സ്പീഡ് അതിന് മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. കാരണം കൈനറ്റിക് എനർജി ഹാഫ് ആവുക പറഞ്ഞാൽ വെലോസിറ്റി 1/√2 ടൈംസ് ആവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിച്ച് മീൻസ് u ഡാഷ് അല്ലെങ്കിൽ ആഫ്റ്റർ ലാൻഡിംഗ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഗോസ് ബാക്ക് വിൽ ബി ഓൺലി 1/√2 ടൈംസ്. നൗ ഇമ്പൾസ് എന്ന് പറയുന്നത് യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ഇറ്റ് ആസ് ചേഞ്ച് ഇൻ ലിനിയർ മൊമെന്റം. ദാറ്റ് ഈസ് m ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ഹിയർ. മാസ് മാറുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ദിസ് ഇസ് v ഫൈനൽ മൈനസ് v ഇനീഷ്യൽ. v ഫൈനൽ എന്ന് പറയുമ്പം u/√2 ഉള്ളൂ ആൻഡ് v ഇനീഷ്യൽ ഇസ് u. നോക്കൂ ഈ ഡിഫറൻസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ സൈൻ മനസ്സിലാക്കണം. ഇനിഷ്യൽ ആയിട്ടുള്ള മൊമെന്റം താഴത്തേക്കാണ്, ഐ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ദാറ്റ് വെലോസിറ്റി ഐ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. അപ്വേർഡ് പാർട്ട് ഐ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ v ഫൈനൽ വിൽ ബി u/√2 and v initial will be minus u. Now what will be the value of u? h ആയിട്ട് നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് √2gh ആയിരിക്കും വെലോസിറ്റി ഉണ്ടാവുക. വി ഹാവ് ദാറ്റ് വെരി ക്ലിയർലി റിട്ടൺ ഡൗൺ. സോ നൗ ആ ഡിഫറൻസ് ഇൻ ലീനിയർ മൊമെന്റ് എടുക്കുക and that is what you do here. m multiply ചെയ്യുക, ഈ ഡിഫറൻസ് എടുക്കുക. when you solve it you get the answer as 2.41 and this is linear momentum, so I could call it Newton second here as the units. So now please understand this is how we do it. ഒരു കുറച്ച് ലെങ്തിയാണ് കാൽക്കുലേഷൻസ്, കുറച്ച് എന്താ പറയുക ടേംസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മുന്നേ ഉപയോഗിക്കുന്ന സാധാരണ കാണുന്ന കോൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും. ഒരു ബോൾ വന്ന് കൊളൈഡ് ചെയ്ത് പോകുമ്പം ഉള്ള ഈ സർഫസിൽ ഉണ്ടാവുന്ന ഫോഴ്സും അവിടെ ഉണ്ടാവുന്ന മൊമെന്റം ചേഞ്ചും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുള്ളത്. The next question says a ball is released from the height of 1 meter on a fixed smooth hemispherical surface as shown. Find its velocity when it is at a height 0.5 meters from the ground. നോക്കൂ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് എനർജി കോൺസർവേഷൻ, മെക്കാനിക്കൽ എനർജി കോൺസർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് മോഷൻ ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വെരി സിമിലർ ക്വസ്റ്റ്യൻ. നോക്കൂ ഇനിഷ്യലി ബോൾ ഇതാ ഈ പോയിന്റിലാണ്. ഇറ്റ് ഈസ് റിസീഡിംഗ് ഡൗൺ അലോങ് ദ ട്രാക്ക്. സോ ഇറ്റ് വിൽ റീച്ച് സംവെയർ ഹിയർ at the second instant. നിങ്ങൾ കാണാൻ പറഞ്ഞത് വെലോസിറ്റി ഓഫ് ദ ബോൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ആണ്. ഇനിഷ്യലി വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ ഡെൽറ്റ കെ വിൽ ആക്ച്വലി ബി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ഇ. പി ഇയിൽ വരുന്ന ഡിക്രീസ് എക്സാക്ട്ലി കൈനറ്റിക് എനർജിയിൽ ഇൻക്രീസ് ആയിട്ട് കാണാൻ പറ്റും. സോ ഹാഫ് mv² വിൽ ബി ഈക്വൽ ടു mg ഡെൽറ്റ എച്ച്. Now all you have to do is to find delta h here. വളരെ ക്ലിയർ ആണ്. 1 മീറ്റർ ഹൈറ്റിലായിരിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുള്ള ഇവിടെ വിഷയമല്ല. മുകളിൽ 1 മീറ്ററിലായിരിക്കുന്നത് അത് ഫോൾ ചെയ്ത് 0.5 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ 0.5 മീറ്റർ തന്നെ ആയിരിക്കും താഴത്തേക്ക് അത് റിസീഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡെൽറ്റ എച്ച് ഇസ് 0.5. യു ഗെറ്റ് ദി ആൻസർ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് വെരി ഈസിലി. യു ഡു ഇറ്റ്. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് വലുതാണെങ്കിലും ഇവാലുവേഷൻ വളരെ വളരെ ചെറുത് തന്നെയാണ്. അഗെയിൻ റിമെമ്പർ കോൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓസിലേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മോഷൻസിൽ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലീസ് റിമെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block of mass 2 kg is placed on a disc which is rotating at a constant angular velocity 4 radian per second. Now, find the frictional force in Newton between the block and the disc if the block is not sliding. Now, you can do this problem in rotating frame of reference. Look, rotating frame of reference, body stationary, you know that you should consider something called centrifugal force, which is actually equal to the centripetal force at that point with an opposite side. When the disc is getting rotated here, the body at a certain distance here, 1 meter here, will experience a centrifugal force which is actually equal to m omega square r. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതി പറയാം. ആ ബോബ് അവിടെ നിൽക്കുന്ന ആ ബ്ലോക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്ലെയിനിന്റെ കൂടെ അത് സ്ലിപ്പ് ചെയ്യാൻ പാടില്ലെങ്കിൽ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആരും റൊട്ടേറ്റ് ചെയ്യണം, ഈ ബ്ലോക്കും റൊട്ടേറ്റ് ചെയ്യണം. വിച്ച് മീൻസ് ദ ബ്ലോക്ക് റിക്വയർസ് എ സെൻട്രിപീറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷൻ ആണെന്ന് പറയാം. ദാറ്റ് ഇസ് വൺ വേ ഓഫ് സീയിങ് ദിസ്. ഓർ അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് ആ പ്രോബ്ലം ചെയ്യുക. റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വി കൺസിഡർ സ്യൂഡോ ഫോഴ്സ് ചെയ്യുക, വിച്ച് ഇസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. രണ്ടിൻ്റെയും വാല്യൂ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വരിക. സെൻട്രിഫ്യൂഗൽ ആണെങ്കിൽ സെൻട്രൽ ലീവിംഗ് ആയിട്ട് നമ്മൾ പറയാം. വെൻ വി ഡിസ്കസ്
the problem from that rotating frame of reference. External frame of reference, you don't need centrifugal force വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്റ്റേണൽ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ദ ബ്ലോക്ക് നീഡ്സ് സം സെൻട്രിപീറ്റൽ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ. ദാറ്റ് ഇസ് ഗിവൺ ബൈ ദ ഫ്രിക്ഷൻ ഹിയർ. നോക്കൂ, എം തന്നിട്ടുണ്ട്, ഒമേഗ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആൻഡ് ദെൻ യു ഹാവ് ആർ. ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ന്യൂമറിക്കൽ ലോഡ് ഒട്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, വായിച്ച ഉടനെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നൗ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസും മറ്റ് ആക്സിലറേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുകൾ ഈ സെറ്റിൽ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ലായിരുന്നു. ദിസ് വൺ ഹിയർ is probably the first one where you can actually solve a problem using a non-inertial frame of reference. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കി വെക്കുക. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഹിയർ നോക്കൂ. A uniform disk of mass 5 kg and radius 2 meters is rotating with 10 radian per second. Now another identical disk is gently placed on the first disk. Because of friction, both the disks acquire common angular velocity. The loss in kinetic energy is, നോക്കൂ, നമ്മൾ just imagine this question was about linear motion. ഒരു certain body മൂവ് ചെയ്യാണ്, വേറൊരു ബോഡി റെസ്റ്റിലാണ്, and they collide, and after collision they stick together and move with a common velocity എന്ന് പറയുള്ളൂ. That's what we call perfectly inelastic collision. Perfectly inelastic collisionലെ loss in kinetic energy കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം, provided you understand that instead of mass, use the moment of inertia, instead of velocity, use angular velocity. That is exactly what we have done here. Delta K, change in kinetic energy here, will be equal to half into I1 I2 divided by I1 plus I2 into omega relative ആണ് മറക്കരുത്, omega relative final square minus omega relative initial square. This is exactly right, like we write half m1 m2 by m1 plus m2 into v final relative square, v relative final square minus v relative initial square. Exact formula നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്, please remember. And this is actually comparable to the concept of reduced mass that we use in particles which are moving linearly. Alright, now അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് റിമെമ്പർ, ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. ഇനിഷ്യലി ഒരു ഒമേഗ ഉണ്ട് റിലേറ്റീവ് ആയിട്ട് ഇവർ തമ്മിൽ. ആദ്യത്തെ ഡിസ്കിന് ഒരു കറക്കവും ഇല്ല, രണ്ടാമത്തെ ഡിസ്ക് കറങ്ങുന്നുണ്ട്. സോ റിലേറ്റീവ്ലി ദർ ഇസ് എൻ ഒമേഗ ദെയർ. ബട്ട് രണ്ടാമത്തെ ആളെ പ്ലേസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാൾ ഒരുമിച്ചാണ് കറങ്ങുക. ജസ്റ്റ് ലൈക്ക് ദ ബ്ലോക്സ് മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, ദ ഡിസ്ക് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഹിയർ ഇൻ ദിസ് കേസ്. അപ്പം എക്സാക്ട്ലി സെയിം കേസാണ്. റിലേറ്റീവ് ഒമേഗ റിലേറ്റീവ് ഫൈനൽ 0 ആവും, ഒമേഗ റിലേറ്റീവ് ഇനീഷ്യൽ ആദ്യത്തെ ഡിസ്കിനുള്ള ഒമേഗ ആയിരിക്കും. That's exactly what we have here. Loss in kinetic energy ആയതുകൊണ്ട് I can just flip the signs here. I don't need the sign there because I know that it is loss, which actually boils down to I by 4 omega square. Easy ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. But if you, answer is 250 here and joules, because everything else is given in SI units. Also please remember, I calculated എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. I is actually the moment of inertia of the disk here. രണ്ടും ഐഡന്റിക്കൽ ഡിസ്ക് ആയതുകൊണ്ട് I1ഉം I2ഉം കാണേണ്ട കാര്യമില്ല, I1ഉം I2ഉം എക്സാക്ട്ലി ഈക്വൽ ആണ്. സോ ദിസ് ഇസ് ഹൗ യു കാൽക്കുലേറ്റഡ്. ഹാഫ് mr സ്ക്വയർ ആണ്. വേറെ ഒരു ബോഡി ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കേണ്ടി വരുമായിരുന്നു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ച് ദെയർ. നോക്കൂ, അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ദർ ആർ മെത്തേഡ്സ് ടു സോൾവ് ദിസ്, അതർ മെത്തേഡ്സ് as well. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യു ക്യാൻ യൂസ് linear momentum conservation and find out the common angular velocity, and then initial kinetic energy, initial rotational kinetic energy കാണുക, final rotational kinetic energy കാണുക, ഡിഫറൻസ് എടുക്കുക. That is also possible, but this is actually a direct formula which will get you to the answer very quickly. Alright, now next, linear momentum conservation concept ഉള്ള ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. ഓൾസോ എനർജി കോൺസർവേഷൻ ഇൻ കേസ് ഓഫ് റൊട്ടേഷണൽ മോഷനും നന്നായിട്ട് പഠിച്ചു വെക്കുക. റോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി, റോളിംഗ് ബോഡി വരുന്ന സമയത്ത് എനർജി കോൺസർവേഷൻ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കുക. യു ഹാവ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദോസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ഫോളോയിങ് സെഷൻസ്. Now next question is very direct. A long wire carrying current √2 ampere is placed in a uniform magnetic field of 3 into 10 raised to minus 5 Tesla. The magnetic field is perpendicular to the wire. The magnetic force on unit length of the wire is. Basically, the description is making things easier for you.
നോക്കൂ, ഫോഴ്സ് വെക്ടർ കാണാനുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിങ് വയർ കാണാനുള്ള ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണിത് I into L cross B. Remember, L is L vector which is in the direction of the current flow. It is actually perpendicular to the magnetic field, which means L cross B ki pagaram you can just replace it with LB. LB sin theta. Sin theta is sin 90 here, so it's LB. So what you need to find out is force per length. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? F/L ചെയ്യേണ്ടി വരും. IB will be your answer. I is given directly, B is given directly. You can straight away write down the answer. വളരെ straight forward question ആണ്. Look at the next question here. Now, an electric transformer of 220 volt or in an electric transformer, 220 volt is applied on the primary coil having number of turns 100. Find the output current through a 3 ohm resistance if number of turns in secondary coil is 10. നോക്കൂ, ഇതിൻ്റെ ഡേറ്റ ക്ലിയർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സെർട്ടനിറ്റി ഇല്ല. എക്സാക്ട്ലി കറണ്ട് തന്നെയാണോ ചോദിച്ചത്, ഇവിടെയുള്ള റെസിസ്റ്റേഴ്സ് എക്സാക്ട്ലി സെയിം ഈ തന്ന വാല്യൂസ് ആണോ ഉള്ളത്, വി ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ വി ക്യാൻ ആക്ച്വലി പ്രൊസീഡ് വിത്ത് സോൾവിംഗ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ബേസ് ഇക്വേഷൻ. ES by EP is equal to, നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ES by EP is equal to NS by NP, where NS is the number of turns in the secondary coil, NP is the number of turns in the primary coil. Now, നിങ്ങൾ ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ you can easily find out that ES secondary voltage, secondary coilലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് is 22 volt കിട്ടുക. That is 220 into 10 by 100. It's actually a step down transformer here. 22 volt ആണ് കിട്ടുക. And you know, ഈ 3 ohmന്റെ കൂടെ you should also consider this 2 ohm here. These are both part of the secondary circuit. So current കാണാൻ പറഞ്ഞാൽ you divide the secondary voltage by the total resistance in the secondary coil, which is actually 22 by 5. The answer is 4.4 ampere. Alright. Now we will move on to the next question. And remember, efficiency based ആയിട്ടുള്ള questions, transformer equation ഉപയോഗിച്ചിട്ടുള്ള NS by NP equations നന്നായി നോക്കുക. And please practice questions based on that. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മുന്നേ കിട്ടിയിട്ടുണ്ട്. Jan 27 ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. So please remember that. Now next, match the following columns. നോക്കൂ, ഇവിടെ surface tension ഉണ്ട്, then there is viscosity, there is angular momentum, there is rotational kinetic energy. Now, irrespective of what form of energy it is, energy will always have the same dimension, that of work. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സർഫസ് ടെൻഷൻ ഇസ് ഫോഴ്സ് ബൈ ലെങ്ത്. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ബൈ ലെങ്തിൻ്റെ ഡയമെൻഷൻ, ദാറ്റ്സ് ഓൾസോ വെരി ഈസിലി കാൽക്കുലേറ്റഡ്. MT raised to -1. Now, angular momentum L is basically a ഏറ്റവും സിംപ്ലസ്റ്റ് ഇക്വേഷൻ RP ആണ്. R has magnitude of length, P നിങ്ങൾക്ക് അറിയാം MLT raised to -1. You manipulate it, you get the final answer there. Similarly, viscosity കാണാനുള്ള ഇക്വേഷൻ നോക്കുക. That is basically force by area into velocity gradient. That is change in velocity per length. എല്ലാ ഡയമെൻഷനും കറക്റ്റ് ആയിട്ട് കൊടുക്കുക, you get the final answer. Just match them with the corresponding values. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. Evaluate dimensions separately. Always make sure that you choose the easiest and the most simplest equation to find out the dimensions. നിങ്ങൾക്ക് അറിയാത്ത ഡയമെൻഷനുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ be very careful about the equations you choose. Now, സിമിലർ ക്വസ്റ്റ്യൻ ഡയമെൻഷൻ അനാലിസിസ് നന്നായി ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ നന്നായിട്ട് ഓർമ്മിക്കുക, അൺനോൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് ഡയമെൻഷൻ അനാലിസിസിൽ. ദ ഫസ്റ്റ് എക്സാമ്പിൾ ദറ്റ് യു മൈറ്റ് ഹവ് ഡൺ ഇൻ യുവർ ലൈഫ് വുഡ് ബി ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്തായിരിക്കും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ ആദ്യം എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ സിമിലർ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അതായത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ദാറ്റ് ഇസ് ടു ഡിറൈവ് എൻ അൺനോൺ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ അനാലിസിസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. യു ഹാവ് എ ഹൈ ചാൻസ് ഓഫ് ഫൈൻഡിങ് ദോസ് ക്വസ്റ്റ്യൻസ് വെരി സൂൺ. Now, next question. At a point P, away from the planet of radius 6,400 kilometers, the gravitational potential and electric field are 6.4 into 10 raised to 7 SI units and 6.4 SI units respectively. All right. That is electrostatic potential എന്നുള്ളത് -6.4 into 10 raised to 7 ആണ് വരുന്നത്, ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നുള്ളത് 6.4 ആണ് വരുന്നത്. All right. Find the height at that point, height of that point above the surface of the planet. Now listen, gravitational potential in the formula Gm by R ആണ് വരിക at that point, and please remember R is calculated from the center of the earth or center of the planet to the point. Please remember that. Gravitational field in this is here, gravitational field here, gravitational field in
value gm by r square ആണ് വരിക. You can easily divide these expressions and understand the fact that r is equal to 10 raised to 7 meters, which transforms to 10,000 kilometers or 10,000 kilometers ആണ് finally answer വരിക. പക്ഷേ the question here is you need to find the height of that point from the surface of the earth. നോക്കൂ, ഇവിടുന്ന് ഈ ദൂരം മുഴുവൻ is 10,000 നിങ്ങൾക്കറിയാം. And this distance is 6,400. The remaining will have to be equal to 3,600. That's how you solve it. It's a very simple question. Escape velocity, orbital velocity, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് നോക്കി വെക്കുക. ഇലക്ട്രിക് ഫീൽഡും ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. So you can expect those questions very soon. The next question says, a wire has a resistance of 60 ohms at temperature 27 degrees Celsius. When it is connected to a 220 volt DC supply, a current 2.75 ampere flows through it at a certain temperature. Find the value of the temperature if coefficient of thermal resistance alpha is 2 into 10 raised to minus 4 per degree Celsius. Now listen. നോക്കൂ, തുടക്കത്തിൽ അതിൻ്റെ റെസിസ്റ്റൻസ് R1 is equal to 60 ohm എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. Now, at a later point of time, and the resistance എന്താണെന്ന് തന്നിട്ടില്ല, but it is given that 220 volt it takes in a current of 2.7 or it lets a current of 2.75 ampere. അത് വെച്ചിട്ട് we can easily find the resistance R2. You can easily evaluate it. It boils down to 80. Alright? Now, ആ രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ ഉള്ള സമയത്തുള്ള ടെമ്പറേച്ചർ പറഞ്ഞു തന്നിട്ടില്ല. സോ what you have to do is to find the later temperature. ഒരു കാര്യം മനസ്സിലാക്കണം, ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ആൽഫ ഡെൽറ്റ ടി. യു കൻ ഈസിലി യൂസ് ദർ എക്സ്പ്രഷൻ ഹിയർ. ഡെൽറ്റ ആർ എന്നുള്ളത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് ആക്ച്വലി 1680 ആയി 20 ആണ്. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് 60 ആണ്. ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ഇസ് വാട്ട് യു ഷുഡ് വർക്ക് വിത്ത്. നൗ ലിസൺ, ഡെൽറ്റ ടി ടി മൈനസ് 27 എടുക്കുക. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ചെയ്യുന്നത്. ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഫൈനലി ദി ആൻസർ വിൽ ബി ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു 1/6 into 10 raised to minus 4 വരും. And then delta T is actually T minus 27. T minus 27 is equal to 10,000 by 6 verum. So actually the answer is T is equal to 5,000 by 3 plus 27. But remember, the answer is in degree Celsius. So please remember that. A degree Celsius is the this is the final answer. Now, we will move on to the next question. Similar ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി നന്നായിട്ട് നോക്കി വെക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സമയത്താണ് റെസിസ്റ്റിവിറ്റി കൂടുക, എന്തുകൊണ്ടാണ്, ഏത് ഒരു ടേമിൻ്റെ കാരണമാണ് ദർ ഇസ് സംതിങ് കോൾഡ് റിലാക്സേഷൻ ടൈം. ആ റിലാക്സേഷൻ ടൈമിൻ്റെ എഫക്റ്റ് കാരണമാണ് തെർമൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലീസ് ഗോ ത്രൂ ദോസ് ഡെറിവേഷൻസ് ആൻഡ് ദോസ് എക്സ്പ്രഷൻസ് and കുറച്ച് ന്യൂമറിക്കൽസോ അതിൻ്റെ ബേസിൽ ചെയ്ത് നോക്കാം. Right. Now, next question here. In a convex lens, the distance between the object and real image is 45 centimeter and magnification produced by the lens is 2. Alright. What would be the focal length of the lens? I think it is actually given here that the image is real. ഒരു ക്ലോസ് ശരിക്കും ഇവിടെ ഉണ്ട്. I think it is not printed here. The image is actually real. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക. സോ നൗ ഇമേജ് റിയലും ആണ്, മാഗ്നിഫിക്കേഷൻ 2 times ആണെങ്കിൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നിഫിക്കേഷൻ. m will be equal to -2. Minus because the image is real, and then 2 because it is the size of the image doubles. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ലെൻസ് ആയതുകൊണ്ട് v by u is equal to -u, v is equal to -2u, which means you can understand the fact that whatever be your value of u, v എന്നുള്ളത് അല്ലെങ്കിൽ വിയും യുവും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് കിട്ടി. ഇപ്പം v will be double times u and ഒരു സൈൻ ഡിഫറൻസ് ഉണ്ട്. ഒബ്വിയസ് ആണ്, കാരണം റിയൽ ഇമേജ് ആണല്ലോ. ഇമേജ് ഒരു ഭാഗത്താണ് ഉണ്ടാവുമെങ്കിൽ ഒബ്ജക്റ്റ് മറ്റേ സൈഡിലാണ് ഉണ്ടാവുക. ഒബ്വിയസ്ലി മൈനസ് സൈൻ എന്തായാലും അവിടെ ഉണ്ടാവും. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഇസ് കണക്റ്റഡ് ആസ് v is 2 times u, which means ഞാൻ ആ ഇമേജ് ഇവിടെ ഈ ദൂരം 45 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ when I know that 3u is equal to 45, u will be 15. ഞാൻ ജസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് വെച്ച് മാത്രം ചെയ്ത കാര്യമാണത്. u will be equal to 15 ആൻസർ കിട്ടും. സോ ഇവിടെ 15 ഉണ്ടാവും, ഇവിടെ 30 ഉണ്ടാവും.
Now we can just simply use Lenz's formula here. 1 by v minus 1 by u is equal to 1 by f, where u can be replaced with minus 15 and v can be replaced with 30 here. Remember that you should not give sign to the unknown entity. Okay, and finally the answer will be plus 10 centimeters here. Please remember, everything else is taken in centimeters, so the answer will also be in centimeters. Now, Lenz and mirror formula based questions nannai nokki vekka. There is a high probability of finding those questions very soon. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കി വെക്കുക. പിന്നെ മാഗ്നിഫിക്കേഷൻ തന്ന് തിരിച്ചിട്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നോക്കി വെക്കുക. നമ്മളത് പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ 1-2 സെഷനിൽ. So we have solved it that way. All right. We'll move on to the next question. Two cells, one of EMF 8 volt and internal resistance 2 ohm and the other of EMF 2 volt and internal resistance 4 ohm are connected as shown in the figure. Find potential difference V across points A and C. ഇതാണ് A, ഇതാണ് C. ഈ എയും സിയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുകയാണ് വേണ്ടത്. സോ വി ഹാവ് എ സർക്യൂട്ട് ഹിയർ. ഈ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് ഇ എം എഫ് വരിക നോക്കൂ, സെല്ലിന്റെ പൊളാരിറ്റിയിൽ ഒരു ഓപ്പോസിഷൻ ഉണ്ട്, കണ്ടറിയുന്നുണ്ട് അത്. So effective EMF will a difference between the individual EMFs ആണ്. So effective EMF will be 4. Effective resistance will be equal to both the combined resistances because series ആണ്, so it will be 4 again. Now in that case the current through the circuit will simply be equal to 1 ampere, E equivalent by R equivalent. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പോയിന്റ് across ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. You start from the first point here. You travel from that point to C. A start ചെയ്യുക, സിയിലേക്ക് ട്രാവൽ ചെയ്യുക. പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന ബാറ്ററിയാണ് 4 വോൾട്ടിന്റെ. You see an increase here, an increase of 4 volt here, and then you have a resistance. റെസിസ്റ്റൻസിൽ പക്ഷേ കറണ്ട് അവിടുന്ന് തിരിച്ചാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. So that is again when you travel forward, you're looking at a hike in potential, which is actually again 2 into 1, that is I into R ന്റെ ഇൻക്രീസ് ആണ് അവിടെ വരിക. IR ന്റെ ഇൻക്രീസ് വരും, IR ന്റെ ഇൻക്രീസ് ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ അത് നമ്മൾ പോകുന്ന വഴിക്ക് കൂടുതലായിരിക്കും ചെയ്യേണ്ടാവുക, കാരണം കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആ സൈഡ് അവിടുന്ന് കറണ്ട് വരുന്ന സമയത്ത് കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഹൈ പൊട്ടൻഷ്യലും കറണ്ട് ലീവ് ചെയ്യുന്നത് ലോ പൊട്ടൻഷ്യലും ഉണ്ടാവുക ഇൻ ദ കേസ് ഓഫ് എ റെസിസ്റ്റൻസ്. So you're actually traveling, when you're traveling to the right, you're actually going from a low potential to high potential again, which means you're actually again going up or increasing your potential difference, which means PD will be 4 plus 2 into 1, that is 6. The final answer will be 6. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു വലിയ സെക്ഷൻ ഉണ്ട് അബൌട്ട് കോമ്പിനേഷൻ ഓഫ് സെൽസ്, പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും. ആ ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക. യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദോസ് സെക്ഷൻസ്. All right. Now we don't have any more questions here. So this is about the first shift, the morning shift here for Jan 30th, and now we'll move on to the second shift, the evening shift. Jan 30th ന്റെ ഈവനിങ് ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ സെഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ മോറുള്ള സെയിം തന്നെയാണ്. പക്ഷേ ഈ ഒരു ചെറിയ വ്യത്യാസമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുറച്ചുകൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഇമ്മീഡിയറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. We'll now go to the questions. First question says, a block of mass 1 kilogram is ascending an inclined plane by a distance of 10 meters as shown in the diagram. With the help of the force of 10 Newton along the incline, find the work done against friction. നോക്കൂ, 10 ന്യൂട്ടൺ ആ ബോഡിയുടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10 ന്യൂട്ടൺ ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് ഒബ്വിയസ്ലി ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ വെയ്റ്റിൻ്റെ സൈൻ തീറ്റ കോമ്പണൻറ്റും താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. Now ഇതിന് എഗെയിൻസ്റ്റ് ആണ് 10 ന്യൂട്ടൺ തന്നെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ കാണാൻ വേണ്ടി ആദ്യം വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആലോചിക്കുക. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വിൽ ബി F.S മൈനസ് FS അത് വരും. ഒബ്വിയസ്ലി ഫ്രിക്ഷൻ താഴത്തേക്കും ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും ആയതുകൊണ്ട് യു ക്യാൻ ഇവാലുവേറ്റ് ഇറ്റ്, യു ഗെറ്റ് -5 ന്യൂട്ടൺ. പക്ഷേ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ആ ചോദിച്ചത്. സോ വിൽ ഹാവ് ടു ടേക്ക് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഹിയർ. 5 ന്യൂട്ടൺ വിൽ ബി ദ കറക്റ്റ് ആൻസർ. Now സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വർക്ക് എനർജി തിയറം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ. മോഷൻ ഡൗൺ ദ ഇൻക്ലൈൻ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മോഷൻ അപ്പ് ആൻഡ് ഡൗൺ ദ ഇൻക്ലൈൻ പ്ലെയിൻ യൂസിങ് വർക്ക് എനർജി തിയറം ഇസ് എ കാറ്റഗറി യു ഷുഡ് ബി അവെയർ ഓഫ്. നന്നായിട്ട് അത് പഠിക്കുക, ഈ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കുക. Now
This is a connected body problem. നമ്മൾ ഇന്നലെയും ഡിസ്കഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട് കണക്റ്റഡ് ബോഡി പ്രോബ്ലം ശ്രദ്ധിക്കുക എന്നുള്ളത്. ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ കണക്റ്റഡ് ബോഡി പ്രോബ്ലം. കണക്റ്റഡ് ബോഡി പ്രോബ്ലത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കൺസ്ട്രെയിൻസ് പോലും യൂസ് ചെയ്യേണ്ട, നമുക്കിത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. Now, a force of 10 Newton is applied on a 3-block system as shown. Find the tension in two strings T1 and T2. നോക്കൂ, ആദ്യം നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യേണ്ടത്, നോക്കൂ ഇതേ പ്രോബ്ലം യു ക്യാൻ ആക്ച്വലി ഹാവ് 3 ബ്ലോക്സ് ക്ലോസ് ടു ഈച്ച് അതർ. അതിൻ്റെ മുകളിലുള്ള റിയാക്ഷൻ ഫോഴ്സ് കാണുന്ന പ്രോബ്ലം എക്സാക്ട്ലി സെയിം തന്നെയാണ്. Now listen, 10 Newton is given to the entire system, which means ആദ്യം കാണേണ്ടത് സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആണ്, F by total mass ആണ്. You get 1 meter per second square as the answer. Now T2യുടെ ജോലി ഈ 2 kilogram ബ്ലോക്കിനെയും 3 kilogram ബ്ലോക്കിനെയും ഒരുമിച്ച് പുൾ ചെയ്യുക എന്നുള്ളതാണ്. So T2 will be equal to this much mass into the given acceleration, which we calculated. So 5 into 1, you'll get 5 Newton. 1 meter per second square ആണ് സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ. അപ്പോൾ ഈ രണ്ട് ആൾക്കാരും പോകുന്ന ആക്സിലറേഷൻ അത് തന്നെയായിരിക്കും. സിമിലർലി T2യുടെ ജോലി എന്താണെന്ന് വെച്ചാൽ M1നെ ഈ പറയുന്ന 1 meter per second സ്ക്വയറിൽ പുൾ ചെയ്യുക എന്നുള്ളതാണ്. സോ MA will be the value of T2, where M is the mass of the 2 kilogram block. So 2 into 1, 2 Newton ആണ് ആൻസർ വരിക. Now, connected body problems ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അധികം കൺസ്ട്രെയിൻസ് കണ്ടെത്താനില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻസ് നോക്കിയാൽ തന്നെ ധാരാളമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നേരത്തെ സെഷനിൽ, അതായത് മോർണിംഗ് സെഷനിൽ, മോർണിംഗ് ഷിഫ്റ്റിൽ കൺസ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ജസ്റ്റ് അതും ഒരുപാട് ഡീപ്പായിട്ടുള്ള നോളജ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് മാത്രമേ അവിടെയും ചോദിക്കുന്നുള്ളൂ. റൈറ്റ്? സോ ആ ഒരു ലെവലിലുള്ള കണക്റ്റഡ് ബോഡി പ്രോബ്ലംസ് പഠിക്കാം. Next question. The slope of the graph between stopping potential and frequency of incident photon F in photoelectric effect is. നോക്കൂ, ഇതൊരു സ്റ്റാൻഡേർഡ് തിയറി ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ എങ്ങനെയാണ് അത് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കുക. കെ ഇ മാക്സ് വിൽ ബി ഈക്വൽ ടു എനർജി പെർ ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഫോട്ടോൺ കൊണ്ടുവരുന്ന എനർജിയിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി ഉണ്ടാവുക. Now, that actually expands to EV0. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് V0 കേട്ടോ. കെ ഇ മാക്സ് ആണ് EV0 വരിക. നമ്മൾ മുന്നേയുള്ള സെഷൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Now, so that is equal to h nu minus h nu 0. h nu is energy per photon, h nu 0 work function expansion ആണ്. Now listen. So we have V0 is equal to h by E. Just E അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. V0 is equal to h by E nu minus h by E nu 0. ഈ ഇക്വേഷനെ we compare it with the standard equation for a straight line, that is y is equal to mx plus c. c എന്നുള്ളത് minus h by e ആണ്. You can very easily minus h by e into nu naught ആണ് നമുക്ക് c വരിക. m slope വരിക h by e ആണ്, which actually is a constant, which means this slope or the plot for any metal will give you the same slope. ആകെ വ്യത്യാസം വരിക ഇന്റർസെപ്റ്റിലാണ്. ഇപ്പോൾ വേറൊരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയാവാം. സ്ലോപ്പിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ വരാം. സ്ലോപ്പിൽ വ്യത്യാസം വരില്ല. സോറി അബൌട്ട് ദാറ്റ്. സ്ലോപ്പിൽ വ്യത്യാസം വരില്ല. ഇന്റർസെപ്റ്റിൽ മാത്രമേ മെറ്റൽ മാറുമ്പം വ്യത്യാസം വരുള്ളൂ. ആ കാര്യം മനസ്സിലാക്കാം. റൈറ്റ്? നൗ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കി വെക്കുക. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദാറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A square loop of side 1 meter is carrying a current of 5 ampere as shown in the figure. The magnetic field at the center of the loop is x root 2 into 10 raised to minus 7. Find x. Now listen. നോക്കൂ, ഇതൊരു again ബ്യൂസവർ ലോന്റെ ആപ്ലിക്കേഷൻ ആണ്. നോക്കൂ, ഓരോ സെഗ്മെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡും സെന്ററിൽ ഒരേ ഡിറക്ഷനിലാണ് കോൺട്രിബ്യൂട്ട് ആവുന്നത്. എവറി ആം ഉണ്ടാക്കുന്ന ഫീൽഡ് അറ്റ് സെന്റർ ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ആൻഡ് സിമെട്രി കാരണം ഓരോ സെഗ്മെന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിന് എല്ലാം ഈക്വൽ ആയിരിക്കും. അതിന് 4 ടൈംസ് ഒരു സെഗ്മെന്റിന്റെ ഫീൽഡിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് ഫീൽഡ് അറ്റ് ദ സെന്റർ കിട്ടും. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ഹിയർ. ബി നെറ്റ് ഇസ് ഈക്വൽ ടു 4 ടൈംസ് ബി ഓഫ് ഈച്ച് സെഗ്മെന്റ്. നൗ ലിസൺ. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെഗ്മെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്യൂസവർ ലോയില് ഫൈനൈറ്റ് ലെങ്ത് ഓഫ് എ വയറിനുള്ള ഫോർമുല ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള. ദാറ്റ് ഇസ് ആക്ച്വലി mu0 I by 4 pi r into sin phi 1 plus sin phi 2. രണ്ട് ഭാഗത്തെയും ഫൈ എക്സാക്ട്ലി സെയിം ആണെന്ന് മനസ്സിലാക്കുക. സ്ക്വയർ ആണിത്. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി this entire distance is 1. ഈ ഡിസ്റ്റൻസ് 0.5 ആണ് വരിക. സ്ക്വയറിന്റെ പകുതികളുടെ ഡിസ്റ്റൻസ് ആണ് വരിക. രണ്ട് ആംഗിളും 45 ഡിഗ്രീസ് ആണ് വരിക. ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ഹിയർ. ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും 45 ഡിഗ്രീസ് ആണ് വരിക എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ദാറ്റ്സ് വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നൗ
ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു കൻ ഈസിലി ഇവാലുവേറ്റ് ഇറ്റ്. ഐ എന്നുള്ളത് 5 ആണ്, ആർ എന്നുള്ളത് 0.5 ആണ്, 45 ഡിഗ്രി ആണ്. സോ ദിസ് ഇസ് ഹൗ യു സോൾവ് ഇറ്റ്. യു ഗെറ്റ് ദി ആൻസർ ആസ് 40 √2 × 10⁻⁷. സോ എക്സ് ഇസ് ഈക്വൽ ടു 40 ഈസ് യുവർ കറക്റ്റ് ആൻസർ ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഡു ദിസ്. ഇതേ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ലൂപ്പിനോ ഒരു ഹെക്സഗണലോ പെൻറ്റഗണലോ ആയിട്ടുള്ള ലൂപ്പിനോ ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കുന്ന ഫീൽഡ് ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഒരു സെഗ്മെന്റ് കാരണമുള്ള ഫീൽഡ് കാണുക, അതിനെ നമ്പർ ഓഫ് സെഗ്മെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. സിമിലർ ക്വസ്റ്റ്യൻസ് നോക്കുക. ബ്യൂസവർ ലോ ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ സർക്കിൾ എന്താ പറയുക, സ്ക്വയർ മാത്രമല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻ സൈഡഡ് പോളിഗണിന്റെ വരെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. പ്ലീസ് ഗോ ത്രൂ ദോസ് ഫോർമുലാസ്. All right, now next question. An electron is in the fifth excited state of helium atom and moves to first excited state. Find the number of possible spectral lines formed. നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലാതെ പെർമിറ്റേഷൻ കോമ്പിനേഷനുള്ള ഫോർമുല യൂസ് ചെയ്യും ചെയ്യാം. We can just list it out logically. നോക്കൂ, ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n is equal to 6 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇസ് n is equal to 2. അപ്പോൾ ഇത്രയും പോസിബിൾ ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. നോക്കൂ, 6th നിന്ന് 5th ലേക്ക് വരാം, 4, 3, 2ലേക്കൊക്കെ വരാം. നൗ ടു റീച്ച് 2 അഗൈൻ 5 എന്നുള്ള സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷമുള്ള പോസിബിലിറ്റീസ് ആണെങ്കിൽ 4, 3, 2 3 ജമ്പ് പോസിബിൾ ആണ്, 3 ട്രാൻസിഷൻ പോസിബിൾ ആണ്. 4ലെത്തിയ ശേഷമാണെങ്കിൽ 3, 2 2 ട്രാൻസിഷൻ പോസിബിൾ ആണ്. 3ലെത്തി കഴിഞ്ഞാൽ 2 ഒറ്റ ട്രാൻസിഷൻ പോസിബിൾ ആണ്. യു കൗണ്ട് ഓൾ ഓഫ് ദീസ്, യു ഗെറ്റ് 10. 10 is your correct answer. That's how you solve it. ഇത് വളരെ എളുപ്പം ആലോചിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, next question. If c raised to p, g raised to -1/2, h raised to 1/2 has the dimension of mass, find the value of p. നോക്കൂ, ഇതിലത് ഓരോ എൻറ്റിറ്റിയുടെയും ഡയമെൻഷൻ ആദ്യം എഴുതി വെക്കുക. സിയുടെയും ജിയുടെയും എച്ചിൻ്റെയും ഡയമെൻഷൻ ആദ്യം എഴുതി വെക്കുക. ആൻഡ് ഗിവ് ദ പവേഴ്സ് ഹിയർ. ഈക്വേറ്റ് ദ ഡയമെൻഷൻസ്. നിങ്ങൾക്കറിയാം എല്ലിൻ്റെ പവർ 0 ആണ് വരിക, ടീൻ്റെ പവറും 0 ആണ് വരേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. വിച്ച് മീൻസ് ഈ പറഞ്ഞ എന്താ പറയുക, L raised to 1 ആണ് ഇവിടെ ഉള്ളത്. സോ 1p പ്ലസ് -3 into 1/2 or -1/2 into 3 പ്ലസ് 1/2 into 2. ഈ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഐ എം ആഡിങ് പവേഴ്സ് ഓഫ് എൽ കേട്ടോ. എല്ലിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സം ചെയ്യുമ്പോൾ 0 വരണം. വിച്ച് ആക്ച്വലി മീൻസ് p is equal to 1/2 ആണ് ആൻസർ കിട്ടുക. യു കൻ ഈസിലി സോൾവ് ഇറ്റ്. ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഫ്രം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. റൈറ്റ്, നെക്സ്റ്റ് ഡയമെൻഷൻ അനാലിസിസ് നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, അൺനോൺ ക്വാണ്ടിറ്റികളുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചോളൂ. കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ഫോർ എ ഗിവൻ പ്ലാനറ്റ് Rp is equal to 1/3 Re and Mp is equal to 1/6 Me, then find the escape velocity V escape for this planet if the escape velocity of Earth is 11.2 kilometers per second. Now listen. Escape velocity expression ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. That is exactly how you calculate it. So VE is equal to √2 GME by RE വരും. Now പുതിയ പ്ലാനറ്റിലേക്ക് MEക്ക് പകരം MP ഉപയോഗിക്കണം, REക്ക് പകരം RP ഉപയോഗിക്കണം. MP is 1/6 ME and RE is or RP is 1/3 RE. അത് രണ്ടും റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് you can easily find out that VE dash is equal to VE by √2, which actually is 11.2 kilometers per second divided by 1.414, which is 7.9 kilometers per second. So please note that. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ എനർജി, സ്പേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലീസ് വാച്ച് ഔട്ട് ഫോർ ദോസ് ക്വസ്റ്റ്യൻസ് നൗ. Next question says 100 ohm resistance and 200 ohm resistance is connected in series with a 4-volt battery. Voltmeter across 100 ohm reads 1 volt. Find the internal resistance of the voltmeter. Now listen. നോക്കൂ, ഈ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ് എയും ബിക്ക് അക്രോസ് ആണ്. അത് റീഡ് ചെയ്യുന്ന 1 വോൾട്ട് ആണ്. സോ ഈ 4 വോൾട്ട് നിന്ന് 1 വോൾട്ട് കറക്റ്റ് ഇത് എവിടെ ഉണ്ടാവും, ബാക്കി 3 വോൾട്ട് ഈ സെക്കൻഡ് റെസിസ്റ്ററിന്റെ മേലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ VAB 1 വോൾട്ട് ആണ് നമുക്ക് അറിയാമെങ്കിൽ what I can say is I can find the current through, I can express the currents through these arms here. ഇതിലൂടെ പോകുന്ന കറണ്ട്, ഈ വോൾട്ട്മീറ്ററിലൂടെ പോകുന്ന കറണ്ട് ഐ കോൾ ഇറ്റ് I2 എന്ന് വിളിക്കുകയാണെങ്കിൽ I2 will be equal to VAB divided by RV, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ the resistance. Similarly, ഈ പറഞ്ഞ ആമിലൂടെ പോകുന്ന കറണ്ട് I1 എന്ന് വിളിക്കുകയാണ്. that will be equal to VAB divided by 100. VAB is 1. You know that from the question. Now I2 plus I1, ഇതിലൂടെ പോകുന്ന I2 ഇതിലൂടെ പോകുന്ന I1 കമ്പൈൻ ചെയ്തിട്ടാണ് I കിട്ടുക. Alright, and I can be calculated by using the idea that 200
ohm resistor across 3 volt ഉണ്ടാവുക. So 3/200 ആയിരിക്കും ആ കറണ്ട് വരിക. You just have to do the following math. VAB by I2 plus I1 is equal to I എന്നുള്ള ഫോർമുല VAB by RV plus VAB by 100 is equal to VBC by 200. So എല്ലാ വാല്യൂസും കയ്യിലുണ്ട്. Only missing link is RV. You can easily solve RV and RV will be equal to 200. That much ohm will be the resistance. Alright, now നോക്കൂ, നമ്മൾ ഒരുപാട് ദിവസത്തിൽ ഒരുപാട് ഷിഫ്റ്റുകളുടെ പരീക്ഷകളിലായി പറയുന്നുണ്ട് ഡി സി സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുക. ഡി സി സർക്യൂട്ടിൽ ഓരോ കോമ്പണൻ്റ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, പിന്നെ എന്താ പറയുക, പിന്നെ കറണ്ട്, ഇങ്ങനത്തെ ഓരോ പാരാമീറ്റേഴ്സും ഡിറൈവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സും കണ്ടെത്തുന്ന എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് കറണ്ട് ഡിവിഷൻ ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ വെരി ക്ലിയർലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. Now, the next question. An electron revolves in a circle of radius r around an infinitely long uniformly charged wire. Linear charge density is lambda. Find its time period. നോക്കൂ, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത്. Centripetal force here is provided by the electric field. Electric field or electrostatic force actually. Electrostatic force എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഹിയർ. നമ്മൾ ഗോസ് തിയറം വെച്ച് ഡിറൈവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. λ/2πε0 r ഇലക്ട്രിക് ഫീൽഡ്. That into E will be the electrostatic force. That will be equal to mv squared by r, which is the centripetal force required by the electron to revolve. Now, this can actually be evaluated and you will get the velocity. ഈ ഓർബിറ്റിൽ പോകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. That is equal to √λe divided by 2πε0m. Now listen. ടൈം പീരീഡ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം 2πr ആ എൻറ്റയർ സർക്കിളിൽ പോകാനുള്ള ദൂരത്തിനെ ഡിവൈഡഡ് ബൈ ദ വെലോസിറ്റി. When you do that, you get the answer here. Time period is given by √8π³ ε0 m r² divided by λe. Now, ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക ഇതിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ പുൾ ഔട്ട് ചെയ്യാനായിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു ഇത്രയാണ്, അപ്പോൾ എക്സ് എത്രയാണ് എന്ന് കാണാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ പ്ലീസ് റിമെമ്പർ. നൗ സിമിലർ ക്വസ്റ്റ്യൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ please understand that Gauss theorem is very very important. Gauss theorem based ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് കാരണം ഇലക്ട്രിക് ഫീൽഡ് നന്നായി പഠിച്ചു വെക്കുക. ഷീറ്റ്, ലൈൻ, സ്ഫിയർ ആൻഡ് ഓൾസോ റിമെമ്പർ ഒരു ഇൻസുലേറ്റർ, യൂണിഫോം വോളിയം ചാർജ് ഡെൻസിറ്റി ഉള്ള ഇൻസുലേറ്റർ സ്ഫിയറിൻ്റെ കാര്യം കൂടെ നന്നായി പഠിച്ചു വെക്കുക. ഹൗ ദ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് വേരീസ് ഡ്യൂ ടു ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അത് നന്നായിട്ട് നോക്കി വെക്കുക. You can expect a question from that. Now, next question. A simple pendulum of length 4 meter is located at a height r above the surface of the earth. ഈ r എന്ന് ഉദ്ദേശിച്ച RE ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. The time period of simple pendulum is 2π√8/x seconds. Find x. Now, time period is 2π√L/g ആണ്. അപ്പോൾ ഒരു certain ഹൈറ്റിൽ അത് 2π√L/g' ആയിരിക്കും. All you have to remember is സർഫസിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരത്തിന് അത്രയും കൂടെ ഉണ്ട്, ഡബിൾ ദ ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ പോയിന്റ് ഉള്ളത്. At the surface of the earth, G is equal to gm/re square ആണ്. ആ പുതിയ പോയിന്റിൽ gm/2re square വരും, which actually means G എന്നുള്ളത് g/4 ആവും. നമ്മൾ ഈ പറഞ്ഞ പുതിയ പൊസിഷനിൽ g/4 ആവും. ലെങ്ത്തിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 മീറ്റർ ആണ്. That's all what you have to use here. Replace L with 4, replace G dash with g/4. Simplify the equations that you have. X is equal to 5 will be the answer. ഈ ഫോർമാറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ x is equal to 5 will be the answer. Now, variation of G നന്നായി നോക്കി വെക്കുക. And I still have a strong feeling that G evaluating the expression using this expression can be actually manipulated. That is T is equal to 2π√L/g നെ rearrange ചെയ്ത് കഴിഞ്ഞാൽ you can actually evaluate G using that expression. അതിൻ്റെ അകത്തുള്ള എറർ കാൽക്കുലേഷൻ പലപ്പോഴും ചോദിക്കാറുണ്ടാവും. ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് വെച്ചിട്ടുള്ള മാനിപ്പുലേഷൻ ആണ്. You can expect that question. I still feel that there is a possibility for that question to be asked again. Now, next question. The voltage across a 5 ohm resistor is given as V is equal to 200 sin 100 pi t. Find out the time required for the current through it to change from I0/2 to I0, the peak value. Now, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം is just that omega is 100 pi. Now, നിങ്ങൾക്ക് സാധാരണ ഓസിലേഷനിൽ ചെയ്യുന്നത് ആക്ച്വലി ദ ഫംഗ്ഷൻ ഇസ് എൻ ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ ഹിയർ. ആ ഫംഗ്ഷൻ വാല്യൂ ഓസിലേറ്റ് ചെയ്യാണ്. ഓസിലേഷനിൽ ചെയ്യുന്ന ടൂളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വൺ ഓഫ് വിച്ച് ഇസ് ആക്ച്വലി എ ഫേസർ ഡയഗ്രം. നോക്കൂ, ഈ വോൾട്ടേജ് I0/2 എന്നുള്ള പ്രൊജക്ഷൻ തരുന്ന അവസ്ഥയിൽ നിന്ന് I0 പ്രൊജക്ഷൻ തരുന്ന അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി എത്ര ആംഗിൾ കറങ്ങണം എന്നുള്ളത് കണ്ടുപിടിക്കുക. യു ക്യാൻ ഈസിലി ഇവാലുവേറ്റ് ദിസ് ഹിയർ.
This angle is pi by 6, which means delta phi here, that is a rotation from I0 by 2 projection to I0 projection, will actually give you a delta phi of pi by 3. If that is true, delta phi pi by 3 ആണെങ്കിൽ omega delta t ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്ന delta phi is equal to omega delta t എന്ന് മനസ്സിലാക്കുക. From that you can find out delta t. You can easily get to 1 by 300. Please don't try to work with the trigonometric function here. The best way to do it is using these diagrams. Alright. Now, similar questions ആയിട്ട് AC circuit solution നന്നായി നോക്കുക. എല്ലാ circuit, RC circuit, in AC supply അങ്ങനത്തെ കോൺസെപ്റ്റുകൾ നന്നായി നോക്കി വെക്കുക. Also remember resonance condition for LCR circuits. Now, next question here. A nucleus of mass capital M breaks into 3 nuclei with mass defect delta M. Find the speed of each daughter nuclei if they have equal mass and kinetic energy. നോക്കൂ, 3 identical daughter nuclei ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. Anyways, you know that this is the basic equation here. M gives 3 small m plus q. Now remember that in this process, the change in mass is delta m here, which means the energy, the Q value of this reaction will be delta m c square. That's very much there. Now, how can you understand what m is, small m is? Delta m ആണ് മാസിൽ വന്ന ഡിക്രീസ് എന്ന് മനസ്സിലാക്കുക, which means ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അകത്ത് ഡെൽറ്റ എം എടുത്തു പോയതായിരിക്കും ഈ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്, ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ 3 will give you the mass of each product. Okay, that is how you calculate it. ക്യാപിറ്റൽ എം എന്ന് ഡെൽറ്റ എം എടുത്തു പോയതായിരിക്കും പ്രൊഡക്ട്സിന്റെ മൊത്തം മാസ്. അത് ഇക്വേഷൻ മനസ്സിലാക്കി തരുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം ഒറ്റയ്ക്കല്ല ആ മാസ് ഇരിക്കുന്നത്, 3 പാർട്ടിക്കിൾസ് ആയിട്ടാണ് ആ മാസ്, 3 ന്യൂക്ലിയ ആയിട്ടാണ് ആ മാസ് ഇരിക്കുന്നത്. Now, kinetic energy will have to be equal to the energy released by the reaction, that is actually equal to the Q value. പക്ഷേ ഓരോ ന്യൂക്ലിയയ്ക്കും കിട്ടുക ആ Q വാല്യൂയുടെ 3/1. സിമെട്രി is followed here. അതുകൊണ്ട് ഈക്വൽ ഷെയർസിലാണ് കൈനറ്റിക്, ക്വസ്റ്റ്യനും പറയുന്നുണ്ട്, ഈക്വൽ ഷെയർസിലാണ് കൈനറ്റിക് എനർജി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ ഡെൽറ്റ എം സി സ്ക്വയർ ആണ് ആ റിയാക്ഷൻ റിലീസ് ചെയ്യുന്ന എനർജി, അത് 3 പേർ കൂടെ ഷെയർ ചെയ്യും. സോ ഈച്ച് ന്യൂക്ലിയർ വിൽ ഹാവ് ഡെൽറ്റ എം സി സ്ക്വയർ ബൈ 3. Now, I can use the equation half m v square is equal to ke, which actually means delta m c square by 3 will have to be equal to half m v square, which means v will be equal to root of 2 delta m c square divided by 3m. Now listen, what is this small m here? We have evaluated already. Capital M minus delta m by 3. Replace that, you get the answer. C square na matram പുറത്തെടുക്കാൻ പറ്റും റൂട്ടിനകത്തേക്ക്, because nobody else has a square there. And the final answer will be V is equal to C into root 2 delta m divided by m minus delta m. This is where the idea is. ഓരോ ന്യൂക്ലിയസിനും ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി നോക്കൂ, കൈനറ്റിക് എനർജി പെർ ന്യൂക്ലിയ, ഒരു ഡോട്ടർ ന്യൂക്ലിയക്ക് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി will be equal to half m v square will be equal to this energy released divided by 3. That's how you solve it. Now, നോക്കൂ, Q വാല്യൂ കാണുന്ന റിയാക്ഷൻസിന്റെ കേസ് നന്നായി പഠിക്കുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അങ്ങനെയുള്ള കോൺസെപ്റ്റ് നന്നായി നോക്കി വെക്കുക. there will be definitely problems based on that. And റിയാക്ഷന്റെ Q വാല്യൂ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഏകദേശം എല്ലാ സെഷനിലും one way or the other way ചോദിക്കുന്നുണ്ട്. Now, next question here. In a vernier caliper, 49 main scale divisions are equal to 50 vernier scale divisions. If one main scale division is 0.5 millimeter, then the vernier constant is. Now, vernier constant നമ്മൾ ഉദ്ദേശിക്കുന്നത് least count തന്നെയാണ്. Least count is actually the difference between single divisions of both scales. That is 1 MSD minus 1 VSD. Now, how do I get there? നോക്കൂ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 49 MSD ആണ് 50 VSD നോട് മാച്ച് ചെയ്യുന്നത്, which actually means 1 VSD will be equal to 49 by 50 MSD, which actually tells me that LC will be equal to 1 MSD minus 49 by 50 MSD. Easy ആയിട്ട് നിങ്ങൾക്ക് MSD നെ ഗ്രൂപ്പ് ചെയ്യാം. യു വിൽ ഗെറ്റ് 1 by 50 MSD as the answer. MSD 0.5 ആണ് ക്വസ്റ്റ്യനിൽ, 0.5 millimeter ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. Just plug in the values, you get the answer. സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും നന്നായിട്ട് പഠിക്കുക. എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ ഭാഗമായിട്ട് യു മേ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് സൈഡ്. ഓൾറൈറ്റ്, നൗ next question. 6 into 10 raised to 5 joule of electromagnetic energy is incident on a surface in time t0. Find the total momentum imparted if the surface is completely absorbing. Now, ഇത് നമ്മൾ 2-3 ഷിഫ്റ്റിന്റെ മുന്നേ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ടോട്ടലി അബ്സോർബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the momentum of the photon will absolutely become 0
on reaching the surface. Reflection ആണെങ്കിൽ അവിടെ double momentum change ഉണ്ടാവും. ഇവിടെ momentum from P to 0 ആവുക മാത്രമേ ഉള്ളൂ. Alright, and that will be exactly the momentum imparted to the surface. Now listen. നോക്കൂ, P total absorption, ഈ കേസ് absorption ആയതുകൊണ്ട് the momentum total delivered will be equal to n times individual momentum. Individual momentum n times. n എന്ന് പറഞ്ഞാൽ is actually the number of particles colliding. Okay, now നോക്കൂ, number of particles colliding എങ്ങനെയാണ് കാണുക? എനർജി പറഞ്ഞു തന്നിട്ടുണ്ട്. I divide that by energy per photon. And now with that I should multiply the momentum of the individual photon. രണ്ട് മൂന്ന് ഷിഫ്റ്റ് നമ്മൾ വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് റേഡിയേഷൻ പ്രഷർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. Now please look at this once again. നോക്കൂ, ഓരോ ഫോട്ടോണും P മൊമെന്റം ഇമ്പാർട്ട് ചെയ്യും ബിക്കോസ് ഇടിച്ചു പോകാനില്ല അബ്സോർപ്ഷൻ ആയതുകൊണ്ട്. എത്ര ഫോട്ടോൺ വരും? Total energy divided by energy per photon. E energy, given energy divided by hc by lambda multiplied with what is the momentum of each photon? H by lambda. Easily cancellation is possible. En by energy divided by C and answer area. You can plug in the numbers here. You divide, you get the correct answer as 2 into 10 raised to minus 3 Newton seconds. Alright. Now, the next question says a particle is placed on upward parabolic curve y is equal to x square by 4 having coefficient of friction mu is equal to 0.5. What should be the maximum height above x so that it does not slip? നോക്കൂ, ഈ പോയിന്റിൽ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റ് സ്ലിപ്പ് ചെയ്യില്ല എന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ്, which means friction that is acting upwards against impending motion will match with mg sin theta. First point. Second point is mg cos theta will be matched with r. ആ രണ്ട് കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. You divide both these equations, you get tan theta is equal to mu. That's the first part. Now, is there any other way to find out tan theta? ഈ ആംഗിൾ തീറ്റ തന്നെയാണ് ഈ ടാൻജന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും. നമുക്ക് സാധാരണ ഇൻക്ലൈൻ പ്ലെയിൻ വരയ്ക്കുമ്പോൾ ഈ സാധനം എപ്പോഴും കിട്ടുന്നതാണ്. അത് തന്നെ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ടാൻ തീറ്റ ക്യാൻ ആക്ച്വലി ബി കാൽക്കുലേറ്റഡ്. ദാറ്റ് ഇസ് ആക്ച്വലി സ്ലോപ്പ് ഓഫ് ടാൻജന്റ് which is actually dy by dx. dy by dx കണ്ടുപിടിക്കാൻ for that point you can easily do it by using the function here. You do dy by dx. dy by dx will be equal to x by 2. So tan theta is x by 2. You combine both these values. X by 2 is equal to mu ആയിരിക്കും. അപ്പോൾ ആ സ്ഥലത്തുള്ള x നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഈ പോയിന്റ് x സോൾവ് ചെയ്യാൻ പറ്റും. x by 2 is equal to mu വെച്ചിട്ട് that is equal to 0.5. So x is equal to 1 ആണ് കിട്ടുക. സോ ഈ എക്സ് വാല്യൂ 1 ആണ്. നമ്മളോട് ചോദിച്ച പക്ഷേ എക്സ് വാല്യൂ അല്ല, എത്ര ഹൈറ്റിലാണ് ആ ബോഡിക്ക് നിൽക്കാൻ പറ്റുക ചോദിച്ചത്. അപ്പോൾ എക്സ് 1 ആയിരിക്കുമ്പോൾ ഹൈറ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഈ ട്രജക്ടറി ഇക്വേഷൻ ഹിയർ. ഓൾറൈറ്റ്, സോ we can use a curve equation here in fact. We can use that equation to find out, and if x is equal to 1, y will be equal to 1 by 4. Alright, now we'll move on to the next question. Now 3 moles of a monoatomic gas with gamma is equal to 5 by 3 is mixed with 2 moles of a diatomic gas with gamma is equal to 7 by 5. Find gamma of the mixture. Gamma is equal to Cp by Cv. Now monoatomic degrees of freedom 3 എന്നാണ് വരിക. So Cv1 for monoatomic gas will be equal to 3 by 2 R varum. Now diatomic degrees of freedom 5 ആണ്. This is actually excluding vibrational modes. You get Cv2 is equal to 5 by 2 R. Now Cv of the mixture can be easily calculated. N1 Cv1 plus N2 Cv2 divided by N1 plus M2. N1 plus N2. Now N1 is 3 and N2 is 2 here. Use those values. You get 3 into 3 by 2 R plus 2 into 5 by 2 R divided by 2 plus 5. That is 19 R by 10 കിട്ടും. Now we want gamma here. Cv is equal to R by gamma minus 1 for the mixture. So gamma will be equal to R by Cv plus 1. Cv നമുക്ക് അറിയാം. So you just do the math here. Gamma is equal to 10 by 19 plus 1 varum, which is actually equal to 29 divided by 19. That is approximately 1.52. Now, next question here. 2 Polaroids are placed at an angle of 45 degrees to each other. If unpolarized light of intensity I0 falls on one Polaroid, then the intensity of light leaving the second Polaroid is. നോക്കൂ, unpolarized light ഒരു പോളറോയിഡിൽ വരുമ്പം അതിനകത്ത് പുറത്തേക്ക് പോവുക I0 by 2 ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് I0 വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോവുക I0 by 2 ആണ്. Now ആ I0 by 2 വരുന്ന സമയത്ത് you have another Polaroid here. ഫസ്റ്റ് ആളുടെ പാസ് ആക്സിസും സെക്കൻഡ് ആളുടെ പാസ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണ്. സോ cos square 45ന്റെ ഫാക്ടർ അതിന്റെ മുകളിൽ സെക്കൻഡ് പോളറൈസർ ഇടും. That's exactly what you see here. I0 becomes I0 by 2, and then what happens here is I0 by 2 in the kude, you get I0 by 2 cos square 45.
ആ സെക്കൻഡ് പോളറൈസ്ഡ് ഇടുന്ന ഫാക്ടർ ആണത്. കമ്പൈൻ ദാറ്റ് ടുഗെദർ യു ഗെറ്റ് I0 by 4. ദാറ്റ് ഈസ് യുവർ ഫൈനൽ ആൻസർ. നൗ സീരീസ് ഓഫ് n പോളറോയിഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെക്ഷൻ ഒന്നുകൂടെ നന്നായി നോക്കുക. യു മേ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് സെക്ഷൻ അഗൈൻ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു ചോദിക്കുന്നത്. സീരീസ് ഓഫ് 3 പോളറോയിഡ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a vector is having a magnitude equal to that of A vector is equal to 4i cap plus 3j cap and is parallel to B vector is equal to 3i cap plus 4j cap, then 3 and x are component of this vector in the first quadrant, then x is. നമുക്കൊരു പുതിയ വെക്ടർ ഉണ്ട് C. അതിനെ പറ്റിയാണ് പറയുന്നത്. സിയുടെ മാഗ്നിറ്റ്യൂഡ് എയുടെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ്. യു കൻ ഈസിലി കാൽക്കുലേറ്റ് ഇറ്റ്. സോ C will have a magnitude of 5 and സിയുടെ direction C cap will be actually B cap. B cap easily evaluate here, B vector by modulus of B, and that is given here 1 by 5 of 3i cap plus 4j cap. Now C vector can be defined as C cap into modulus of C or modulus of C vector into C cap. രണ്ടും നമ്മൾ വേറെ വേറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. Combine it, you get this as your C vector 3i cap plus 4j cap. So 3യും xും ആണ് കോമ്പണൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തെ 3 ആണ്, മറ്റേ ആള് 4 ആയിരിക്കും. സോ സെക്കൻഡ് കോമ്പണന്റ് x is 4. എക്സ് കോർഡിനേറ്റ് 4 ആണെന്നുള്ളതല്ല, എക്സ് കോമ്പണൻറ്റ് 4 ആണെന്നുള്ളതല്ല ചോദിച്ചത്. കോമ്പണൻസിൽ ഒരെണ്ണം 3 ആണ്, മറ്റേത് 4 ആണ്. സോ ഇപ്പം നമ്മൾ തന്ന ലിസ്റ്റിങ്ങിൽ മറ്റേ ആൾ ഒബ്വിയസ്ലി 4 ആണ് വരിക. ഓൾറൈറ്റ്. നൗ വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെയും വെക്ടർ ക്രോസ് പ്രൊഡക്റ്റിൻ്റെയും ഐഡിയാസ് നന്നായി നോക്കി വെക്കുക. ഒരു വെക്ടറിലേക്ക് മറ്റൊരു വെക്ടറിൻ്റെ പ്രൊജക്ഷൻ കാണുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇൻ ഡോട്ട് പ്രൊഡക്ട്സ്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ് സെക്ഷൻ. യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ വെരി സൂൺ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 1000 drops of surface energy E1 are merged to form one bigger drop of surface energy E2, then E1 by E2 is. See, ഡ്രോപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് അപ്പ് കഴിഞ്ഞ സെഷനിൽ വന്നപ്പോൾ നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രോബബിൾ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞൊരു കാര്യമാണ് കോലീസിങ് ഓഫ് ഡ്രോപ്സ് വരുന്നത്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു സീ ഹിയർ. കുറേ ചെറിയ ഡ്രോപ്സ് ഉണ്ട്, 1000 സ്മോളർ ഡ്രോപ്സ് ഉണ്ട്. ദേ കമ്പൈൻ ടു ഫോം എ ബിഗ് ഡ്രോപ്പ്. ഒബ്വിയസ്ലി ഏരിയയിൽ ഒരു കുറവാണ് അവിടെ ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് റെലവൻറ്റ് ഹിയർ. നിങ്ങളോട് ആ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി ചേഞ്ചോ ഹീറ്റ് ഇവോൾവോ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളോട് സർഫസ് എനർജിൻ്റെ റേഷ്യോ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നൗ സർഫസ് എനർജി വിൽ ബി ഈക്വൽ ടു the total surface energy will be equal to sigma surface tension multiplied with total surface area. തുടക്കത്തിലുള്ള ഈവൻ്റെ കേസിൽ 1000 ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് വാട്ട് എവർ യു ഡു യു ഹാവ് ടു പുട്ട് 1000 മൾട്ടിപ്ലിക്കേഷൻ along with it. Multiplication of 1000 along with it. That multiplied with individual area of each drop into sigma ആയിരിക്കും തുടക്കത്തിലുള്ള സർഫസ് എനർജി. ദാറ്റ് ഇസ് there. Now പിന്നീടുള്ള സർഫസ് എനർജി എന്ന് പറയുന്നത് അത് വലിയ ഡ്രോപ്പ് ആയതിനു ശേഷമുള്ളതാണ്. അഗെയിൻ സിഗ്മ ഇൻറ്റു ദ ന്യൂ സർഫസ് ഏരിയ. ദാറ്റ് ഇസ് സിഗ്മ ഇൻറ്റു 4π ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ. Now just like before നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് വി ഗെറ്റ് ഇസ് ബൈ വോളിയം കോൺസർവേഷൻ 1000 into 4 by 3 pi small r cube will be equal to 4 by 3 pi capital R cube. Simplify it. Capital R will be equal to 10 times small r എന്ന് ആൻസർ കിട്ടും. So where you see capital R അവിടെ 10 times small r കൊടുക്കുക. So that you can compare these expressions very easily. അപ്പോൾ ആദ്യത്തത് വരിക സിഗ്മ ഇൻറ്റു 4π r സ്ക്വയർ ഇൻറ്റു 1000ഉം രണ്ടാമത്തത് വരിക സിഗ്മ ഇൻറ്റു 4π r സ്ക്വയർ ഇൻറ്റു 100ഉം ആണ്. E1 by E2 will be 10 here. 1000 by 100 10. Now drop splittingum coalescingum is still relevant. ഇനിയുള്ള ഷിഫ്റ്റുകൾ you can actually expect questions from those sections. Now next question here. Ice at a temperature minus 10 degrees Celsius is converted into steam at 100 degrees Celsius. The curve plotted between temperature versus time when it is being heated by constant power source is. നോക്കൂ, ഇത് ഫേസ് ചേഞ്ചിൻ്റെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടൊരു ഗ്രാഫാണിത്. ഇനിഷ്യലി when the ice is at a negative temperature ആദ്യം ഐസിന് എനർജി കൊടുത്തുകൊണ്ടിരുന്നാൽ കോൺസ്റ്റന്റ് റേറ്റിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ കോൺസ്റ്റന്റ് റേറ്റിൽ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. ബട്ട് നൗ ഇറ്റ് റീച്ചസ് 0 degree. When it reaches 0 degree or the melting point, now the energy will be consumed for phase change and it will be an isothermal process. The temperature of the system, the temperature of that ice will not change until the entire phase change is completed. So that is why we have a flat line here. ഞാൻ എനർജി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ that energy will be consumed to melt the ice and there will be no temperature rise. And then when it becomes water after all the ice has been melted, പിന്നെ ആ വാട്ടറിന് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും എനർജി കൊടുത്തുകൊണ്ടിരുന്നാൽ. That is what you find here. ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. Then again when the temperature of water reaches the boiling point of water,
അടുത്ത ഫേസ് ചേഞ്ച് ഉള്ള സമയമായി. പിന്നെ ഞാൻ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഫ്ലാറ്റ് ലൈൻ ചെയ്യുക, ഒട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ല. ആ വാട്ടറിനെ മുഴുവൻ സ്റ്റീം ആക്കിയതിന് ശേഷം പിന്നെ സ്റ്റീമിന് മാത്രമേ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ ഈ ഒരു ട്രജക്ടറിയിലാണ് ആ ഗ്രാഫ് വരിക. Now, mixing problems, phase change ആയിട്ട് ബന്ധപ്പെട്ട mixing ice of a certain temperature with water of a certain temperature, ഇങ്ങനത്തെ questions ഒക്കെ നോക്കി വെക്കുക. You have a very high probability of finding those questions again. Now, നമ്മുടെ തൽക്കാലം നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ ദ ഷിഫ്റ്റ് വെന്റ്. കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. വളരെ 1-2 ക്വസ്റ്റ്യനിൽ കാൽക്കുലേഷൻ കുറച്ച് ലെങ്തി ആയിരുന്നു. ദ ലോസ് ഓഫ് മോഷൻ പ്രോബ്ലം വാസ് ആക്ച്വലി റീസണബിളി ബെറ്റർ. Now, this is how the shift went. Thank you for listening, all of you. All the best for the exams tomorrow. Hi students. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ JEE മെയിൻസ് 2024 January 30 ഷിഫ്റ്റ് 1 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻഡ് അനാലിസിസ്. നമുക്ക് പൊതുവെ കുറച്ച് നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ചെയ്താൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് the length of the minor axis of an ellipse is equal to half of the distance between the foci, then the eccentricity of ellipse. നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മോഡൽ തന്നെയാണിത് അല്ലേ. ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് എന്താണ് മക്കളെ പഠിച്ചത്? ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് എല്ലാവരും ശ്രദ്ധിച്ചോളേ, ടോബി. ഓക്കെ, അത് എന്തിന് ഈക്വൽ ആണ്? യെസ്, ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസ് ഐ. ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസ് ഐ. അപ്പോൾ നോക്കാം എങ്ങനെ നമുക്ക് എഴുതാം. ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസ് ഐ എല്ലാവരും ശ്രദ്ധിച്ചോളേ. യെസ്, എ ആണ് അല്ലേ. 2AE ആണ് നമ്മൾ എന്തെടുക്കുന്നത് അല്ലേ. ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസ് ഐ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2B ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? AE എന്ന് കൊടുക്കാം. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ദെൻ ദി എസെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ആണ് നമ്മൾ ചോദിച്ചത്. എന്താണ് എലിപ്സിൻ്റെ എസെൻട്രിസിറ്റി? റൂട്ട് ഓഫ് 1 മൈനസ് b² / a². സംശയമൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക? 4b² = a² e². ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ b² / a² എന്ന് വെച്ചാൽ e²/4 അല്ലേ? നോക്കും മക്കളെ. യെസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് റൂട്ട് ഇ സ്ക്വയർ ആക്കാം. എന്താ വരിക? 1 മൈനസ് b² / a². ക്ലിയർ? e² ഈസ് ഈക്വൽ ടു ഈ b² / a² ആരാ? e²/4 അല്ലേ? യെസ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കട്ടെ മക്കളെ. e² + e²/4 = 1. 5 e²/4 = 1. അപ്പോൾ e² എത്ര വരും നോക്ക്? 4/5 അല്ലേ? ഈ എത്ര കിട്ടുക? 2/√5. കണ്ടോ? ഇതാണ് എസെൻട്രിസിറ്റി ഓഫ് എലിപ്സ്. വളരെ ഈസി അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, 3-dimensional ജോമെട്രി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഫൂട്ട് ആൻഡ് ഇമേജിനെ വെച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ വരിക. യെസ്, അതന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മക്കളെ ഈ കഴിഞ്ഞ JEE എക്സാമിനും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത ദിവസം എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് ദി 2 ലൈൻസ്. 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൾസോ ആ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ 2 ലൈനുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എങ്ങനെ കണ്ടുപിടിക്കാം? അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ be the foot of the perpendicular from the point. ഏതാണ്? യെസ്, ഫ്രം ദി പോയിന്റ് 1, 2, 3
on the line x plus 3/5 is equal to y minus 1/2 is equal to z plus 4/3, then 19 into alpha plus beta plus gamma ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളി, നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളി, ഈ ലൈനിൽ ഈ ഒരു പോയിൻ്റാണ് 1 2 3. ഫൂട്ടിനെയാണ് നമ്മൾ ആൽഫ ബീറ്റ ഗാമ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാവരും ശ്രദ്ധിച്ചോളേ, എക്സ് എന്തായിരിക്കും വരിക? 5 ലാംഡ മൈനസ് 3. വൈ എന്താണ് വരിക മക്കളെ? 2 ലാംഡ പ്ലസ് 1. സെറ്റ് എന്താണ് വരിക? 3 ലാംഡ മൈനസ് 4. ഈ എക്സ് വൈ സെഡ് ഈസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൂട്ട് ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ശ്രദ്ധിച്ചോളി, ഇവിടെ ഞാൻ എഴുതാണ് 5 ലാംഡ മൈനസ് 3, 2 ലാംഡ പ്ലസ് 1, 3 ലാംഡ മൈനസ് 4. ഇനി നമ്മൾ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 5 to 3. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ശ്രദ്ധിച്ചോളെ, 5 ലാംഡ മൈനസ് 3 മൈനസ് 1 മൈനസ് 4, 2 ലാംഡ മൈനസ് 1 ആവൂലേ, 3 ലാംഡ മൈനസ് 7 ആവൂലേ? യെസ്, ഇതാണ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ. ഇനി തന്നിരിക്കുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എത്ര നോക്കും മക്കളെ? 5 to 3. ഇനി ശ്രദ്ധിക്കുക, ഇവർ തമ്മിൽ എന്താണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ബിക്കം 0. ദാറ്റ് ഈസ് ഇക്വൽ ടു 5 ചെയ്ത് എത്ര വരിക? 25 ലാംഡ മൈനസ് 20 പ്ലസ് 4 ലാംഡ മൈനസ് 2 പ്ലസ് 9 ലാംഡ മൈനസ് 27 ഇക്വൽ ടു ഉണ്ട. ഏതൊക്കെ നമ്മൾ 25 ലാംഡയും 9 ലാംഡയും 34, യെസ് 38 ലാംഡ. ഓക്കെ, 20 വരിക 2. അപ്പോൾ നമുക്ക് മൈനസ് 22 ദാറ്റ് ഈസ് ഇക്വൽ ടു 27 ഉണ്ട് അല്ലേ? അപ്പോൾ നോക്ക് 27 ഉണ്ട്, 22. അപ്പോൾ നമ്പർ എത്ര നമ്മൾ ചെക്ക് ചെയ്യണം. ശ്രദ്ധിച്ചോളി, ഇവിടെ 21 അല്ലേ? യെസ്. അപ്പം മൈനസ് 20 മൈനസ് 21 ദാറ്റ് ഈസ് മൈനസ് 42 ദാറ്റ് ഈസ് 43. ദാറ്റ് ഈസ് ഇക്വൽ ടു ലാംഡ ഈസ് ഇക്വൽ ടു 43/38. സംശയമൊന്നുമില്ലല്ലോ, ലാംഡ കിട്ടി. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണത് 19 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോളേ, ലാംഡ കിട്ടിക്കഴിഞ്ഞു. ലാംഡേൻ്റെ വാല്യൂ ആണ് എന്ത്? 43 എത്ര കിട്ടിയത് മക്കളെ? 38. അപ്പം ഇവിടെ 19 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എങ്ങനെ എഴുതാം? 19 ഇൻറ്റു 5 ലാംഡ മൈനസ് 3 പ്ലസ് 2 ലാംഡ പ്ലസ് 1 പ്ലസ് 3 ലാംഡ മൈനസ് 4. സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. 5 ലാംഡ 2 ലാംഡ 7 ലാംഡ 7 ലാംഡ പ്ലസ് 3 10 ലാംഡ മൈനസ് എത്ര വരും മക്കളെ? 4. 6 അല്ലേ വരിക? യെസ്, 19 ഇൻറ്റു 10 ലാംഡേൻ്റെ വാല്യൂ എത്ര വരിക? 43/38 മൈനസ് 6. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെത്ര വരിക? 19. ഇവിടെ എത്ര വരിക? 5. 90 ഉള്ളിലേക്ക് ഇട്ടാൽ 5 ഇൻറ്റു 43 മൈനസ് 19 ഇൻറ്റു 6 എത്ര വരിക? 15 അല്ലേ? ഇനി 20 215. 19 ഇൻറ്റു 6 എത്ര വരിക? 54. യെസ്, 115. യെസ്, അപ്പോൾ നമുക്ക് എത്ര നോക്ക്? 54 അല്ലേ? യെസ്, മൈനസ് 114. യെസ്, 215 114 പോയ എത്ര കിട്ടും? 101. യെസ്, ഇൻഡിജർ ടൈപ്പ് ആണല്ലേ? യെസ്, ആൻസർ ഈസ് 101. കണ്ടോ, സിമ്പിൾ ആണോ? ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, ഇമേജ് ഓഫ് ദി ലൈൻ. നമുക്കറിയാം 3Dയിൽ ഈ വർഷം പഠിക്കാനുള്ളത് എന്ത് മാത്രമാണ്? ലൈനിനെ കുറിച്ചിട്ടല്ല ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ്, അപ്പം അതിനെ വെച്ചിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, കോംപ്ലക്സ് നമ്പർ സെറ്റ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് IY, XY നോട്ട് ഈക്വൽ ടു 0. സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ സെറ്റ് സ്ക്വയർ പ്ലസ് I ഇൻറ്റു സെറ്റ് ബാർ ഇസ് ഇക്വൽ ടു 0.
ദെൻ മോഡ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിക്കോളൂ എല്ലാവരും കേട്ടോ. ആദ്യം നമ്മൾ +4 നമുക്ക് 4 മാർക്ക് ലഭിക്കുന്ന ഒരു ഷുവറാണ് ഈ ക്വസ്റ്റനിൽ. നോക്കാം, സെഡ് സ്ക്വയർ പ്ലസ് I ഇൻറ്റു സെഡ് ബാർ എന്ത് എഴുതാം, നമുക്ക് 0 എന്ന് എഴുതാം. അപ്പോൾ ഈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, -I സെഡ് ബാർ. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനകത്ത് 2 സൈഡിലും നമ്മൾ മോഡുലസ് എടുക്കാം അല്ലേ. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു മോഡ് -I സെഡ് ബാർ. ഈ മോഡ് സെഡ് സ്ക്വയർ മോഡ് സെഡ് ഹോൾ സ്ക്വയർ അല്ലേ. ഇനി മോഡ് -I മോഡ് സെഡ് ബാർ ചെയ്താലോ, യെസ് മോഡ് സെഡ് സ്ക്വയർ. ഏടോ മോഡ് -I എത്ര കിട്ടുക, 1 അല്ലേ. യെസ് മോഡ് സെഡ് ബാർ ഈ സെഡ് അല്ലേ അല്ലേ. മോഡ് സെഡ് ബാറും മോഡ് സെഡും എന്താണ്, സെയിം ആണ്. ദാറ്റ് ഈസ് മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു മോഡ് സെഡ്, ദാറ്റ് ഈസ് മോഡ് സെഡ് സ്ക്വയർ മൈനസ് മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 0. മോഡ് സെഡ് ഈസ് ഔട്ട്സൈഡ്, മോഡ് സെഡ് -1 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 0യും മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 1ഉം കിട്ടി. എന്തായാലും XY നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ X 0 Y 0 എന്ന് പറയുന്ന കേസ് അല്ലേ. മോഡ് സെഡ് 0 ആണെങ്കിൽ എന്താ പ്രത്യേകത, X ഈക്വൽ ടു 0 X നോട്ട് ഈക്വൽ ടു Y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് വാല്യൂ ഓഫ് മോഡ് സെഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ യെസ്, നല്ല പരിചയമുള്ളൊരു ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ആൾജിബ്രയാണ്. യെസ്, വെക്റ്റർ ആൾജിബ്ര. ലെറ്റ് A 2, 3, 5 C -3, 4, -2 be opposite vertices of the parallelogram ABCD. If the diagonal BD I plus 2j plus 3k, then area of the parallelogram is equal to dash. കണ്ടോ, പ്യുവർ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ. NCERT ബുക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്. നോക്ക്, ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് ഡയഗണൽ എന്താണ് പഠിച്ചിരിക്കുന്നത് നോക്ക്. ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് ഡയഗണൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ക്രോസ് D2. ക്ലിയർ ആയല്ലോ. ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഹാഫ് ഇൻറ്റു എന്താണ് വരിക, D1 ക്രോസ് D2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പാരലോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, പാരലോഗ്രാം കൺസിഡർ ചെയ്തു. എ എന്ന് പറയുന്ന പോയിന്റ് 2, 3, 5. അതുപോലെ സി എന്ന് പറയുന്നതിൽ ഓപ്പോസിറ്റ് വെർട്ടിസസ് ആണ്. സി -3, 4, -2. ഇവിടെ ബി, എ, ബി, സി, ഡി. ക്ലിയർ. ABCD എന്ന് പറയുന്ന 4 പോയിന്റ് നമുക്ക് ലഭിച്ചു. ഈ AC എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ശ്രദ്ധിച്ചോളെ, AC എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് കണ്ടുപിടിച്ചൂടെ. യെസ്, ഫസ്റ്റ് ഡയഗണൽ എങ്ങനെ കിട്ടുക, -3, -2 -5i. ക്ലിയർ. 4 -3 എത്ര കിട്ടുക, J. അടുത്ത് -2 -5 -7k. ഇതാണ് വെക്റ്റർ AC. BD ഈസ് ഓൾറെഡി ഗിവൺ അല്ലേ, നമുക്ക് തന്നിട്ടില്ലേ, ഗിവൺ I + 2j + 3k. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഏരിയ ഈക്വൽ ടു നോക്കുക, ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്, D1 ക്രോസ് D2 അല്ലേ. അപ്പോൾ AC ക്രോസ് എന്താണ് വരിക, BD. എല്ലാവരും ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമിനൻ്റ് ഉപയോഗിക്കേണ്ടി വരും. I, J, K. ക്ലിയർ. -5, 1, -7, 1, 2, 3. ക്ലിയർ. അപ്പോൾ ആദ്യം എത്ര വരിക, I ഇൻറ്റു 5 എത്ര വരിക, അത് പ്ലസ് എന്തായിട്ട് മാറും, 14 ആയിട്ട് മാറും. ശ്രദ്ധിച്ചോളൂ, 5 ഉണ്ട്, -5, 1, -7 അല്ലേ. അപ്പോൾ ഇനി എത്ര വരും നോക്ക്, ഇവിടെ 45 വന്നു. എത്ര വരും, 14. യെസ്,
ഇനി ശ്രദ്ധിച്ചോളി, ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന എലിമെൻറ്റ്സ് നോക്കണേ. -3 ഉണ്ട്, 4 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ -5, 4 - 3 എത്ര? 4 - 3 1. ഇത് -2 7 അല്ലേ? അടുത്ത് 1 2 3. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തു 5 ആയി. ഇവിടെ എത്ര നോക്കണം? 1 2 ഇത് 3 ആണ്. ശ്രദ്ധിച്ചോളി 3. യെസ് അതാണ് നമ്മൾ എലമെൻറ്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. -j ഇൻറ്റു എത്ര വരിക? -15 + 7 ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് +k ഇൻറ്റു എത്ര വരും നോക്ക്? യെസ് -10 അല്ലേ? -10 -1. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം അല്ലേ? 14 3 എത്ര വരിക? 17. അപ്പോൾ √289 പ്ലസ് 15 7 8 64 അല്ലേ വരിക? 64 121. അപ്പോൾ സമ്മ ചെയ്തൊക്കെ 289 121 10 അല്ലേ? 11 അല്ലേ വരിക? 4. അപ്പോൾ എത്രയായിട്ട് 474 വരും. സംശയമൊന്നുമില്ലല്ലോ? യെസ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു √474. ഇതാണ് ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. എല്ലാവരും ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ദ വാല്യൂ ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക. ദ വാല്യൂ ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n n³ ഡിവൈഡഡ് ബൈ n² പ്ലസ് k² ഇൻറ്റു n² പ്ലസ് 3k² ഈക്വൽ ടു ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതേ ഒരു മോഡൽ. ഇത് നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രൽസിൽ വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടൊന്നറിയില്ല. ഇങ്ങനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n അല്ലേ? സിഗ്മ ഈ പോയിന്റ് നമ്മൾ ഏത് കൊടുക്കുകയാണ്? ഇപ്പോൾ നമ്മൾ k ഈക്വൽ ടു 1 to n ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ a to b ആണെന്ന് വിചാരിക്കുക. f ഓഫ് r/n അല്ലേ? r/n എന്ന് പറയുന്ന ഫോമിലേക്ക് വരിക, അല്ലെങ്കിൽ k/n എന്ന് പറയുന്നത് k/n എടുക്കുക അവിടെ അല്ലേ? k/n എന്ന് പറയും. ഇവിടെ നമ്മൾ k നൊട്ടേഷൻ. ഈ സാധനമാണ് ഇൻ്റഗ്രൽ. k നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ kക്ക് നമ്മൾ ഏതെങ്കിലും പോയിന്റ് കൊടുക്കാം. 1 to n ആണെങ്കിൽ, അല്ലെങ്കിൽ n2 അല്ലേ? ഏത് നമ്പറാണ് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പം 1 × ഇൻഫിനിറ്റി ആകുമ്പോൾ 0 വരും അല്ലേ? k 1 ആണെങ്കിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തിലേക്ക് വരും? 0 to 1. ഇനി f ഓഫ് ഇതാണ് x 1/n dx. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടായിരിക്കും. ലിമിറ്റ് എടുക്കുന്ന സമയത്ത് പറയാം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്നൊരു റിസൾട്ടാണിത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n k ഈക്വൽ ടു 1 to n f ഓഫ് k/n എന്തായിട്ട് മാറുകയാണ്? 0 to 1 f ഓഫ് x dx. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നോക്ക്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ശ്രദ്ധിച്ചോളി, സിഗ്മ k ഈക്വൽ ടു 1 to n n³ ഡിവൈഡഡ് ബൈ ഇതിലൊരു n² പുറത്തെത്താൻ എന്താ വരിക? 1 + k² n². എന്ത് പുറത്ത് വരും മക്കളെ? n² പുറത്തെടുത്തു. അടുത്തേന്ന് ഒരു n² പുറത്തെടുത്താൽ 1 + 3k² n². ക്ലിയർ ആയല്ലോ? ഇനി നമ്മളിവിടെ ചെയ്യാൻ പോണത്, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇവിടെ n⁴ ഇല്ലേ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁴ ഒരു n³ ഉണ്ട്. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ഒരു 1/n സിഗ്മ k ഈക്വൽ ടു 1 to n 1/1 + k/n ഹോൾ സ്ക്വയർ. എത്ര വരിക? 1 + 3k/n ഹോൾ സ്ക്വയർ. എല്ലാവരും ഓക്കെ ആണല്ലോ? ഈ 1/n ആണ് dx. ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ലോവർ ലിമിറ്റ് എന്തായിട്ട് മാറി നോക്ക്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. അതെന്തിലേക്കാണ് പോവുക? 0ലേക്ക്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n അതെന്തിലേക്കാണ് പോവുക? 1ലേക്ക്. അപ്പോൾ നോക്ക്, ഇൻ്റഗ്രൽ 0 to 1 ക്ലിയർ. 1/1 + k/n ആണ് s². അടുത്ത ടൈം എന്താ നോക്ക്? 1 + 3s² dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി പോകുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. ഇത് നമുക്ക് ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചോളി. എല്ലാവരും ശ്രദ്ധിക്കുക.
ഇതിന് നമുക്കൊരു സിമ്പിൾ ടെക്നിക്ക് മാറ്റാൻ പറ്റും നോക്കാം. ഇതിപ്പോൾ നേരെ എഴുതിയ പ്രശ്നമാവും അല്ലേ? ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയ പ്രശ്നം നോക്ക്. 1/1 + 3s² മൈനസ് 1/1 + s² ചെയ്താൽ ഈ ആൻസർ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? 1 + s² -1 ശരിയല്ലേ? -3s² ഇവിടെ വെട്ടിപ്പോണില്ല. ഈ s² എന്നിട്ട് വെട്ടിപ്പോണില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ ഞാൻ ഒരു 3 ഇട്ട് കൊടുക്കുക, ഒരു 3 ഇട്ട് കൊടുക്കുക. പുറത്ത് എന്ത് വേണം? ഒരു 3 വേണം. അപ്പോൾ നോക്കുക, 3 ഇൻ്റഗ്രൽ 0 to 1 ശ്രദ്ധിച്ചോളിയേ. 1/3 + 3s² ക്ലിയർ. 1 + 3s² കണ്ട മക്കളെ dx. ഇനി ശരിയാവും. ഇവിടെ നമ്മൾ എന്താ ചേർക്കാൻ പറഞ്ഞത്? ഒരു 3s² ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ഇട്ടത്? 3 + 3s² കണ്ടോ? അപ്പോൾ 2 ഒരു വെർഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 2 നമ്മൾ ചേർക്കുക. × 2 ബൈ എന്തിടുക? ഒരു 2. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇതൊക്കെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 3/2 എഴുതി ക്ലിയർ. ഇൻ്റഗ്രൽ 0 to 1 എങ്ങനെ എഴുതാം? 1/ ശ്രദ്ധിച്ചോളേ 1/1 + 3s² മൈനസ് 1/3 + 3s² എന്ന് എഴുതി കൂടെ മക്കളെ. ക്ലിയർ. ഓരോന്നോരോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 3/2 പുറത്തുണ്ട് ക്ലിയർ. ഇതിൽ ഒരു 1/3 നമ്മൾ പുറത്തെടുക്കുക. ബാക്കി എന്താ വരിക? 1/ ശ്രദ്ധിച്ചോളെ 1/√3 ² + s² ഇൻ്റഗ്രൽ ഉണ്ട് ക്ലിയർ. മൈനസ് 1/3 ഈസ് ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ 1/1 + s² dx. അപ്പോൾ ഈ 1/3 3 ക്യാൻസൽ ആയല്ലോ. യെസ്. ഇനിയുള്ളത് 1/2 ക്ലിയർ. ഇൻ്റഗ്രൽ 1/a² + a² പഠിച്ചിട്ടുണ്ടാവും. 1/a is tan inverse x/1/√3. yes lower limit is 0, upper limit is 1. ഇത് tan inverse x അല്ലേ? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇതുവരെയുള്ള സ്റ്റെപ്പ് എല്ലാവരും ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോളി, നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ തന്നിരിക്കുന്ന √3 മോളിക്ക് പോകും. 1/2 അവിടെ ഉണ്ട് ശ്രദ്ധിക്കുക. √3 മോളിക്ക് പോയാൽ tan ഇൻവേഴ്സ് √3 x ആണ്. എക്സിന് 1 കൊടുത്താൽ tan ഇൻവേഴ്സ് √3. 0 കൊടുത്താൽ 0 ആയിട്ട് മാറും. tan ഇൻവേഴ്സ് 1 എത്ര വരിക? π/4 അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് ആൻസർ ചെയ്തപ്പോൾ 1/2 √3 tan ഇൻവേഴ്സ് √3 എത്ര മക്കളെ? π/3 മൈനസ് π/4. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. വേണമെങ്കിൽ നമുക്ക് ടൂളിലേക്ക് അകത്തോട്ട് ഇൻറ്റ് ചെയ്യാം, ഡെക്കറേഷൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. 1/2 പുറത്തുണ്ട്. √3 × π/3 എത്രയാണ്? π/4. എല്ലാവരും ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1/a tan ഇൻവേഴ്സ് x/a എന്ന് പറയുന്ന റിസൾട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 1/√3² കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോളേം. ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ എ എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ് മക്കളെ? 9,0 ആൻഡ് മേക്ക് ആൻ ആംഗിൾ 30 degree വിത്ത് x axis. If it is rotated by 50 degree clockwise, find the equation of the new straight line. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളൊരു പിക്ചർ ആദ്യം പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് യെസ് എ എന്ന് പറയുന്ന പോയിന്റ് 9,0 ആൻഡ് മേക്ക് ആൻ ആംഗിൾ 30 degree വിത്ത് ദ എക്സ് ആക്സിസ്. റൊട്ടേറ്റഡ് 50 degree അല്ലേ? എത്ര നോക്ക് മക്കളെ? അപ്പോൾ ഇതല്ലേ 50 degree ഉണ്ടാവുക. യെസ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എം എന്ന് പറയുന്നത്
എത്രയാണ് വരിക? tan 15. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് tan 15 എത്രയാണ്? tan 15ന്റെ വാല്യൂ യെസ് 2 മൈനസ് √3 അല്ലേ? യെസ്. അപ്പോൾ നോക്ക്, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. y മൈനസ് y1 0. m എത്ര വരിക? 2 മൈനസ് √3 ഇൻറ്റു x മൈനസ് x1 ദാറ്റ് ഈസ് 9. അപ്പോൾ y is equal to 2 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് 9 ഇൻറ്റു 2 മൈനസ് √3. അപ്പോൾ y പ്ലസ് 9 ഇൻറ്റു 2 മൈനസ് √3 is equal to 2 മൈനസ് √3 ഇൻറ്റു എക്സ്. പ്ലീസ് ലോക്ക് ദ ഓപ്ഷൻ. വളരെ സിമ്പിളായ ക്വസ്റ്റൻ അല്ലേ ഇത്? പ്യുവർ NCERT ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് ലൈൻ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. g of x is non-constant and twice differentiable function. ശ്രദ്ധിക്കാം, g dash of 1/2 എന്തിന് ഈക്വൽ ആണ്? g dash of 3/2 and f of x is equal to 1/2 g of x plus g of 2 minus x. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എഫ് ഡാഷ് ഓഫ് 1/2 പ്ലസ് എഫ് ഡാഷ് ഓഫ് 3/2 1. രണ്ടാമത്തെ ഓപ്ഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 0 ഫോർ അറ്റ് ലീസ്റ്റ് 1 വാല്യൂസ് ഓഫ് എക്സ് ബിലോങ്സ് ടു 0,2. മൂന്നാമത്തെ ഓപ്ഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 0 ഫോർ നോ വാല്യൂസ് ഓഫ് എക്സ് ബിലോങ്സ് ടു 0,1. then fourth option f double dash of x is equal to 0 for exactly 1 value of x belongs to 0, 1. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതാം. ശ്രദ്ധിച്ചോളേ, എഫ് ഓഫ് എക്സ് ശ്രദ്ധിക്കാം 1/2 ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് 2 മൈനസ് എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് വരിക? 1/2 ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് ഇൻറ്റു എന്ത് വരും? -1. ശ്രദ്ധിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് 1/2 ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ്. ക്ലിയർ? ഇനി ഒന്നാമത്തെ ഓപ്ഷൻ എഫ് ഡാഷ് ഓഫ് 1/2 എഫ് ഡാഷ് ഓഫ് 3/2 അത് ആഡ് ചെയ്ത 1 ആണെന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ എക്സിന് 1/2 കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് 1/2 ജി ഡാഷ് ഓഫ് 1/2 മൈനസ് 2 മൈനസ് 1/2. അപ്പോൾ 1/2 ഇൻറ്റു ജി ഡാഷ് ഓഫ് 1/2 ഇതെത്ര വരിക? ജി ഡാഷ് ഓഫ് 3/2. അപ്പോൾ 1/2 ഇൻറ്റു ജി ഡാഷ് ഓഫ് 1/2 ജി ഡാഷ് ഓഫ് 3/2 എത്ര? ജി ഡാഷ് ഓഫ് 1/2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. എഫ് ഡാഷ് ഓഫ് 1/2 എത്രയാണ് വരുന്നത്? 0 അല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് 3/2 ആണ് ചെക്ക് ചെയ്യാതിരിക്കാം. എഫ് ഡാഷ് ഓഫ് 3/2 എന്താ വരിക? 1/2 ജി ഡാഷ് ഓഫ് 3/2 മൈനസ് 2 മൈനസ് 3/2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 3/2 എത്ര വരിക? 1/2 ജി ഡാഷ് ഓഫ് 3/2 ഇതെത്ര കിട്ടുക? ജി ഡാഷ് ഓഫ് 1/2 അതും 0 അല്ലേ? അപ്പോൾ സം ചെയ്ത ഈ ഓപ്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? എഫ് ഡാഷ് ഓഫ് 1/2 0 ആണ് അല്ലേ? എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് ശ്രദ്ധിക്കാം, എഫ് ഡാഷ് ഓഫ് 1/2 0 ആണ്.
എഫ് ഡാഷ് ഓഫ് 3/2 0 ആണ്. ക്ലിയർ ആയല്ലോ? യെസ്, ഈ രണ്ട് വാല്യൂസ് അവിടെ 0 ആണെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്? എഫ് ഡാഷ് ഓഫ് 1/2 അതുപോലെ എഫ് ഡാഷ് ഓഫ് 3/2 ഈസ് 0. ഇനി ശ്രദ്ധിച്ചോളേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു 0 അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു 0,2 ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാവുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് എഫ് ഡാഷ് എക്സ് നമ്മൾ എഴുതി. എന്താണ് എഫ് ഡാഷ് എക്സ്? 1/2 ഇൻറ്റു ജി ഡാഷ് എക്സ് മൈനസ് ജി ഓഫ് 2 മൈനസ് ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ആൾ എന്തിന് സെയിം ആണ് മക്കളെ? 2 മൈനസ് എക്സ്. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 1. ക്ലിയർ? അപ്പോൾ അതിലും 0 ആയിരിക്കും അല്ലേ? എഫ് ഡാഷ് ഓഫ് 1/2 ഇൻറ്റു ജി ഡാഷ് ഓഫ് 1 മൈനസ് ജി ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്ക്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന കേസിൽ അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ എക്സ് ബിലോങ്സ് ടു 0,1/2. അപ്പോൾ നോക്ക്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ശ്രദ്ധിക്കാം, 1/2 ജി ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ആവില്ലത് ജി ഡബിൾ ഡാഷ് ഓഫ് 2 മൈനസ് എക്സ്. അതെന്താണ്? ഇസ് ഈക്വൽ ടു 0 ആകുന്ന സിറ്റുവേഷനിൽ ശ്രദ്ധിച്ചോളെ എത്ര വാല്യൂസ് ഉണ്ടാവും? എക്സ് ബിലോങ്സ് ടു 0,2. ദാറ്റ് ഈസ് 1/2 ഉണ്ട്, 3/2 ഉണ്ട്, 0 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് എത്ര വാല്യൂസ് ഉണ്ട്? 2 വാല്യൂസ് എങ്കിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോ വാല്യൂസ് ഓഫ് എക്സ് ആണോ? അല്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു 0,2. ദാറ്റ് ഈസ് ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാം? യെസ്, 1/2 ഉണ്ട്, 3/2 ഉണ്ട്, 1 ഉണ്ട്. എല്ലാവരും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മാച്ച് ആവുന്ന ഓപ്ഷൻ ഏതാ വരിക? യെസ്, ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് ഡബിൾ ഡാഷ് എക്സ് 1/2 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് 0. അപ്പോൾ അത് 0 ആവണമെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി എഫ് ഡാഷ് എക്സ്. ഏതൊക്കെ കേസ് ഉണ്ട്? 1/2 0 ആണ്, 3/2 0 ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഗ്രാഫ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കും. ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നോക്കും മക്കളെ? യെസ്, ഏതൊക്കെയാണ് വരുന്നത്? 0 ഉണ്ട്, അതുപോലെ 1/2 ഉണ്ട്, അതുപോലെ 3/2 ഉണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം നമ്മൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കലി നമ്മൾ വരച്ചിങ്ങനെ പോയിൻ്റ് എടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ട ഈ പോയിൻ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഹൗ മെനി വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ മിനിമം അല്ലേ, അറ്റ്ലീസ്റ്റ് എന്താണ് 1 വാല്യൂ, ഒന്നോ അതിൻ്റെ മുകളിലേക്കോ അതിൽ വാല്യൂസ് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് മാച്ച്. നോ വാല്യൂസ് പറയാൻ പറ്റുമോ? നോ. അടുത്ത എക്സൽ 1 വാല്യൂ ആണോ? അല്ല, ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഏതാ കൊടുക്കുക നമ്മൾ? യെസ്, ശ്രദ്ധിച്ചോളേ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈ സം ഓഫ് 20 ടേംസ് ഈസ് 790 ആൻഡ് സം ഓഫ് 10 ടേംസ് ഈസ് 145. ദെൻ S15 മൈനസ് S5 ഈസ്. ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിളാണ്. സം ഓഫ് 20 ടേംസ്. അപ്പോൾ നോക്ക്, 20 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് 790. എങ്ങനെ നമ്മൾ പഠിച്ച ഫോർമുല? SN അല്ലേ, n/2 ഇൻറ്റു ശ്രദ്ധിക്കാം 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതാണ് നമുക്ക് തന്നിരിക്കുന്ന 790. ഇവിടെ n എത്ര വരിക? 20/2 ഇൻറ്റു 2a പ്ലസ് 19d ഇസ് ഈക്വൽ ടു എന്താണ്? 790. ഇവിടെ ഇത് എത്ര വരിക? 10 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2a പ്ലസ് 19d ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 79. ഇനി നമ്മൾ ചോദിച്ചത് സം ഓഫ് 15 ടേംസ് മൈനസ് സം ഓഫ് 5 ടേംസ് ആണ്. സം ഓഫ് 15 ടേംസ് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചോളൂ, 15/2 ഇൻറ്റു 2a പ്ലസ് 14d മൈനസ് സം ഓഫ് 5 ടേംസ് അല്ലേ, 5/2 ഇൻറ്റു 2a പ്ലസ്
4D. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഇതിൽ 2A ഈസ് ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് 15/2 മൈനസ് 5/2 പ്ലസ് അടുത്ത് നോക്കാം D ഈസ് ഔട്ട്സൈഡ്. D ഈസ് ഔട്ട്സൈഡ് 15/2 ഇൻറ്റു 14 മൈനസ് 5/2 ഇൻറ്റു 4. ക്ലിയർ? ഇത് എത്ര വരിക? 2A ഇൻറ്റു 15 മൈനസ് 5 എത്ര വരിക? 10. അപ്പോൾ 5 വരും. ക്ലിയർ? പ്ലസ് D ഇൻറ്റു ഇവിടെ ഇത് ക്യാൻസൽ ചെയ്താൽ 7 വരില്ലോ, ഇവിടുത്തെ ക്യാൻസൽ ചെയ്താൽ 2 വരില്ലോ. അപ്പം 15 ഇൻറ്റു എത്ര വരിക? 7. 7 ഇൻറ്റു 5 35 വരും അല്ലേ? അപ്പോൾ 105 വരും. 105 5 ഇൻറ്റു 2 എത്ര വരിക? 10 വരും. ക്ലിയർ? അപ്പോൾ 5 വരും. 95. ഓക്കെ, 95. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ എന്ത് കോമൺ ആണ്? 5 ഈസ് ഔട്ട്സൈഡ്. ബാക്കി എത്ര വരും നോക്ക്? 2A പ്ലസ് 19D, ദാറ്റ് ഈസ് 5 ഇൻറ്റു 79. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്ക് 79 ഇൻറ്റു 5 എത്ര വരിക? 9 5 45 4 അല്ലേ? 7 ഇൻറ്റു 5 35 395. യെസ്, ഓപ്ഷൻ ഈസ് നോക്കുക ഏതാണ് വരിക? ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വെക്റ്റർ ആൾജിബ്രയിലുള്ള ഒരു ചോദ്യമാണിത്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഏതാണ്? വെക്റ്റർ ആൾജിബ്ര. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്രയാണ്? 4 ആണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 2. ദെൻ ദി ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റർ ബി ആൻഡ് സി. ഇഫ് സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ക്രോസ് ബി മൈനസ് 3b. ഒക്കെ വെക്റ്ററിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിച്ചോളൂ. സി നമുക്കറിയാം. സി എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ ക്രോസ് ബി മൈനസ് 3b അല്ലേ? ഈ 3bയെ ഇപ്പുറം കൊണ്ട് എന്താ വരിക? സി പ്ലസ് 3b ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ക്രോസ് ബി. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ സി പ്ലസ് 3b എന്താണ്? എ ക്രോസ് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ. രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക, ദെൻ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇത് എത്ര വരിക? മോഡ് സി സ്ക്വയർ അല്ലേ? 6 ഇൻറ്റു എത്ര വരിക? 6 ഇൻറ്റു ബി ഡോട്ട് സി പ്ലസ് 9 മോഡ് ബി സ്ക്വയർ. അത് 4 ആവും. മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എ ഡോട്ട് ബി 2 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ ഡോട്ട് ബി 2 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ഇക്വൽ ടു 2. അപ്പോൾ എ 1 അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 4 അല്ലേ? അപ്പോൾ കോസ് തീറ്റ ഇക്വൽ ടു എത്രയാണ് കിട്ടുക? 2/4 1/2. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് 1/4 3/4. അപ്പോൾ സി മാഗ്നിറ്റ്യൂഡ് ഓഫ് സി നമുക്ക് തന്നില്ലല്ലോ? ഇല്ല. സി സ്ക്വയർ 6 ഇൻറ്റു ബി ഡോട്ട് സി നമുക്കറിയോ? ഇല്ല. 9 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്ര? 416 ആവും. 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 1 ബി സ്ക്വയർ എത്ര വരിക? 16. ഇതെത്ര വരിക? 3/4. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു ബി ഡോട്ട് സി 9 ഇൻറ്റു 16 എത്ര നോക്ക്? 16 ഇൻറ്റു 9 54 വരും. 144. 144. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് എത്ര വരിക? 4 ഇൻറ്റു 4 16, ദാറ്റ് ഈസ് 48. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വേണം. ബി ഡോട്ട് സി കണ്ടുപിടിക്കണം അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ബി ഡോട്ട് സി ആണ്. അപ്പോൾ ബി ഡോട്ട് സി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതുക അല്ലേ? ആംഗിൾ കണ്ടുപിടിക്കൽ കോസ് തീറ്റ ഇക്വൽ ടു അല്ലെങ്കിൽ കോസ് ആൽഫ ഇക്വൽ ടു ബി ഡോട്ട് സി ഡിവൈഡ് ബൈ മോഡ് ബി മോഡ് സി ആണ്. അപ്പോൾ ബി ഡോട്ട് സി നമുക്ക് കണ്ടുപിടിക്കണം, മോഡ് ബി കണ്ടുപിടിക്കണം, മോഡ് സി കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നമുക്കറിയാം. ഈ എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ അല്ലേ? എ ഡോട്ട് ബി എന്ന് വെച്ചാൽ എ ബി കോസ് തീറ്റ, എ ക്രോസ് ബി എന്ന് വെച്ചാൽ
എ ബി സൈൻ തീറ്റ. എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? 4 വരും. പ്ലസ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ 1 അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ 16 അല്ലേ. അപ്പം എ ക്രോസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 12 ആണ്. അത് നമുക്ക് ആവശ്യം വരും. ക്ലിയർ അല്ലോ? എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ഈസ് 12. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിസൾട്ട് ഇല്ലേ, സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ക്രോസ് ബി മൈനസ് 3b ആണ്. രണ്ട് സൈഡിലും നമ്മൾ ഡയറക്റ്റ് മോഡ് എടുക്കാം. അപ്പോൾ എത്ര കിട്ടുക? മോഡ് സി സ്ക്വയർ 2 4 ആവും. എന്ത് ചെയ്താൽ എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ഇതെത്ര വരിക? 6 ഇൻറ്റു ബി ഡോട്ട് എ ക്രോസ് ബി പ്ലസ് 9 മോഡ് ഈ സാധനം 0 അല്ലേ. ബി ഡോട്ട് എ ക്രോസ് ബി എന്താണ്? 0 ആണ്. അപ്പോൾ മോഡ് സി സ്ക്വയർ 4 ഇൻറ്റു എ ക്രോസ് ബി സ്ക്വയർ 12 അല്ലേ, ആ ടേം 0 ആണ്. പ്ലസ് 9 മോഡ് ബി സ്ക്വയർ എത്ര വരിക? 16. ദാറ്റ് ഈസ് മോഡ് സി സ്ക്വയർ ഇത് 48 വരും. 16 ഇൻറ്റു 9 എത്ര വരിക? 54. 9 144 കിട്ടും. ക്ലിയർ? അപ്പം മോഡ് സി സ്ക്വയറിൻ്റെ വാല്യൂ 48 പ്ലസ് 144. എല്ലാവരും ശ്രദ്ധിച്ചോളേ, ഞാൻ ആ റിസൾട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പോണ്. നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കാം. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ മോഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു ബി ഡോട്ട് സി പ്ലസ് 144 ഈക്വൽ ടു 48. അപ്പോൾ ഇത് 48 പ്ലസ് എത്രയാണ്? 144 പ്ലസ് 6 ഇൻറ്റു ബി ഡോട്ട് സി 144 പ്ലസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 48 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് 6 ഇൻറ്റു ബി ഡോട്ട് സി മൈനസ് 288 അല്ലേ വരിക. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. യെസ്, ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എത്ര നോക്ക്? 288 ഡിവൈഡ് ബൈ 6 ആണ്. 28 അല്ലേ, 6 വരുമ്പോൾ എത്ര വരിക? യെസ് 28 ആണ്. 28 4 അല്ലേ, 24 വരും. ബാക്കി എത്ര വരിക? 4. അപ്പോൾ എത്ര കിട്ടുക? 48 മൈനസ് 48 ആണ് ബി ഡോട്ട് സി. അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു മൈനസ് 48 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് 4. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി നമുക്ക് എവിടെ നിന്ന് കിട്ടും നോക്ക്. ഇവിടെ ഓരോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡ് സി സ്ക്വയർ എത്രയാണ്? 48 പ്ലസ് 144 ആണ് നോക്ക് അല്ലേ. 48 പ്ലസ് 144 എത്ര ഉണ്ടാവും? 48 പ്ലസ് 144 എല്ലാവരും ശ്രദ്ധിച്ചോളേ, ഇത് 12 ആണ്. ഇതെത്ര കിട്ടുക? 8 8 9 192. ക്ലിയർ ആയല്ലോ? 192 ദാറ്റ് ഈസ് മോഡ് സി സ്ക്വയർ ആണ് 192. ശ്രദ്ധിക്കാം, മോഡ് സി സ്ക്വയർ 192 അല്ലേ. എത്ര കിട്ടുക? റൂട്ട് 192. അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു മൈനസ് 48 ബൈ 4 ഇൻറ്റു ഈ റൂട്ട് 192നെ നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കാം, 192 അല്ലേ. യെസ്, 2 പോകുമല്ലോ. എത്ര പോകും നോക്ക്? 2 9 അല്ലേ. ബാക്കി എത്ര വരിക? 12 6 അല്ലേ. ഇനി ശ്രദ്ധിക്കുക, വീണ്ടും നമ്മൾ 96 ആണ്. 96 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? നമുക്ക് 4 പറ്റുമോ? അല്ലെ 2 തന്നെ ചെറുതാക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4 അല്ലേ. 48 ആണെങ്കിൽ നമുക്ക് എഴുതാം 16ഉം 3ഉം. അപ്പോൾ നമുക്ക് എഴുതാം 4 8 അല്ലേ. ഇവിടെ 8 റൂട്ട് 3 എന്ന് എഴുതാം. ക്ലിയർ? 48ൽ എത്ര 4 ഉണ്ട്? 12 അല്ലേ. മൈനസ് 12ൽ എത്ര 3? ഇത് എത്ര എഴുതാം? 2 റൂട്ട് 3 ദാറ്റ് ഈസ് മൈനസ് റൂട്ട് 3 ബൈ 2. കണ്ട, ഇവിടെ ചെയ്ത സ്റ്റെപ്പ് നോക്കുക. കോസ് ആൽഫ ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ബൈ 2. കോസ് നെഗറ്റീവ് ആവുന്നത് ഏത് ക്വാഡ്രൻ്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ്. കോസ് നെഗറ്റീവ് ആവുന്ന സ്ഥലം സെക്കൻഡ് ക്വാഡ്രൻ്റ്. റൂട്ട് 3 ബൈ 2 ആണെങ്കിൽ നമുക്കറിയാം 30 ഡിഗ്രി അല്ലേ വരുന്നത്. യെസ്, 30 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ഇതിലല്ലോ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് 150 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 integers x y ഫ്രം ദി സെറ്റ് 0 കൂടി ഇൻക്ലൂഡാണ്. 0,
1, 2, 3, etc. 10. And modulus value, the absolute value of mod x minus y greater than 5 വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഏതൊക്കെ നോക്കണം. ഇവിടെ ടോട്ടൽ എത്ര വരും? യെസ്, 2 നമ്പർ സെലക്ട് ചെയ്യാൻ അല്ലേ 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സെയിം നമ്പർ ആവാം അല്ലേ. അപ്പം എൻ ഓഫ് എ സെറ്റ് എയിൽ നമ്മൾ 11 എലമെൻറ്റ്സ് ഉണ്ട്, സെറ്റ് എ അഗെയിൻ 11 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഈസ് 11 into 11, ദാറ്റ് ഈസ് 121. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 5 വരണം. അപ്പോൾ ഏതൊക്കെ പറ്റും നോക്ക്. 1,6 പറ്റുമോ? 1,7, 1,8, 1,9, 1,10 പറ്റും. ക്ലിയർ. 0,6, 0,7, 0,8, 0,9, 0,10. അടുത്തത് 2,8 പറ്റും അല്ലേ. 2,9, 2,10. എത്ര? 4, 8, 9, 10, 11, 12. അടുത്തത് 3,9 പറ്റും, 3,10 പറ്റും, 4,10 പറ്റും. ഇനിയുണ്ടോ? ഇല്ല. 4, 8, 12, 15. ഇത് തിരിച്ചും വരാലോ അല്ലേ. 7,1 ആക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇത് 15 ആണെങ്കിൽ ടോട്ടൽ 13 വരൂലേ. 15 + 15 ദാറ്റ് ഈസ് 30. അപ്പം ഫേവറബിൾ ഔട്ട്കം 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഈസ് 121. സിമ്പിൾ അല്ലേ മക്കളെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോളി. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വരാം. ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? ആദ്യം തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളി, കോസ് ഇൻവേഴ്സ് 2 മൈനസ് മോഡ് എക്സ് ബൈ 4 പ്ലസ്, ശ്രദ്ധിക്കാം, ലോഗ് 3 മൈനസ് എക്സ് ഓൾ റേസ് ടു -1. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനാണ്. എന്താണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ? ശ്രദ്ധിച്ചോളി, -1 ലെസ് ദാൻ 2 മൈനസ് മോഡ് എക്സ് ബൈ 4 ലെസ് ദാൻ 1. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ -4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -4 2 മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ 4. 2 നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്ര വരിക? -6 അല്ലേ, മൈനസ് ലോഡ് എക്സ് അല്ലേ, മോഡ് എക്സ് ലെസ് ദാൻ 2 അല്ലേ. അപ്പോൾ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലേ. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്ന വാല്യൂ -6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആണെന്ന് മനസ്സിലായി. ക്ലിയർ. ഇനി നമ്മൾ അടുത്തത് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 1 ആണ്. ലോഗ് ഓഫ് 3 മൈനസ് എക്സ്, ഇതൊരിക്കലും 0 വരാൻ പാടില്ലല്ലോ. അപ്പോൾ 3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? 0. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ എക്സ്, എക്സ് ലെസ് ദാൻ 3 ആയിരിക്കണം. സംശയമൊന്നുമില്ലല്ലോ. എക്സ് ലെസ് ദാൻ 3. ഇനി ശ്രദ്ധിക്കാം. അപ്പം -6 വരാം, 3 ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി താഴെ ലോഗ് എന്താണ്? ലോഗ് 0 ആവുന്നത് 1 കൊടുത്താൽ ലോഗ് 1. അപ്പോൾ എക്സിന് 2 പറ്റുമോ? ഇല്ല. ദ കോമ എസ് നോട്ട് ഈക്വൽ ടു 2. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ -6 ബീറ്റ ഈസ് 3. ഓക്കെ, യെസ്, സംശയമൊന്നുമില്ലല്ലോ. യെസ്, ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഏതാണ്? സെറ്റ് ബ്രാക്കറ്റ് 2. അപ്പോൾ ആൽഫ 6 ആണ്, ബീറ്റ 3 ആണ്, ഗാമ 2 ആണ്. അപ്പോൾ 6 + 3 + 2 എത്രയാണ് മക്കൾ ആൻസർ? 11 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2 raised to 1/2 plus 3 raised to എത്രയാണ്? 1/6 all raised to 8 to 24.
നമ്പർ ഓഫ് റാഷണൽ ടേംസ് ആണ് ഇതിനകത്ത് ചോദിച്ചത്. എന്താ ചോദിച്ചത്? നമ്പർ ഓഫ് റാഷണൽ ടേംസ്. അപ്പോൾ ചാപ്റ്റർ ഏതാ മനസ്സിലായല്ലോ മക്കളെ? ബൈനോമിയൽ തിയറം. ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തവണ പറയുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ശ്രദ്ധിക്കാം, ആദ്യം നമ്മൾ എഴുതേണ്ടത് TR+1 ആണ്. എന്താണ് TR+1? ശ്രദ്ധിച്ചോളൂ. NCR A⁻n−r B⁻r. സംശയമൊന്നുമില്ലല്ലോ. NCR A⁻n−r B⁻r. അപ്പോൾ എങ്ങനെ എഴുതാം? A2 for CR 2⁻1/2 all raised to 824 minus R 3⁻1/6 all raised to R എന്ന് കിട്ടി. എങ്ങനെ എഴുതാം? 824 CR 2⁻824 minus R/2 3⁻R/6. ഇവിടെ R എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കണം. 0 പറ്റുമല്ലോ? യെസ്. 6 പറ്റുമല്ലോ? യെസ്. 12 പറ്റുമല്ലോ? യെസ്. 18. ലാസ്റ്റ് നമ്പർ ഏതാ? 824 വരെ മാക്സിമം പറ്റുമല്ലേ? അപ്പോൾ 824ൽ 6 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 1 ടൈംസ് വരും. അപ്പോൾ 6 വരും, 22 വരും, 3 ടൈംസ് വരും, 18 വരും, 44 വരും. അപ്പോൾ റിമൈൻഡർ എത്ര വരിക? 6 ആകുമ്പോൾ 6 വരുമ്പോൾ 7 യെസ് 42 ആണ് വരിക. അപ്പോൾ റിമൈൻഡർ 2 വരും. അപ്പോൾ ലാസ്റ്റ് എത്ര വരിക? 822. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലേ? എന്ത് എഴുതാം? 822 മൈനസ് 0 ബൈ കോമൺ ഡിഫറൻസ് എത്ര വരിക? 6 + 1. അപ്പോൾ എത്ര കിട്ടുക? 137 + 1 എത്രയാണ് വരിക? 138. സംശയമൊന്നുമില്ലല്ലോ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദീസ് അല്ലേ? നമ്പർ ഓഫ് റാഷണൽ ടേംസ് ഈസ് എത്ര വരിക? 138. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ശ്രദ്ധിക്കുക. 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോണത് ശ്രദ്ധിച്ചോളേ. ഫസ്റ്റ് 1 2 sin x into x minus 1 plus cos x into x square minus 2x equal to dy by dx satisfy f of 2 is equal to 2. 2 ചോദ്യമുണ്ട്. ആദ്യം നമ്മൾ ഇത് ചെയ്യാം. ക്ലിയർ? ആദ്യം നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനാണോ? വളരെ ഈസി അല്ലേ? 20m. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയാം. ശ്രദ്ധിച്ചോളേ. 2 sin x into x minus 1 cos x into x square minus x അല്ലേ? 2x dy by dx. f of 2 ആണെങ്കിൽ y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എഴുതി നോക്ക്. dy by dx is equal to, ശ്രദ്ധിക്കാം, 2 sin x into x minus 1. സംശയമൊന്നുമില്ലല്ലോ? യെസ്. പ്ലസ് എന്താണ്? cos x into x square minus 2x. അപ്പോൾ dy is equal to sin x into ഈ ടൂളിലേക്ക് എടുത്താൽ 2x minus 2 plus cos x into x square minus 2x. അപ്പോൾ dx കണ്ടോ? ഇത് ഇൻ്റഗ്രൽ dy is equal to ഇൻ്റഗ്രൽ sin x into 2x minus 2 plus integral cos x into x square minus 2x. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളേ. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ് സിമ്പിൾ പറഞ്ഞുതരാം. ഇൻ്റഗ്രൽ dy ആരാ? y അല്ലേ? ഇൻ്റഗ്രൽ sin x 2x minus 2 പ്ലസ് ഇതിന് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എസ് സ്ക്വയർ മൈനസ് 2x എന്നും സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ഡി എക്സ് കൊടുക്കുക. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ബൈ യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഞാനിവിടെ ഇതുണ്ട് y is equal to ഇൻ്റഗ്രൽ
sin x into 2x minus 2 dx plus a square minus 2x into integral cos x എന്താ വരിക sin x plus minus അല്ല വരിക മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ വരിക 2x minus 2 integral of cos x എന്താ വരിക sin x all dx ഈ ടേമും ക്യാൻസൽ ചെയ്തു അപ്പോൾ ബാക്കി എന്താ വരും നോക്ക് യെസ് ഫൈനലി y എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ y is equal to a square minus 2x into sin x plus c f of 2 is equal to 2 ആണ് എക്സിന് 2 കൊടുത്താൽ c നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സിന് 2 കൊടുത്താൽ 0 ഇല്ലേ അല്ലേ എ സ്ക്വയർ മൈനസ് 2x അപ്പോൾ ഈ ടേം 0 അപ്പോൾ y 2 അല്ലേ 2 cൻ്റെ വാല്യൂ 2 y is equal to ആരാ എ സ്ക്വയർ മൈനസ് 2x ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 2 ചിലപ്പോൾ ചോദിക്കാറുണ്ട് y എന്ത് കണ്ടുപിടിക്കാൻ പറയും അറ്റ് y ഓഫ് 2 അല്ലേ y എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 2 സ്ക്വയർ മൈനസ് 4 0 അപ്പോൾ y എന്ത് കിട്ടും നമുക്ക് 2 ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ അതിനെ വെച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം സംശയമൊന്നുമില്ലല്ലോ ഇനി ഇത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോളേ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മീഡിയൻ കണ്ടുപിടിക്കണം ദെൻ ഫൈനലി 20 ഇൻറ്റു എന്താണ് എം ആണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എം ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച് നോക്ക് മക്കളെ സിമ്പിൾ അല്ലേ ചോദ്യം യെസ് ഇത് ഏത് ഡേറ്റയാണ് കണ്ടിന്യൂസ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം സി എഫ് കണ്ടുപിടിക്കണം അതാണെന്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 വരും 3 പ്ലസ് 6 എത്ര വരിക 9 ഇതെത്ര വരിക 19 കഴിഞ്ഞാൽ എത്ര കിട്ടുക 29 31 36 കണ്ടോ n ബൈ 2 എത്രയാണ് n ബൈ 2 36 ബൈ 2 എത്രയാണ് 36 ബൈ 2 എന്ന് വെച്ചാൽ 18 സംശയമൊന്നുമില്ലല്ലോ 36 ബൈ 2 എന്ന് പറഞ്ഞാൽ 18 ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കും മക്കളെ n ബൈ 2 36 ബൈ 2 18 കിട്ടി അപ്പോൾ നമുക്ക് m എഴുതാം m കണ്ടുപിടിച്ചൂടെ അപ്പോൾ 18 വരുന്ന സ്ഥലം ഏതാണ് ഇതാണ് L ഈസ് കോൾഡ് ലോവർ ലിമിറ്റ് ഓഫ് ദാറ്റ് മീഡിയൻ ക്ലാസ് L ഇസ് ഈക്വൽ ടു 8 ഇനി ഫ്രീക്വൻസി എത്രയാണ് വരിക ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 10 കിട്ടും ഇനി സി എന്ന് വെച്ചാൽ എത്രയാണ് വരിക 9 ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാണണം മീഡിയൻ അപ്പോൾ എം ഇസ് ഈക്വൽ ടു എൽ എത്ര വരിക 8 പ്ലസ് 18 മൈനസ് എത്രയാണ് സിൻ്റെ വാല്യൂ 9 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ് 10 ക്ലാസ് എടുത്ത് എത്രയാണ് വരിക 4 8ഉം 12ഉം അപ്പോൾ 8 പ്ലസ് ഇത് എത്ര വരിക 89 അപ്പോൾ എത്ര വരിക 36 ബൈ 10 അപ്പോൾ എത്ര കിട്ടുക 8 പ്ലസ് 3.6 അപ്പോൾ എത്ര കിട്ടുക 11.6 അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 20 എം ആണ് ചോദിച്ചത് 20 ഇൻറ്റു 11.6 2 ഇൻറ്റു 116 ആ എത്ര ഉണ്ടാവും നോക്ക് 2 യെസ് 116 അല്ലേ 232 ക്ലിയർ ആയല്ലോ അപ്പോൾ ആൻസർ ഈസ് 232 സ്ലൈഡ് 2 ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യത്തെ ഡിഫറൻസിയേഷൻ ആണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ടോട്ടൽ 8 മാർക്ക് ലഭിച്ചില്ല നമുക്കിത് ഒന്ന് ഡിഫറൻസിയേഷൻ മറ്റേത് ഇതാണ് മീഡിയൻ ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ടി ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് 0 1 ബൈ 2 ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നു കണ്ടോ എൽ ഹോസ്പിറ്റൽ റൂൾ അല്ലേ എൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും അല്ലേ 0 ബൈ 0 ഫോമിൽ വന്നാൽ ബൈ യൂസിങ് ലെബിനിസ് റൂള് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ ലെബിനിസ് റൂൾ പരിചയപ്പെടുത്താം എന്തായിരുന്നു ലെബിനിസ് റൂള് യെസ് ശ്രദ്ധിക്കാം ഡി ബൈ ഡി എക്സ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് ഡി എക്സ് ശ്രദ്ധിക്കാം
ഇവിടെ എച്ച് ഓഫ് തീറ്റ ഡി തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ ടീയിലാണെങ്കിൽ ടീയിൽ. അപ്പോൾ വൃത്തിയിലേക്ക് തരാം. ടി ആണെങ്കിൽ ടി ഉപയോഗിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? എച്ച് ഓഫ് ടി ഡി ടി ആണ് വിചാരിക്കാം. എങ്ങനെ എഴുതാം? ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എന്താ വരിക? എച്ച് ഓഫ് എഫ് ഓഫ് എക്സ്. എല്ലാവരും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളേ, ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എന്താണ്? എക്സ് ടെൻസ് ടു 0. ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ബൈ ഇ റൈസ് ടു എസ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇത് ആക്ച്വലി അല്ലേ 0/0 ഫോം അല്ലേ? അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ ഞാനിവിടെ എന്ത് ചേർക്കുകയാണ്? ഒരു എസ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും? എസ് സ്ക്വയർ. ഈ സാധനം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ടെൻ 0 അത് എന്തിലേക്കാണ് പോവുക? 1ലേക്ക്. ഇനി നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് ഇവിടെ ഒരു എക്സും ഇവിടെ എക്സും പോയി. ലിമിറ്റ് എക്സ് ടെൻ 0 ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ബൈ ഇ എക്സ്. എഗെയിൻ ഇത് ഏത് ഫോമിലാണ്? 0/0 ഫോമിലല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റൂൾ ഇതിൽ അപ്ലൈ ചെയ്യാലോ. യെസ്, ലിമിറ്റ് നോക്കാം എക്സ് ടെൻസ് ടു 0 ഡെറിവേറ്റീവ് എക്സ് എത്ര? 1 എഫ് ഓഫ് എത്രയാണ് വരിക? എക്സ് മൈനസ് 0/1. അപ്പോൾ നോക്കുക, ഇവിടേക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എത്ര കിട്ടും മക്കളെ? 1/2 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ആൽഫ ഈക്വൽ ടു 1/2. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 8 ആൽഫ സ്ക്വയർ 8 ഇൻറ്റു 1/2 ആണ് ആൽഫ 1/4. എത്ര കിട്ടും ആൻസർ? 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് 8 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇഫ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എത്രയാണ്? 1/mod x. കണ്ടീഷൻ ഉണ്ട് mod x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി അതുപോലെ എ എസ് സ്ക്വയർ പ്ലസ് എന്താണ് 2b തന്നിട്ടുണ്ട്. എത്രയാണ്? mod x ലെസ് ദാൻ 2 ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ റിയൽ നമ്പേഴ്സ്. ഫൈൻഡ് എന്താണ്? 48 ഇൻറ്റു എ പ്ലസ് ബി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളേ. എഫ് ഓഫ് എക്സ് ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ബ്രാഞ്ച് ആക്കി മാറ്റാം. mod x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ -2 ആണെങ്കിൽ അത് -1/x. -2 to എക്സ് ലെസ് ദാൻ 2 ആണെങ്കിൽ അതാരാണ് മക്കളെ? എ എസ് സ്ക്വയർ ഇവിടെ മൈനസ് ഉണ്ടാവുക പ്ലസ് 2b. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് എത്ര കിട്ടുക? 1/x. ക്ലിയർ ആയല്ലോ? അപ്പോൾ -2 ഈ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, -2 ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 റൈറ്റ് ലിമിറ്റ് ദാറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 1/2 ഈക്വൽ ടു ഇവിടെ 2 കൊടുത്താൽ എത്ര കിട്ടുക? 4a പ്ലസ് എത്രയാണ് കിട്ടുക? 2b. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. 1/2 ഈക്വൽ ടു 4a പ്ലസ് 2b. എക്സിന് നമ്മൾ കൊടുത്ത വാല്യൂ എത്രയാണ്? ഇനി നമ്മൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യബിൾ അല്ലേ? എഫ് ഡാഷ് എക്സ് എത്രയാണ് കിട്ടുക? 1/s സ്ക്വയർ എക്സ് ലെസ് ദാൻ -2. ഇത് എത്ര കിട്ടുക? 2ax -2 ലെസ് ദാൻ
is less than 2. ഇത് എത്ര മൈനസ് 1/a² is greater than 2. -2 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 1/4 is equal to -2 കൊടുത്താൽ -4a. Therefore a is equal to -1/16. അപ്പോൾ b എത്ര നോക്ക്? 1/2 equal to -4a is equal to 2b. 1/2 plus 4/16 is equal to 2b. ഇത് എത്ര മാറും? 4. അപ്പോൾ എത്ര കിട്ടുക? 3/4 is equal to 2b. Finally b is equal to 3/8. ക്ലിയറായല്ലോ? അപ്പോൾ എന്റെ വാല്യൂ കിട്ടി, ബിന്റെ വാല്യൂ കിട്ടി. കണ്ടുപിടിക്കേണ്ടത് 48 into a plus b ആണ്. എങ്ങനെ എഴുതാം? 48 into a എത്രയാ പറഞ്ഞു നോക്ക് മക്കളെ. എന്റെ വാല്യൂ തന്നിട്ടുണ്ട് -1/16 പ്ലസ് ബിന്റെ വാല്യൂ 3/8 ഉള്ളിലേക്ക് ഇട്ട് എത്ര കിട്ടുക? 48 വരും. -6 -3. 48 6 അല്ലേ വരിക? 18 അല്ലേ വരിക? -3 + 18 എത്രയാണ് കിട്ടുക മക്കളെ? 15 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഈസ്, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇഫ് x + 1 whole square plus y + 2 whole square is equal to r square and s square plus y square minus 4x minus 4y plus 4 is equal to 0 intersect എത്ര പോയിന്റ്സ് ആണ്? 2 distinct points. Find the range of r ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. intersect how many points? 2 distinct points. അപ്പോൾ 2 പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓർമ്മ ഉണ്ടോ? യെസ്, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സെൻറ്റർ ഇത് C1, ഇത് C2, ഇത് റേഡിയസ് R1, ഇത് റേഡിയസ് R2. എന്തൊക്കെയാണ് ആ തിയറി? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആ തിയറി ഒന്നതാണ്. ഇന്റർസെക്റ്റ് 2 പോയിന്റ്സ് ആണെങ്കിൽ മോഡ് R1 മൈനസ് R2 ലെസ് ദാൻ C1 C2 ലെസ് ദാൻ R1 പ്ലസ് R2. ഇങ്ങനെ വരുമ്പോൾ എത്ര കോമൺ ടാൻജൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? 2 distinct points. How many common tangents? 2 distinct common tangents. ഇനി നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ തിയറി മാറിയാം. ഇതാണെങ്കിലോ യെസ്, ഈ 2 സർക്കിളും ഡു നോട്ട് ഇന്റർസെക്റ്റ്. ഹൗ മെനി കോമൺ ടാൻജൻസ്? യെസ് 1. യെസ് 2 കോമൺ ടാൻജൻ. യെസ് next one is 3 common tangent. Next one is 4 common tangent. അപ്പം 2 സർക്കിൾ ഡു നോട്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. C1 C2 ഈസ് ഗ്രേറ്റർ ദാൻ R1 പ്ലസ് R2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ 2 കണ്ടീഷൻ മനസ്സിലായില്ലേ? അപ്പോൾ ഡു നോട്ട് ഇന്റർസെക്റ്റ് ഹൗ മെനി കോമൺ ടാൻജൻസ്? 4 കോമൺ ടാൻജൻസ്. C1 C2 ഗ്രേറ്റർ ദാൻ എന്താണ് വരിക? R1 പ്ലസ് R2. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അടുത്ത പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2 സർക്കിൾ ടച്ച് എന്താണ്? ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഞാൻ പറയുന്നത് എക്സ്റ്റേണലി 1 പോയിന്റ് ആണ്. 2 സർക്കിൾ തൊട്ടില്ല. യെസ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോൾ എത്ര കോമൺ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും നോക്കുക? 1. അടുത്ത വരിക? യെസ് 2. അടുത്ത വരിക? യെസ് 3. യെസ് 3 കോമൺ ടാൻജന്റ്. ഇവിടെ എക്സ്റ്റേണലി എന്താണ്? ടച്ച് ഓൺലി 1 പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് C1, ദിസ് പോയിന്റ് ഈസ് C2. ഇവിടെ പ്രത്യേകത ഉണ്ട്. സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിന് സെയിം ആയിരിക്കും? R1 പ്ലസ് R2. അപ്പം 3 കോമൺ ടാൻജൻറ്റ്. ഓക്കെ ആണല്ലോ? how many common tangents? 3 common തൊട്ടുമ്പോൾ 4 കോമൺ ടാൻജൻ്റ് ആണോ? ഏത്?
ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഇൻ ദീസ് കേസ് 3 കോമൺ ടാൻജൻറ്റ്. സംശയമൊന്നുമില്ലല്ലോ. ടച്ച് എക്സ്റ്റേണലി 1 പോയിന്റ്. ഇനി ശ്രദ്ധിക്കാം അടുത്തത്. നാലാമത്തൊരു കേസ് കൂടി പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചോളി. നാലാമത്തൊരു കേസ്, ഒരു സർക്കിള് ഇങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിലാണ് മറ്റൊരു സർക്കിളെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ C1, മറ്റേ സർക്കിൾ സെൻറ്റർ C2, ഒന്ന് നമ്മൾ റേഡിയസ് R2, ഒന്ന് നമ്മൾ എന്ത് ചെയ്താണ് റേഡിയസ് R1 എടുത്തു. സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും അല്ലേ, ഈക്വൽ ആയിരിക്കും ഇവിടെ. യെസ്, ഇവിടെ നോക്കി ചിത്രം വൃത്തിയിൽ വരയ്ക്കാം. സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? R2 മൈനസ് R1 മോഡ് R2 മൈനസ് R1. ഹൗ മെനി കോമൺ ടാൻജൻസ്? യെസ്, ഓൺലി 1 കോമൺ ടാൻജൻസ്. ഈ കേസിൽ നമുക്ക് ഒരു കോമൺ ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടീഷൻ മനസ്സിലാക്കുക. C1 C2 ഈക്വൽ ടു മോഡ് R2 മൈനസ് R1. സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കേസും എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കാം. അടുത്ത ദിവസം നമ്മൾ അതിനെ ബേസ് ചെയ്താണെങ്കിലോ ക്വസ്റ്റ്യൻ വരാം. യെസ്, ഇതൊരു സർക്കിള്, ഇതിനകത്ത് നമ്മൾ മറ്റൊരു സർക്കിൾ കൺസിഡർ ചെയ്തു. ഇവിടെയാണ് സെൻറ്റർ C1, ഇവിടെയാണ് സെൻറ്റർ C2 എങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ചെറുതാവാം അല്ലേ. കോൺസെൻട്രിക് സർക്കിൾ ആണെങ്കിലോ യെസ്, അപ്പോൾ നോ കോമൺ ടാൻജൻസ് C1 C2 ലെസ് ദാൻ മോഡ് R1 മൈനസ് R2. ഇൻ ദീസ് കേസ് എന്താണ് വരിക? യെസ്, നോ കോമൺ ടാൻജൻറ്റ്. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളിയും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എത്ര വരിക? -1 -2 റേഡിയസ് R. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എത്രയാണ് വരിക? 2,2 റേഡിയസ് √G² + S റേഡിയസ് 2. C1 C2 സെൻറ്ററുകൾ തമ്മിൽ ഡിസ്റ്റൻസ് 2 + 1 ഹോൾ സ്ക്വയർ + 2 - +2 ഹോൾ സ്ക്വയർ 9 + 16 5 കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ആണ്. മോഡ് എന്ത് ചെയ്താൽ നമുക്ക് R -2 ലെസ് ദാൻ 5 ലെസ് ദാൻ R + 2. ഒരു കേസ് 5R + 2. അപ്പോൾ എങ്ങനെ എഴുതാം? R + 2 ഗ്രേറ്റർ ദാൻ 5, R ഗ്രേറ്റർ ദാൻ 3 ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് മോഡ് R -2 അല്ലേ. -5 ലെസ് ദാൻ R -2 ലെസ് ദാൻ 5. അപ്പോൾ എത്ര വരും നോക്ക്. ഈ മൈനസ് പറയുമ്പോൾ -3 ലെസ് ദാൻ R ലെസ് ദാൻ എത്രയാണ് വരിക? 7, മാക്സിമം 7. അപ്പോൾ 3,7. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് R ഈസ് 3,7. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ബൗണ്ടഡ് ബൈ y² ഈക്വൽ ടു 4 × x - 2 ആൻഡ് y ഈസ് ഈക്വൽ ടു 2x - 8. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാരാണ് മക്കളെ? പരാബോള. y² ഈക്വൽ ടു 4 × x - 2. അപ്പോൾ വെർട്ടെക്സ് അല്ലേ, ഇത് നീങ്ങിയിട്ടില്ലേ? ഇവിടെ ഇരിക്കും പരാബോള വരിക. ക്ലിയർ? ഇനി നമ്മൾ ആ ലൈന് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ -8 കണ്ട ഈ ഒരു ഷേപ്പിലാണ് പോവാം. ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോളെ, ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? യെസ്, ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. y² ഈക്വൽ ടു 4ax, y ഇസ് ഈക്വൽ ടു mx + c എന്ന് പറയുന്ന ലൈനുമായിട്ടുണ്ടാക്കുന്ന ഏരിയ 8√a 3m³ a - mc all raised to 3/2. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇങ്ങനെയാണെങ്കിലോ s² ഈക്വൽ ടു 4ay, y ഇസ് ഈക്വൽ ടു mx + c, ഏരിയ ഇസ് ഈക്വൽ ടു 8√a / 3m³ a + c/m² all raised to 3/2. എല്ലാവരും ഈ രണ്ട് ഫോർമുലാസ് ഒന്ന് എഴുതി വെച്ചോളി. ആദ്യത്തേത് ഫസ്റ്റ് കേസ്, രണ്ടാമത്തത് സെക്കൻഡ് കേസ്. ഏരിയ ബിറ്റ്വീൻ പരാബോള
and line. Y square equal to 4ax. Y is equal to mx plus c. Area is 8 root a 3m cube minus m cube into a minus mc all raised to 3 by 2. That is s square 4ay. Y is equal to mx plus c. Area is equal to 8 root a by 3m cube into a plus c by m square all raised to 3 by 2. ക്ലിയർ ആയല്ലോ? രണ്ട് ഫോർമുലാസും എല്ലാവരും നോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നോക്കാം? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഈ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4a 4 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഞാൻ ഈ എക്സ് മൈനസ് 2ന് ക്യാപിറ്റൽ എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4x വരും. സംശയമൊന്നുമില്ലല്ലോ? അപ്പം ഈ y ഇസ് ഈക്വൽ ടു 2x മൈനസ് 8 അല്ലേ? അതെന്താവും നോക്ക്. y ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് 2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് പ്ലസ് 2 മൈനസ് 8. y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 4 മൈനസ് 8. അപ്പോൾ y എന്ന് പറയുന്ന ആരാ വരിക? 2x മൈനസ് 4. ഇതാണ് നമ്മൾ ലൈന്. അപ്പോൾ ഈ ഒരു പരാബോളയും ഈ ഒരു ലൈനും ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ, ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു 8. ഇവിടെ എ എത്രയാണ് മക്കളെ? 1 അല്ലേ? റൂട്ട് 1 3. എം എത്രയാണ് വരെ നോക്ക് മക്കളെ? 2 അല്ലേ? ഇത് എം ആണ്, ഇത് സി ആണ്. അപ്പോൾ എന്ത് എഴുതാം? 2 ക്യൂബ്. എ എന്ന് പറയുന്നത് എത്ര വരിക? 1 അല്ലേ? യെസ്. എം എത്ര വരിക? 2. എത്ര വരിക? മൈനസ് 4 ഓൾ റേസ് ടു 3 by 2. സംശയമൊന്നുമില്ലല്ലോ? 8 3 8. ഇത് എത്ര വരിക? 9 ഓൾ റേസ് ടു 3 by 2. ഈ ടേമും ക്യാൻസൽ ചെയ്തു. 1 by 3. 9ൻ്റെ റൂട്ട് എത്ര വരിക? 3. 3ൻ്റെ ക്യൂബ് എത്ര? 27. ദാറ്റ് ഈസ് 9 ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ? വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ക്ലിയർ? സ്റ്റുഡൻസ്, JEE മെയിൻ ജനുവരി 30 ഷിഫ്റ്റ് 2 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നത് നമ്മുടെ ബേസ് തിയറം. ബാഗ് എ കണ്ടെയ്ൻ 7 white balls 3 red balls. Bag B contain 3 white balls 2 red balls. A ball is chosen randomly and found to be red. Then find the probability that it is taken from bag A. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബേസ് ഇയറൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ബാഗ് 1ൽ 7 വൈറ്റ് ബോൾ 3 റെഡ് ബോൾ. ബാഗ് 2ൽ 3 വൈറ്റ് ബോൾ 2 റെഡ് ബോൾ. അപ്പോൾ നമുക്കറിയാം റെഡ് ബോൾ എടുത്തു കഴിഞ്ഞിട്ട് ബാഗ് 1 ആണ്, അതാണ് E1. അതുപോലെ E2 എങ്ങനെ എഴുതാം? P of E1 ഇൻറ്റു P of A given E1 divided by P of E1 ഇൻറ്റു A given E1 പ്ലസ് P of E2 ഇൻറ്റു A given E2. രണ്ട് ബാഗും ഈക്വലി ലൈക്ക്ലി ആണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്ര വരിക? 1/2. P of E1 1/2. P of E2 1/2. റെഡ് ബോൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ബാഗ് എന്നാണ് റെഡ് ബോൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര വരിക? 3/10. സെക്കൻഡ് ബാഗ് എന്നാണ് റെഡ് ബോൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 2/5. അപ്പോൾ നമുക്ക് എഴുതാം 1/2 ഇൻറ്റു 3/10 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 3/10 1/2 ഇൻറ്റു 2/5. 1/2 ക്യാൻസൽ ചെയ്യാം. 3/10 3/10. ഈ 2/5 എത്രയാണോ? 4/10. ദാറ്റ് ഈസ് 3/7. സിമ്പിൾ അല്ലേ? യെസ്. ഇനി മറ്റൊരു ചോദ്യം. ഗിവൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ ബി ഈസ് 2. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് എ 2. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് എ മൈനസ് ബി സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് എ മൈനസ് ബി സ്ക്വയർ എങ്ങനെ എഴുതാം? യെസ്, ബി ക്രോസ് എ സ്ക്വയർ മൈനസ് 2 ബി ക്രോസ് എ എന്താ വരിക? ഡോട്ട് ബി പ്ലസ്
മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ. ബി ക്രോസ് എ 2 2 സ്ക്വയർ. ഇത് ബി ക്രോസ് എ ബി എന്താ വരിക? 0 വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്ര വരിക? 2 സ്ക്വയർ അല്ലേ? അപ്പോൾ എത്ര കിട്ടും മക്കളെ? 4 + 4, ദാറ്റ് ഈസ് ആൻസർ ഈസ് 8. ക്ലിയർ? ഇനി അടുത്തത് ഡൊമൈൻ ആണ് ചോദിച്ചത് അല്ലേ? എഫ് ഓഫ് എക്സ് ലോഗ് 2x + 3 ഡിവൈഡ് ബൈ 4s² മൈനസ് എക്സ് മൈനസ് 3 പ്ലസ് കോസ് ഇൻവേഴ്സ് 2x + 1 ബൈ എക്സ് + 2. നമുക്കറിയാം ലോഗിൻ്റെ ഡൊമൈൻ എഴുതുമ്പോൾ വൈയിലെ ലോഗ് എക്സ് ആണെങ്കിൽ കണ്ടീഷൻ എന്താ പഠിച്ചത്? എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 2x + 3 ബൈ 4s² മൈനസ് എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0. 2x + 3 ബൈ ഇതിന് സ്പ്ലിറ്റ് ചെയ്യാം. 4s² മൈനസ് 4x പ്ലസ് 3x മൈനസ് 3. കാരണം 4 × -3 -12 ആണ് അല്ലേ? ഇൻറ്റു ചെയ്താൽ -12, ആഡ് ചെയ്താൽ -1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 2x + 3 ബൈ ഇതിൽ 4x ഈസ് ഔട്ട് സൈഡ് എക്സ് മൈനസ് 1, 3 ഈസ് ഔട്ട് സൈഡ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. 2x + 3 ബൈ 4x + 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഇൻ്റർവെൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ 1 അല്ലേ വരിക? ഒരു വാല്യൂ -3/4 ആണ്, ഒരു വാല്യൂ -3/2. 1ൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ -3/2 -3/4 യൂണിയൻ 1 ഇൻഫിനിറ്റി. ഇനി രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കാം. കോസ് ഇൻവേഴ്സിനുള്ളത്തെ വാല്യൂ -1 ലെസ് ദാൻ 2x + 1 ബൈ എക്സ് + 2 ലെസ് ദാൻ 1. ഇത് സോൾവ് ചെയ്യും അല്ലേ? 2x + 1 ബൈ എക്സ് + 2 -1 ലെസ് ദാൻ 0. 2x + 1 -x -2 നമുക്ക് വരാം എക്സ് + 2 ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ എക്സ് വരും -1 ബൈ എക്സ് + 2 ലെസ് ദാൻ 0. നമ്പറിലെ വരയ്ക്കുകയാണെങ്കിൽ ഒരു വാല്യൂ -2, ഒരു വാല്യൂ 1. 1ൻ്റെ മുകളിൽ പോസിറ്റീവാണ്, നെഗറ്റീവാണ്, പോസിറ്റീവാണ്. ഇവിടെ നമ്മളെ സൊല്യൂഷൻ എന്താ വരിക? യെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല അല്ലേ? യെസ്. അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് -2 ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1. ക്ലിയർ? ഒരു ഇനീക്വാലിറ്റി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ. ഏതാണ്? 2x + 1 ബൈ എക്സ് + 2 ഗ്രേറ്റർ ദാൻ -1. ക്ലിയർ? അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 2x + 1 ബൈ എക്സ് + 2 + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. യെസ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2x + 1 + എക്സ് + 2 ബൈ എക്സ് + 2 ഗ്രേറ്റർ ദാൻ 0. 3x + 3 ബൈ എക്സ് + 2 ഗ്രേറ്റർ ദാൻ 0. 2 പോയിൻ്റ് അല്ലേ വരിക? -2 -1. -1ന് മുകളിലാണ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക. ഇവിടെ സൊല്യൂഷൻ എത്ര വരുന്നത്? -2 to 1 ആണ് അല്ലേ? ഇതെത്ര വരുന്നത്? -2 to 1 to ഇൻഫിനിറ്റി അല്ലേ വരുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ -1 യെസ് -1 എത്ര വരും? നമുക്ക് 1 എടുക്കാം. ക്ലിയർ? ഇനി ഇതായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -3/2 -3/4 അല്ലേ? -1 ഇവിടെ വരുമല്ലോ. അപ്പോൾ ലാസ്റ്റ് വരിക -1. ഓക്കെ ക്ലിയർ? പിന്നെ എത്ര വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് 3/4 -3/4. ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. 5 ഇൻറ്റു -1 പ്ലസ് ആവില്ലേ 12 എത്ര വരും മക്കളെ? 12/4. അപ്പോൾ എത്ര വരും? -5. 12/4 എത്ര വരും? 3. ദാറ്റ് ഈസ് -2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഏത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? JEE റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് എഫ് ഓഫ് എക്സ് = x - 2 whole square, x - 3 whole cube and x belongs to 1, 4. m and m denote maximum and minimum value respectively. Then m minus m ആണ് ചോദിച്ചത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളേ. f' കാണണം. എങ്ങനെയാണ് f' വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 3 ഇൻറ്റു x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x - 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു x - 2. ഇതിൽ എന്ത് കോമൺ ആണ്? x - 2 കോമൺ ആണ്.
അതുപോലെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ കോമൺ ആണ്. ബാക്കി വരെ 3 ഇൻറ്റു ഒരു എക്സ് മൈനസ് 2, 2 ഇൻറ്റു ഒരു എക്സ് മൈനസ് 3 വരും. ഇനി നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇത് എത്ര വരിക? 3x മൈനസ് 6 പ്ലസ് 2x മൈനസ് 6. അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇതെത്ര വരും? 5x മൈനസ് 12 കിട്ടും. വേറെയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെ വരാം? ഒന്ന് 2 വരും, ഒന്ന് 3 വരും, ഒന്ന് 12/5 വരും. കൂടാതെ 1 ഉണ്ടല്ലോ. 2ഉം 3 കൊടുത്ത 0 ആണ്. അപ്പോൾ പിന്നെ കണ്ടുപിടിക്കേണ്ട എഫ് ഓഫ് 1 കാണുക, എഫ് ഓഫ് 4 കാണുക, എഫ് ഓഫ് 12/5 കാണാം. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ആണെന്ത്? അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും ചെറിയ വാല്യൂ ആണെന്ത്? അബ്സല്യൂട്ട് മിനിമം. എഫ് ഓഫ് 1 എത്ര വരിക? 1 മൈനസ് 2 ഹോൾ സ്ക്വയർ 1 മൈനസ് 3 ഹോൾ ക്യൂബ്. 1 മൈനസ് 2 എത്ര വരിക? മൈനസ് 2 1 ആണ്. 1 മൈനസ് 3 മൈനസ് 2 ക്യൂബ് എത്ര വരിക? മൈനസ് 8. അപ്പോൾ എത്ര നമുക്ക്? മൈനസ് 8. എഫ് ഓഫ് 4 എത്ര? 4 മൈനസ് 2 2 സ്ക്വയർ 4 ഇൻറ്റു അടുത്ത് 4 മൈനസ് എസ്. അപ്പോൾ അത് 4 കിട്ടി. ക്ലിയർ? അപ്പോൾ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം, മിനിമം വാല്യൂ എത്രയാണ് നമ്മൾ എഴുതുന്നത്? മൈനസ് 8 ആണ് അല്ലേ? അപ്പോൾ 4 + 8 12 ഈസ് ദ ആൻസർ. ക്ലിയറായല്ലോ? എഫ് ഓഫ് 12/5 കാണാം. നമ്മൾ ഏറ്റവും ചെറുതല്ല എടുക്കുന്നത് അല്ലേ? ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 3 ഇൻറ്റു അല്ലേ സൈൻ ഓഫ് എ പ്ലസ് ബി 4 ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി ആൻഡ് ഇഫ് ടാൻ എ ഈക്വൽ ടു കെ ടാൻ ബി ദെൻ ദ വാല്യൂ ഓഫ് കെ ആണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതെങ്ങനെ ചെയ്യാം? 3 ഇൻറ്റു സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ എ മൈനസ് ബി. സൈൻ എ പ്ലസ് ബി ബൈ സൈൻ എ മൈനസ് ബി 4/3. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഏത്? കോമ്പണൻ്റ് ഓഫ് ഡിവിഡൻറ്റ് അല്ലേ? ഇങ്ങനെ എഴുതാം. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ബൈ സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി 4 + 3 ബൈ 4 മൈനസ് 3. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്താ? 2 സൈൻ എ കോസ് ബി ബൈ 2 കോസ് എ സൈൻ ബി 7/1. 2 ക്യാൻസൽ. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ എ ഇൻറ്റു കോട്ട് ബി 7. ടാൻ എ ബൈ ടാൻ ബി ഈക്വൽ ടു 7. ടാൻ എ 7 ടാൻ ബി. അപ്പോൾ കെൻ്റെ വില എത്ര നോക്ക് മക്കളെ? 7. ക്ലിയറല്ലോ? എ സെറ്റ് ആർ 1 2 3 4 ഈസ് ഗിവൺ then find the number of symmetric relation which are not a reflexive relation. ഇവിടെ സെറ്റ് കണ്ടെയ്ൻ n എലമെൻറ്റ്സ് ആണെങ്കിൽ അതിന് ഫോർമുല ഉണ്ട്, ശ്രദ്ധിച്ചോളെ. നമ്പർ ഓഫ് സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലെക്സീവ് 2 raised to n ഇൻറ്റു n + 1/2 മൈനസ് 2 raised to n ഇൻറ്റു എന്താണ് വരിക? n മൈനസ് 1/2. അപ്പോൾ 2 raised to 4 ഇൻറ്റു 4 + 1/2 2 raised to 2 4 ഇൻറ്റു 3/2 വരും അല്ലേ? ഇതെത്ര വരും നോക്ക്? യെസ് 2. 2 raised to 10 മൈനസ് 2 raised to 6. 2 raised to 10 എത്ര? 1024 മൈനസ് 64. ആൻസർ ഈസ് 960. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ എ ഇ റൈസ് ടു എക്സ് പ്ലസ് ബി ഇ റൈസ് ടു എക്സ് പ്ലസ് സി എക്സ്. എഫ് ഓഫ് 0 - 1 എഫ് ഡാഷ് ഓഫ് ലോഗ് 2 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കാം. 0 to log 4 എഫ് ഓഫ് എക്സ് മൈനസ് സി അതും തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
0 to log 4 f of x a e raised to x plus b e raised to x plus cx minus cx dx. ഇത് ക്യാൻസൽ ചെയ്യല്ലോ. a e raised to x by 2 plus b e raised to x lower limit 0 log 4 that is 39 by 2. log 4 കൊടുത്താൽ a by 2 is outside. log 4 കൊടുത്താൽ e raised to log 4 ഈ 0 കൊടുത്താൽ എത്ര കിട്ടുക? e raised to 0 plus b into e raised to log 4 minus എത്ര e raised to 0 39 by 2. അപ്പോൾ a by 2 16 minus 1 plus b into 3 is equal to 39 by 2. That is a by 2 into 15 plus 3b is equal to 39 by 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലേ? a by 2 into 15 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15a പ്ലസ് 6b is equal to 39. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5a പ്ലസ് 2b is equal to 13. ഇതവിടെ വെക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ, എഫ് ഡാഷ് ഓഫ് ലോഗ് 2. അപ്പോൾ എഫ് ഡാഷ് എക്സ് എത്ര വരിക? എ ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 പ്ലസ് ബി ഇ റേസ് ടു എക്സ് പ്ലസ് സി. എഫ് ഡാഷ് ഓഫ് ലോഗ് 2 4 ആണ്. അപ്പോൾ എ ഇ റേസ് ടു ലോഗ് 2 പ്ലസ് അല്ലേ ഒരു 2 ഉണ്ട് പ്ലസ് ബി ഇ റേസ് ടു ലോഗ് 2 പ്ലസ് സി ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും. നോക്കാം എന്താണ് ആ ഇക്വേഷൻ വരിക. 2 log 2 log 4 വരിക 2 4 പ്ലസ് ഇ റേസ് ടു ലോഗ് 2b പ്ലസ് സി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 80a പ്ലസ് 2b പ്ലസ് സി ഈസ് ഈക്വൽ ടു 4 കിട്ടി. അടുത്ത ഇക്വേഷൻ. ഇനി എഫ് ഓഫ് 0 -1 അല്ലേ? അപ്പോൾ -1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1 ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോളി. എ പ്ലസ് ബി എത്ര തന്നിരിക്കുന്നത്? യെസ് -1 നമുക്ക് തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇതൊന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബീൻ്റെ വാല്യൂ എത്ര കിട്ടുക? -1 മൈനസ് 5 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു -1 മൈനസ് എ 13 5a minus 2 minus 2a is equal to 13. അപ്പോൾ എത്ര കിട്ടാം? 3a is equal to 15. എൻ്റെ വാല്യൂ 5 കിട്ടും. ക്ലിയർ? എ 5 കിട്ടിക്കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ എത്ര കിട്ടുക? -6 കിട്ടി. ബി നമുക്ക് -6 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീൻ്റെ വാല്യൂ ആണ്. സീൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ കൊടുത്താൽ പോരെ. എൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 40. നോക്കാം 40 പ്ലസ് ബീൻ്റെ വാല്യൂ വരുമ്പോൾ -12 പ്ലസ് സി ഈസ് ഈക്വൽ ടു 4. 40 - 12 എത്ര ഉണ്ടാവുക? 28 വരും പ്ലസ് സി ഈസ് ഈക്വൽ ടു 4. സീൻ്റെ വാല്യൂ -24. അപ്പോൾ എ എത്ര കിട്ടിയത്? 5 പ്ലസ് ബി -6 -24. അപ്പോൾ എത്ര കിട്ടും ലാസ്റ്റ് ആൻസർ? 25. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മളെ JEE മെയിൻസ് ഏതിൽ ഷിഫ്റ്റ് 2 ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന കുറേ ക്വസ്റ്റ്യൻസാണ്. കമ്പാരിറ്റീവ് എല്ലാ പാടുന്ന ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു. ഹായ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 4 ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എത്ര പെർസെൻറ്റേജ് ഓരോ ഭാഗത്തു നിന്ന് വരുന്നതിലൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എക്സാം ഇനി വരാനുള്ള ആളുകളോടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചു ആ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ എക്സാക്ട് ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിലല്ല, പകരം ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യേണ്ടത്. ഇനി അത് മാത്രമല്ല, ഈ അനാലിസിസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ പണ്ടേ പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അത് തന്നെ ഫോളോ ചെയ്യുക. ഇതിൻ്റെ ബേസിൽ നിങ്ങളെ മെത്തേഡിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താതിരിക്കുക, പകരം ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ആറ്റം ഇൻ സിൽവർ പ്ലേറ്റ്. അപ്പോൾ ഒരു സിൽവർ പ്ലേറ്റ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്,
തിക്നെസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വോളിയം 0.05നെ നമുക്ക് എന്ത് ചെയ്യാം, 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.025 കിട്ടും. ഇനി അടുത്തത് അങ്ങനെ വോളിയവും ഉണ്ട് ഡെൻസിറ്റിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പറയുമ്പോൾ നമുക്ക് മാസ് വേണം. മാസ് വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ നമ്പർ ഓഫ് ആറ്റംസ് പറയാറ്. അപ്പം മാസ് നോക്കുന്ന സമയത്ത് ഡെൻസിറ്റി 7.9 ആണ്. അതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ഇതിനെ 27 × 10⁻⁻⁴ എന്ന് പറയാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 197.5 ഈ റീജിയനിലൊരു വാല്യൂ കിട്ടും. ഇൻറ്റു 10⁻⁴ ഗ്രാം. ഇതാണ് നമ്മുടെ വാല്യൂ വരിക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം സിൽവർ ആറ്റം ആണ്. 108 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഉണ്ടാവും. 6.023 × 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഇനി നമ്മുടെ അടുത്ത് മാസ് ഇത്രയാണുള്ളത്. ഈ സിൽവർ പ്ലേറ്റിന്റെ മാസ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 197.5 × 10⁻⁻⁴ ഗ്രാമിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ 6.023 × 10⁻23 ചെയ്യും. ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 ഗ്രാം ആവും. ഇനി ഇതിലാണ് വേണ്ടത്. അപ്പോൾ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ 197.5 × 10⁻⁻⁴. അപ്പോൾ ഇവിടെ 10⁻⁻⁴ 23 വെട്ടിപ്പോവും. അപ്പോൾ 19 കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടില്ല, അവർക്ക് 19ലാണ് വാല്യൂ വേണ്ടത്. അപ്പോൾ നമുക്ക് 19 കിട്ടും. അപ്പോൾ 19 കിട്ടി. ഇനി 6.02 ഇതും ബാക്കിയുണ്ട്. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1100 റീജൻ വരും. 1100/108 ആണ്. അപ്പോൾ അത് ഏകദേശം 11 സംതിങ് വരും. അപ്പോൾ 11 × 10⁻19 ആയിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ നമ്മൾ പറയുമ്പോൾ 11 പറഞ്ഞാൽ മതി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ആ വാല്യൂസ് ഒക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാക്ട്ലി ഡെൻസിറ്റി 7.9 ആണോ തന്നത്, ഇതൊക്കെ തന്നെയാണോ തന്നത്, ഇനി ഇത് ന്യൂമറിക്കൽ ആണോ അല്ല ABCD ഓപ്ഷൻ ആണോ എന്നുള്ളത് അറിയില്ല. ABCD ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത അപ്രോക്സിമേറ്റ് മെത്തേഡിൽ മതി. ഇനി അതല്ല ന്യൂമറിക്കൽ ആണെങ്കിൽ നിങ്ങൾ വാല്യൂസ് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് എക്സാക്റ്റ് വാല്യൂ തന്നെ നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം. ശരി, അപ്പോൾ ഇതിൻ്റെ ആൻസർ 11 ആണ് വരിക. NIT ആകുമ്പോൾ ശ്രദ്ധിക്കുക. ABCD ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. അടുത്ത ബേസിക് കൺസെപ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മുന്നത്തെ ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് കൂടുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് വലിയ കുഴപ്പമില്ല. മൊളാരിറ്റിയാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ അറിയാലോ, W/ മോളിക്കുലാർ മാസ് × 1000/വോളിയം. വോളിയം തന്നിട്ടുണ്ട് 250. ഇത് 0.35 മോളാറാന്ന് പറഞ്ഞിട്ടുണ്ട്. 0.35 ആണ്. W ആണ് ചോദ്യം. വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. മോളിക്കുലാർ മാസ്, ഇയാളുടെ മോളിക്കുലാർ മാസ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ആളുകളുടെ വെയിറ്റ് ഏഡ് ചെയ്താൽ മതി. 82 വരും. അപ്പോൾ 1000/250. അപ്പോൾ ഇതിൽ W മാത്രമാണ് അറിയാത്തത്. W ആണ് ചോദിച്ചത്. അപ്പോൾ W കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതും ഈ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. കൺസെപ്റ്റിലാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2:1 ആണ് ഇവരുടെ റേഷ്യോ വരിക. അപ്പോൾ 2 ആൻസർ വരും. അടുത്തത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബേസിക് കൺസെപ്റ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ട്. ഫോർ ഹൈഡ്രജൻ ആറ്റം 3p and 3d ആർ ഡീജനറേറ്റ്. ഡീജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എനർജി ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഹാവ് സെയിം എനർജി. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 3p യും 3d യും ഹൈഡ്രജൻ ആറ്റത്തിന് സെയിം എനർജി ആണോ എന്നാണ്. ഹൈഡ്രജൻ ആറ്റത്തിന് ഇതൊക്കെ സെയിം ആണ്. ഹൈഡ്രജൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഹീലിയം മുതലുള്ള സിസ്റ്റങ്ങൾക്കാണ് എന്ത് 3p യും 3d ക്കും എനർജി ഡിഫറൻറ്റ് വരുന്നത്. അവിടെ നമ്മൾ N+L റൂളൊക്കെ വെച്ചിട്ടായിരുന്നു എനർജിയുടെ കാര്യങ്ങൾ പറയും. പക്ഷേ ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ ബേസ്ഡ് ഓൺ N ആണ്. N വാല്യൂ സെയിം ആണെങ്കിൽ അവർക്ക് സെയിം എനർജി ആയിരിക്കും. ഇപ്പോൾ 3p ക്കും 3d ക്കും N സെയിം ആണ്, 3 ആണ്. അപ്പോൾ അവർക്ക് എനർജി സെയിം ആയിരിക്കും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒന്നും ശരിയാണ്, 2ഉം ശരിയാണ്. ഇനി പീരിയോഡിസിറ്റിയിൽ വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ ഓഫ് അൺഅൺ എല്ലാം ഒന്നാണ്. എന്ന് പറയുമ്പോൾ 1, ഇവിടെ 1, ഇവിടെ 1. 111 ആണ്. ആറ്റോമിക് നമ്പർ 111 ഉള്ള ആളിൽ ഏത് ഗ്രൂപ്പിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ P ബ്ലോക്ക്, ഇത് D ബ്ലോക്ക്, പിന്നെ S ബ്ലോക്ക്, SDP. അപ്പോൾ P ബ്ലോക്കിൽ ഇവിടെ 118 എലമെന്റ്സ് വരെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതിയിട്ട് ആളുകളെ ഫില്ല് ചെയ്യാറുണ്ടായിരുന്നു. 118 വരെ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിന്റെ പേര് 18 ആണ്. 18th ഗ്രൂപ്പിൽ അവസാനത്തെ ആൾ വരുന്നത് 118 ആണ്. ഒരു സിമിലാരിറ്റി ഉണ്ട്. അത് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 13, ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 113 വരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് കൂടി ഒബ്സർവ് ചെയ്യാം.
അപ്പം അങ്ങനെയാണെങ്കിൽ 112 എവിടെ വരും? എന്താ ഇവിടെ വരും. 12ാമത്തെ ഗ്രൂപ്പിൽ 112 വരും. 11 എവിടെ വരും? ഇവിടെ വരും 111. അപ്പോൾ 11ാമത്തെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ആ പീരിയോഡിക് ടേബിളിൽ ടൈം സ്പെൻഡ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നോട്ട് ചെയ്യേണ്ടത് 18 ആകുമ്പോൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനും 118 ഇങ്ങനെ വരും. പിന്നെ അതേപോലെ ഇവിടെ 114 ആണെങ്കിൽ ഗ്രൂപ്പ് 14 ആയിരിക്കും, 115 ഗ്രൂപ്പ് 15. അങ്ങനെ ഒരു ട്രെൻഡ് കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് നോട്ട് ചെയ്തോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഫ്രം നൈട്രജൻ ടു ഫോസ്ഫറസ് കോവാലന്റ് റേഡിയസ് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി ബട്ട് കോവാലന്റ് റേഡിയസ് നൈട്രജൻ ഫോസ്ഫറസ് ഡയറക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ വലിയ ഇൻക്രീസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫിറ്റ് ചെയ്യുക, കോവാലന്റ് റേഡിയ ആൻഡ് അയണിക് റേഡിയ ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് വെൻ 2s and 2p ഓർബിറ്റൽസ് ആർ മിക്സ്ഡ്. 2s ഉം 2p ഓർബിറ്റൽസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പം എസും 3p ആണ് മിക്സ് ചെയ്യുന്നത്, 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. പക്ഷേ ഈ ചോദ്യം ചിലർ പറയുന്നുണ്ട് ഇത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ല ചോദിച്ചത്, മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ചോദിച്ചത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളെ NCERT ടെസ്റ്റിൽ ഇതേ രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് 4 പറഞ്ഞിട്ട് മൊത്തത്തിൽ 8 മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ ഡയഗ്രാം അവരെ വരച്ചതായിട്ട് കാണാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് അറിയില്ല, മോളിക്കുലാർ ഓർബിറ്റലാണോ ഹൈബ്രിഡ് ഓർബിറ്റലാണോ ചോദിച്ചറിയില്ല. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ആൻസർ പറയണം. അപ്പോൾ എക്സാക്ട് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് കിട്ടിയാൽ നമുക്കത് ബാക്കി പറയാൻ പറ്റുള്ളൂ. കെമിക്കൽ ബോണ്ടിങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. VSCPR എല്ലാവരും ചെയ്ത് ശീലിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. H2O ബെൻഡാണ്, ClF3 T ഷേപ്പാണ്, SF4 സീസോ ആണ്, BrF5 സ്ക്വയർ പിരമിഡലാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് സമയം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ആൻസർ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമുക്ക് ജനുവരി സെക്ഷൻ 1 നമ്മളോട് പറയുന്നത്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, NCERT നന്നായി വായിക്കുക. അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് അരമണിക്കൂർ കൊണ്ടൊക്കെ കെമിസ്ട്രി തീർക്കാം. അതാണ് നമുക്ക് സെക്ഷൻ 1 നിന്ന് മനസ്സിലാകുന്ന കാര്യം. വാട്ട് ഈസ് ദ ജോമെട്രി ഓഫ് അലൂമിനിയം ക്ലോറൈഡ്? നമ്മൾ നേരെ P ബ്ലോക്കിലേക്ക് വന്നു. ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഡയറക്റ്റ് NCERT തന്നെയാണ്. ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി NCERT പുറമെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇൻ ട്രൈവാലന്റ് സ്റ്റേറ്റ് ഇത് NCERTയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. കോവാലന്റ് ബോണ്ട്സ് ഒക്കെ ഹൈഡ്രോളിസിസ് ചെയ്യും. ട്രൈക്ലോറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഫോം ടെട്രാഹെഡ്രൽ. MOH4- സ്പീഷീസിനെ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. ഇനി അതാ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അലൂമിനിയം ക്ലോറൈഡ് തന്നെ, ചോദ്യം തന്നെ. അലൂമിനിയം ക്ലോറൈഡ് ഇൻ അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ. അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് അസിഡിക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ ആയിരിക്കും. അലൂമിനിയം ക്ലോറൈഡ് അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ വരുന്ന സമയത്ത് ഫോംസ് ഒക്ടാഹെഡൽ കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യും. AlH2O6 3+ അയോൺ. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT വായിച്ചാൽ കിട്ടുന്നതാണ് ഡയറക്റ്റ്. ഇനി ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ ശ്രദ്ധിക്കാം. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ദ കോയിഫിഷ്യൻസ് ഓഫ് ഓൾ ദ സ്പീഷീസ് ഇൻവോൾവ് ദ. എല്ലാവരുടെയും പറയണം. ഈ റിയാക്ഷൻസ് നടന്നതിൽ എല്ലാ കോയിഫിഷ്യൻറ്റും എന്ത് ചെയ്യണം? സം ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 5 പേരുണ്ട്, ഇവിടെ 1 2 4 പേര്. 4 + 5 9 ആണ്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല, ഈസിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ബോത്ത് ഡയാമാഗ്നറ്റിക് അയൺസ്? ഡയാമാഗ്നറ്റിക് അയൺസ് ആണ്, രണ്ടും ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം Na2+ ഒന്നും ഡയാമാഗ്നറ്റിക് അല്ല, അറിയാം. ഇയാള് ഇലക്ട്രോൺസ് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ആവില്ല. ഇവിടെ Cu+ എന്ന് പറയുമ്പോൾ D10 ആണ്, Zn2+ എന്ന് പറയുമ്പോഴും D10 ആണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് ആവും. അപ്പോൾ ഇത് ആൻസർ കിട്ടി, സി തന്നെ കിട്ടി. അപ്പോൾ Ce4+ ആവും, Pm3+ ആകില്ല. അപ്പോൾ ഓപ്ഷൻ സി വരും. അപ്പോൾ D ബ്ലോക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളെ അപമാനിച്ചു എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എന്താണ് മെറ്റൽസിൻ്റെയും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇത് കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. ഇതൊക്കെ കിട്ടിയാലേ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, DNF-ലെ ചില ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റുമോ, അല്ലെ കോർഡിനേഷനിലെ ചില ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും അങ്ങനെ ഏതെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ ഈ ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
പൊതുവെ അങ്ങനെയാണ് ആ ഭാഗങ്ങളൊക്കെ അവർ ചോദിക്കാറ്. ഇപ്പം അത് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയിട്ടില്ല. ചിലപ്പം നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ പറഞ്ഞ പോലെ നിങ്ങൾ ജനുവരിയിൽ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ആയി നിൽക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ഏപ്രിലിലും അഡ്വാൻസിലും നല്ല ക്വസ്റ്റ്യൻസ് കാണാം. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻസ് ഇത്രയും എളുപ്പമാകുന്നത്. അടുത്ത പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. എ മിക്സ്ചർ ഈസ് ഹീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് H2SO4. ഡൈല്യൂട്ട് H2SO4 ആയിട്ട് ഒരു മിക്സ്ചർ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സ്ചർ ആരാന്ന് നമുക്കറിയില്ല. ആൻഡ് ദ ലെഡ് അസിറ്റേറ്റ് പേപ്പർ ടേൺസ് ബ്ലാക്ക് ബൈ ദ ഇവോൾവ്ഡ് ഗ്യാസ്. അപ്പോൾ ലെഡ് അസിറ്റേറ്റ് പേപ്പറിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരണം. അതേപോലെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ബ്ലാക്ക് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ലെഡ് സൾഫൈഡിൻ്റെ കാര്യമാണ് പറയുന്നത് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരണം. കണക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ലെഡ് സൾഫൈഡ് അല്ലേ പറയുന്നത്, അങ്ങനെ ഓർമ്മ വരണം. അപ്പോൾ ഇത് സൾഫൈഡാണ്. എനിക്ക് തോന്നുന്നത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ട് ശരിയാണോ തെറ്റാണോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത്രയാണ് ഇനോർഗാനിക് കെമിസ്ട്രി വരുന്നത്. ഇനി നമുക്ക് ഫിസിക്കലിലേക്ക് പോവാം. അപ്പോൾ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ടഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇതൊരു ഏവറേജ് ക്വസ്റ്റ്യൻ ആണ്. ഏവറേജ് എന്നല്ല, വേണമെങ്കിൽ ഈസി എന്ന് പറയാം. ഒന്നുമില്ല, വർക്ക് ഡൺ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. PdV അല്ലെങ്കിൽ -PdV പറയും. അപ്പോൾ ഫിസിക്സുകാർക്കും ഇതേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ W = PdV ഓർ -PdV. അങ്ങനെ ആകുമ്പോൾ വിയും ഇവിടെ ഉണ്ട്, പ്രഷറും ഇവിടെ ഉണ്ട്. ഇത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാൻ ½ × BH ചെയ്താൽ മതി. അപ്പം ഇവിടെ എത്ര വരും? 20 ഡിഫറൻസ്. ഇവിടെയും എത്ര വരും? 20 ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 വരും. അപ്പോൾ ഇതിൽ യൂണിറ്റിൽ ശ്രദ്ധിക്കുക. യൂണിറ്റ് എന്തിൽ വേണം? ജൂളിൽ വേണം. അപ്പോൾ അത് ഇവിടെ 10⁻³ ആവും, ഇവിടെ 10⁻³ ആവും. അപ്പോൾ അത് ക്യാൻസലായി പോകും, പ്രശ്നമില്ല. അപ്പോൾ അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് അറിയെങ്കിൽ അങ്ങനെ കിട്ടും. ഇനി കെമിസ്ട്രിയിലെ പ്രകാരവും നിങ്ങൾക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റും. അടുത്തത് ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറച്ച് നന്നായി വരുന്നുണ്ട്. ആദ്യമൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇപ്പോൾ ഒക്കെ കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ KSP ഓഫ് ഈ കോമ്പൗണ്ട് ആണ്. അപ്പോൾ KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഈ തന്ന ആളുടെ കോൺസെൻട്രേഷൻ എഴുതണം. Mg2+ ഉണ്ട്, OH- 2 ഉള്ളതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ OH- സ്ക്വയർ വരുന്ന സമയത്ത് അവർ പ്രൊഡക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട് 1 × 10⁻⁻12. Mg2+ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻2 ആണ്. അപ്പോൾ OH- എത്ര വേണം എന്നുള്ളതാണ് ചോദ്യം. OH- എത്ര വേണം എന്നുള്ളത് അവരെന്ത് ചോദിച്ചു? pH, Hന്റെ ടേമിൽ ചോദിച്ചു. അപ്പോൾ OH- സ്ക്വയർ എന്ത് വരും? 10⁻12 വരും. അപ്പോൾ ഇതും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അവിടെ 10 വരും. അപ്പോൾ 10⁻10 ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ OH- എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OH- 10⁻5 വരും. ഇനി POH ഇതിൽ നിന്ന് ഈസിയാണ്, -log × 10⁻5. അപ്പോൾ ഇവിടെ നമുക്ക് 5 കിട്ടും. ഇവിടെ നിർത്തരുത്, ഇവിടെ നിർത്തിയാൽ പോയി. അവർ ചോദിച്ചത് pH ആണ്. അപ്പോൾ pH ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? pH തന്നെ പറയണം. ഇപ്പോൾ 14 - 5 9 ആൻസർ വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്താൽ കിട്ടേണ്ടതാണ്. പക്ഷേ ടഫൊന്നുമല്ല, നല്ല ക്വസ്റ്റ്യൻ ആണ്, ടഫല്ല. അടുത്ത വെൻ എ സ്മോൾ എമൗണ്ട് ഓഫ് നാഫ്തലിൻ ഈസ് ആഡഡ് ടു ബെൻസീൻ. ബെൻസീനിൽ നാഫ്തലിൻ ആഡ് ചെയ്തു. ഇപ്പോൾ പൊതുവെ സൊല്യൂട്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നോൺ വോളറ്റൈൽ ആണെങ്കിൽ അവരൊക്കെ എന്ത് സംഭവിക്കും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തരും. അപ്പോൾ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ആണ് ചോദിച്ചത്. ഫ്രീസിംഗ് പോയിന്റ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നാ പറയും. ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ ഇന്നലെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും എന്ത് ചെയ്തു? പിന്നെയും സാധാ നോർമൽ ലെവലിലേക്ക് തന്നെ പോയി. അടുത്ത കൈനറ്റിക്സ് ഇപ്പോൾ അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് നോക്കുന്ന സമയത്ത് കൈനറ്റിക്ലെസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഒരു കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, 10 സെക്കൻഡിലുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, പിന്നെ 20 സെക്കൻഡിലുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡിന്റെ ഗ്യാപ്പിൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ മാറിയത്. ചോദ്യം ഹാഫ് ലൈഫ് ആണ്. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അല്ലെങ്കിലും ഇവിടെ യൂണിറ്റും തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാവും. ഇനി ഹാഫ് ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ തുടങ്ങാം. ഹാഫ് ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് ഇതാണ്. അപ്പോൾ K തന്നിട്ടുണ്ടോ? ഇല്ല. K കാണാനാണ് ബാക്കിയുള്ള ഡാറ്റ തന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 0.693 ഡിവൈഡഡ് ബൈ K. Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.303 ലോഗ് സ്റ്റാർട്ടിങ്ങിൽ 0.04 വരും, പിന്നെ 0.03. അപ്പോൾ ഇത് ഇടയിൽ ഉള്ള ഗ്യാപ്പ് എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് T ഹാഫ് കിട്ടും. പിന്നെ ഇത് എളുപ്പമാണ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 × 4 മാറ്റാം. ×
-2. അപ്പോൾ ഇത് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം. അപ്പോൾ log 4 log 3ലേക്കൊക്കെ മാറ്റാം. അപ്പോൾ log 4ഉം log 3 ഒന്നും ബുദ്ധിമുട്ടല്ല, നമുക്ക് തന്നെ അത്യാവശ്യം അറിയുന്നതാണ്. പിന്നെ ഇവിടെയുള്ള ടേം വെട്ടിപ്പോവും. അങ്ങനെ ഫൈനലി ടി ഹാഫ് 25 സെക്കൻഡ് കിട്ടും. 25 സെക്കൻഡ് കുഴപ്പമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ലതാണ്. ആ ക്വസ്റ്റ്യൻ ന്യൂമറിക്കലാന്ന് തോന്നുന്നു, ന്യൂമറിക്കൽ ചോദിച്ചതായിരിക്കും, ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്ട്രക്ചർ ഫോർ ദ IUPAC നെയിം ഓഫ് 3-methyl pent-2-enal. 3-methyl ആയിരിക്കണം, pent-2-enal. ഈനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾഡിഹൈഡ് ആണ് എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ആൾഡിഹൈഡ് വന്നിട്ടുണ്ട്. ആൾഡിഹൈഡിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ വരണം. ആൾഡിഹൈഡിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ വരണം. അപ്പോൾ എല്ലാവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല. ഇനി ഇവിടെ 1 2 3 ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ശരി, മൂന്നാമത്തെ പൊസിഷനിൽ എല്ലാവരുടെയും വരുന്നുണ്ട്. അപ്പോൾ ABC ആകാം. അടുത്തത് pent-2 ആൾഡിഹൈഡ് കഴിഞ്ഞിട്ട് ഇതാണ് ആൾഡിഹൈഡിനാണ് ഒന്നാമത്തെ നമ്പർ വരിക, ഇത് 2. അവിടെ ശരിയാണ്. ഇവിടെ 1 കഴിഞ്ഞിട്ട് ഇവിടെയാണ് വരുന്നത്, ഇവിടെ പറ്റില്ല. ഇവിടെ 1 കഴിഞ്ഞിട്ട് ഇവിടെ 3ലാണ് വരുന്നത്, ഇതും പറ്റില്ല. ഇനി ബാക്കി കംപ്ലീറ്റ് കറക്റ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 അപ്പോൾ pent-2-enal അതേപോലെ 3-methyl ആണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി വരും. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് നോക്കിയിട്ട് പറയാം. അപ്പോൾ NCERT പ്രകാരം നമ്മുടെ ബോർഡ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ എഴുതി കൊടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻട്രൻസ് ആകുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതുപോലെ ജസ്റ്റ് നോക്കിയാൽ മതി, ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. അടുത്തത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ GOC തന്നെയാണ് വരുന്നത്. പക്ഷെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആയിട്ടും പറയാം, ആ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ GOC തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്. മോസ്റ്റ് സ്റ്റേബിൾ ആരാണെന്നാണ് ചോദ്യം. ഇപ്പൊ പണ്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ ഇതിലാരാണ് അരോമാറ്റിക് എന്നായിരുന്നു ചോദിക്കാറ്. അരോമാറ്റിക് ആരാന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പൊ മോസ്റ്റ് സ്റ്റേബിൾ ആരാണെന്നുള്ള ചോദ്യത്തിലേക്ക് മാറ്റി. അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇയാളാണ് അരോമാറ്റിക് എന്ന് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവരൊന്നും അരോമാറ്റിക് അല്ല, വേറെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതാണ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് സ്റ്റേബിൾ ഏതാ, മോസ്റ്റ് അരോമാറ്റിക് ഏതാ, രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി വരും. ഇനി അടുത്തത് ഹൈഡ്രോ കാർബണിലെ ക്വസ്റ്റ്യൻ. ഇപ്പൊ GOC കഴിഞ്ഞു, നേരെ ഹൈഡ്രോ കാർബണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആര് തന്നിട്ടുണ്ട്? ആൽക്കൈനെ തന്നിട്ടുണ്ട്. ആൽക്കൈൻ എന്തോ സംഭവിച്ച് A എന്ന് പറയുന്ന കോമ്പൗണ്ട് ആകുന്നു. ഇനി ഇയാൾ എന്ത് ചെയ്യാണ്? വേറെന്തോ ആളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുക. അപ്പൊ ഇവിടം വരെ നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലെ കോമ്പൗണ്ട് തന്നെയാണ്. H ഇല്ല, H പോയിട്ടുണ്ട്, അതാണ് ഒരു വ്യത്യാസം. പിന്നെ ഇങ്ങനെ ഒരാളുമായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പൊ ശരി, ഒന്നാമത്തെ പ്രോസസ്സിൽ സംഭവിച്ചത് ഇവിടുത്തെ H പോയിട്ടുണ്ട്. ഇവിടുത്തെ H പോകാൻ, ഇവിടെയുള്ള H കളയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള Hനെ കളയാൻ വേണ്ടിയിട്ടുള്ള റിയേജന്റ് ആരാണ് എന്നുള്ളതായിരിക്കാം ചോദ്യം. A and B. റിയേജന്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. ഇവിടുന്ന് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ H പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ H എങ്ങനെയാ പോവുക? നമ്മളൊരു ബേസിനെ കൊണ്ട് വരിക. അപ്പൊ CH3 C ട്രിപ്പിൾ ബോണ്ട് CH, ഇവിടെ ഒരു ബേസ് വരുന്ന സമയത്ത് ഇവിടുത്തെ H പോവും, ഇവിടെ മൈനസ് ആവും. ഈ മൈനസിനെ നമ്മൾ മൈനസ് ആയിട്ട് കാണിക്കുന്നതിന് പകരം അവിടെ Na+നെ കാണിക്കും. ഇപ്പൊ രണ്ട് രീതിയിലും കാണിക്കും. അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ആകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടിലും കുഴപ്പമില്ല. അപ്പോൾ A എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണ്. ഇനി നമുക്ക് ഇയാളെ കിട്ടണമെങ്കിൽ ഈ കഷ്ണം ഓക്കെയാണ്. ഇയാളെ കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഈ റിയാക്ടന്റ് ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇയാൾ പോയിട്ട് ഇതുള്ള ഒരു സിസ്റ്റത്തിനോട് റിയാക്ട് ചെയ്യണം. അപ്പോൾ CH2 CH2 CH3, അവിടെ ഒരു Cl ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് കാർബൺ മൈനസ് വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും, ഇവിടുത്തെ Cl പോകും. അപ്പോൾ ഇതായിരിക്കും കോമ്പൗണ്ട് CH3 CH2 CH2 Cl. ഇവിടെ മുകളിൽ തന്നെ എക്സാമിൻ്റെ പ്രശ്നം, അവിടെ 2 കാർബണേ ഉള്ളൂ, പക്ഷെ നമുക്ക് സൊല്യൂഷനിൽ 3 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് ഈ മൈനസും കണക്ട് ആവും, NaCl സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നല്ലതാണ്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷെ എളുപ്പമാണ്. അടുത്തത് അല്ലൈലിക് ഹാലജൻ. ഇത് കഴിഞ്ഞ തവണ നീറ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ അല്ലൈലിക് ആരാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളത് വലിയ സ്ട്രെസ് ചെയ്തിട്ട് വലിയ സംഭവമാക്കി പറയാൻ മാത്രമൊന്നുമില്ല. 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ ഇതുപോലെ ഡബിൾ ബോണ്ട് വരിക, എന്നിട്ട് മൂന്നാമത്തെ പൊസിഷനിൽ ഹാലജൻ വരുമ്പോൾ നമ്മൾ അതിനെ അല്ലൈലിക് ഹാലജൻ എന്ന് പറയും. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റോസൻമുണ്ട് റിയാക്ഷൻ.
അപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ വരുന്ന സമയത്തുള്ളതാണ് റോസൻമണ്ട് റിയാക്ഷൻ. അപ്പോൾ ഇയാൾ മാറിയിട്ട് ആൽഡിഹൈഡായിട്ട് മാറും. ഇതാണ് റിയേജൻറ്റ് ഓർ കാറ്റലിസ്റ്റ്. അടുത്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുഴപ്പമില്ലാത്ത ഏവറേജ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ Mgനെ കൊണ്ടുവരികയാണ്. MG ഡ്രൈ ഈതറിലാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് MG ഇവിടെ വരും, Br പുറത്താവും. Brൻ്റെയും കാർബണിൻ്റെ ഇടയിൽ ആര് വന്ന് നിൽക്കും? മഗ്നീഷ്യം വന്ന് നിൽക്കും. അടുത്തത് Mg വന്നതിന് ശേഷം ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ നെഗറ്റീവ് ചാർജ് വന്നിട്ട് CO2നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ CO2നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഡയറക്റ്റ് ആണ്, CO ഇവിടെ O മൈനസ് ആകും. പക്ഷെ ഇവിടെ H+നെ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് COH ആവും. അടുത്തത് NH3 ആണ്. NH3 വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ഇവിടുത്തെ OH പോവും, ഇവിടെ NH2 വരും. അമൈഡിനെ കിട്ടി. അടുത്തത് Br2KOH ആണ്. Br2KOH ആണ്. Br2KOH എന്ന് പറയുന്ന സമയത്ത് അറിയാം ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അമൈഡ് മാറിയിട്ട് അമീനാവും. അപ്പോൾ അമൈഡ് മാറിയിട്ട് അമീനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ CONH2 അമീൻ. അപ്പോൾ ഇങ്ങനെ ജനറൽ ജസ്റ്റ് നോക്കിയിട്ട് ആൻസർ പറയാനുള്ളതായിട്ട് ശീലിക്കുക. അതിന് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതിൻ്റെ പ്രാക്ടീസുമാണ്. അടുത്തത് അമീൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൽഡിഹൈഡ്സ് കഴിഞ്ഞു, ഇനി നേരെ അമീൻസ് വരുന്ന സമയത്ത് അമീൻസ് നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൈസോണിയം സാൾട്ട്. അപ്പോൾ NH2 N2+Cl- ആകണം, ഏത് റിയേജന്റിനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ NaNO2 HCl ഉപയോഗിച്ച് കഴിഞ്ഞാലും എന്ത് വരും? HNO2 വരും. അല്ലാതെ ഇത് HNO2 അല്ല, HNO3 ആണ്. HNO2 ആണെങ്കിലും പറ്റും, NaNO2 HCl ആണെങ്കിലും പറ്റും. അപ്പോൾ ഓപ്ഷൻ B ഓർ D വരും. ഇനി അടുത്തത് കപ്ലിംഗ് ആണ്. സാധാരണ ഈ അസൈഡുകൾ വന്നു കഴിഞ്ഞാൽ N2+ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരവിടെ നിന്ന് അങ്ങ് പോകും, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് പോകും. അങ്ങനെയാണ് നമ്മൾ സാൻമേ റിയാക്ഷൻ, ഗെറ്റർമാൻ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? കപ്ലിംഗ് നടക്കും, അവർ പോകൂല. അപ്പം അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് ഡൈകൾ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കളർ വെച്ചിട്ട് പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളിൽ ഡയറക്റ്റ് ആയിരിക്കും, ചില സമയത്ത് ഡയറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഫിനോളും അനിലിനും ആണെങ്കിൽ NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കപ്ലിംഗ് റിയാക്ഷൻസ് NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ചില ആളുകൾ പറയുന്നുണ്ട് ഫിനോൾ അല്ല, നാഫ്തോളാണ് ചോദിച്ചത്, ബീറ്റ നാഫ്തോൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ നാഫ്തോൾ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റേഷൻ ആണ്, ഓറഞ്ച് റെഡ് ഡൈ ആയിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ ആയാലും അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രീവിയസ് JEEയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് ഒന്നെങ്കിൽ എന്ത് വേണം? NCERT നന്നായി വായിച്ച് JEEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ള ഒരു എന്ത് വേണം? ഒരു ഐഡിയ വേണം. അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മാക്സിമം അതായത് കംപ്ലീറ്റ് പഠിച്ച് NCERT കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഇപ്പം NCERT കംപ്ലീറ്റ് പഠിക്കുക എന്നതിലും എളുപ്പം ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് NCERTയുടെ ഭാഗങ്ങൾ ഇന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആ രീതിയിലൊക്കെ നോക്കി വെച്ച് പഠിക്കുന്നതാണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഗീവ് ഫെയിലിംഗ് ടെസ്റ്റ്. ഫെയിലിംഗ് ടെസ്റ്റ് തരാത്തത് ആരാണ്? അപ്പോൾ നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാകും, റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ റെഡ്യൂസിങ് ഷുഗറുകൾ എന്ത് തരും? ഫെയിലിംഗ് ടെസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യും. നോൺ റെഡ്യൂസിങ് ഷുഗറുകൾ തരൂല. അപ്പോൾ ഇവിടെ സൂക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ അവിടെ ഫ്രക്ടോസ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് സംശയം വന്നേനെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്നേനെ. അപ്പോൾ അതിനൊന്നും ഇവർ നിന്നിട്ടില്ല. ഇവർക്ക് തോന്നുന്നത് അവരുടെ ഒരു താല്പര്യം ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഇന്ന ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് അവർ ഇതുവരെ ചോദിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ 26 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി ഇതിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഒന്ന് ക്രോമറ്റോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്രോമറ്റോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചത് RFൻ്റെ കേസാണ്. RF. അപ്പോൾ നമ്മൾ സോൾവെൻ്റ് എത്ര മൂവ് ചെയ്തു നോക്കും. ഇപ്പോൾ സോൾവെൻ്റ് ഒരു സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു, പിന്നെ 1 സെൻറ്റിമീറ്റർ സോൾവെൻ്റ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ സോൾവെൻ്റ് മൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിലൊരു കമ്പോണൻറ്റ് ഒരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ RF എത്രയാണെന്ന് ചോദിക്കും. ഇപ്പം നമ്മളൊന്നുമില്ല, 3/5 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രോമറ്റോഗ്രാഫിയിൽ. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് എക്സാക്ട്ലി അറിയില്ല. അടുത്തത് ഇറ്റാഡ് റിയാക്ഷനിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റാഡ് റിയാക്ഷൻ ഓർമ്മയില്ലേ? ടൊളുവീൻ എന്താക്കി മാറ്റുന്നതാണ്? ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ്. ഇവിടുത്തെ റിയേജൻ്റ് ആണ് ചോദിച്ചത്.
അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 28 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് മിസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നായിരിക്കും, അടുത്തത് എവിടെ നിന്നാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി എക്സാം പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ ക്രോമറ്റോഗ്രഫി ആണ്, ക്രോമറ്റോഗ്രഫി ഒന്ന് ആ ഏരിയ ഒക്കെ ഒന്ന് മൊത്തം വായിച്ചു നോക്കുക. അതായത് വായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇനി ഇറ്റാഡ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ എന്തായിരുന്നു പറഞ്ഞത്, ഇനി റോസൻ മുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ റിയേജൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അടുത്ത റോസൻ മുണ്ടിലെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ റിയേജൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള നമ്മൾ ഒരു പ്രഡിക്ഷൻ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതിൽ നിങ്ങൾ NCERT ഉപയോഗിക്കുക. NCERTയുടെ ബേസിൽ ഒരു 75% ടൈം കൊടുക്കുക. പിന്നെ പ്രീവിയസ് JEE ഉണ്ടെങ്കിൽ പ്രീവിയസ് JEEയുടെ കാര്യങ്ങൾ കൂടി നോക്കുക. ഇതേപോലെ നമുക്ക് ഇനി ഷിഫ്റ്റ് 2യുടെ കാര്യങ്ങൾ കൂടി പറയാം. അങ്ങനെ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. സെക്കൻഡ് ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സെയിം അത്യാവശ്യം ഷിഫ്റ്റ് 1 പോലെ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്വസ്റ്റ്യൻസിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷെ ടഫല്ല. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ടഫല്ല. അപ്പോൾ ഈ സൊല്യൂട്ട് C ഈസ് ഏഡഡ് ബേസിക് കൺഫ്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി സൊല്യൂഷനിൽ 2 പേരുണ്ട്, Aയും Bയും ഉണ്ട്. ഇനി ഒരാളെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാളെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്പർ ഓഫ് മോൾസ് കൂടും. ഇനി അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പറഞ്ഞാൽ മതി. അപ്പോൾ ആരുടേതാണോ ചോദിച്ചത് ഡിവൈഡഡ് ബൈ N ടോട്ടലാണ്. അപ്പോൾ N ടോട്ടൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി Aയും Bയും അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ Cനെ കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ അതാണ് N ടോട്ടൽ വരിക. Cയുടെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ NC ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സ്പട്ടർ ലൈൻസ് ഒബ്റ്റൈൻഡ് വെൻ എൻ ഇലക്ട്രോൺ ഇൻ HE പ്ലസ് ഹീലെത്തുന്നതാണ്, ജംബിയാണ്. N = 5 to N = 1. അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി, ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. N × N-1/2. അപ്പോൾ 5 × 4/2 വരും. അപ്പോൾ അത് 10 വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റിന് മാത്രമാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുക. എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഇക്വേഷൻ ആയിരുന്നു പറയാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണോ ചോദിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് ആൻസർ പറയാവുള്ളൂ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്? ഇതിൽ ആർക്കാണ് സ്ക്വയർ പിരമിഡൽ? നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഈ BRF5 കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആളുകൾക്ക് അറിയാവുന്നതാണ്. BRF5 സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ്. അതായത് ഒരു ലോൺ പെയർ അവിടെ ഉണ്ട്, അപ്പോൾ സ്ക്വയർ പിരമിഡലാണ്. BR 4 ഭാഗത്തും F വരും. ഇവിടെ F, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് എന്ന് വിളിക്കുക. അടുത്തത് പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ. അതിന് മുന്നേ സ്ട്രക്ചർ ഓഫ് ആറ്റം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ആറ്റം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. L = NH/2π. എക്സാക്ട് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അപ്പോൾ ഇവിടെ N എന്താണ് എന്നുള്ള നിലക്കാണ് ചോദ്യം. എനിക്ക് തോന്നുന്നത് 3rd ഓർബിറ്റലിന്റെ തെങ്ങാനും ആംഗുലാർ മൊമെന്റം ചോദിച്ചിട്ട് അവിടെ N വാല്യൂ എന്തായിരിക്കുന്നോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ അല്ല. അപ്പോൾ അവിടെ ആംഗുലാർ മൊമെന്റത്തിന് L = NH/2π എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. അവിടെ N മാറുന്ന അനുസരിച്ചിട്ട് N 1 2 3 4 ആണ് വരിക. അങ്ങനെ 1 2 3 4 വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആംഗുലാർ മൊമെന്റം വാല്യൂ മാറും. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിലെ എന്തോ ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്, എക്സാക്ട്ലി ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പറ്റുന്നുണ്ട്. അടുത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ശരിയാണ്, അറിയാവുന്ന കാര്യമാണ്. ഡൈപോൾ മൊമെന്റ് ഓഫ് NF3 ഗ്രേറ്റർ ദാൻ NH3 അത് തെറ്റാണ്. ഇത് നമ്മൾ കാര്യമായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ള നിലക്ക് പഠിച്ചു വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഡൈപോൾ മൊമെന്റ് ഇഫ് ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ ഇങ്ങോട്ട് കാണിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. ഒരാൾ അങ്ങോട്ടും പോകുന്നു, കുറച്ച് ആളുകൾ ഇങ്ങോട്ടും വലിക്കാണ്. അപ്പോൾ എഫക്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ കമ്പവലിയിൽ അപ്പുറത്തെ സൈഡിലും ആൾ ഇപ്പുറത്തെ സൈഡ്, അപ്പോൾ അത് മൂവ് ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതുപോലെ കുറഞ്ഞു പോകും. ഇനി എല്ലാവരും ഒരേ സൈഡിലേക്കാണ് വലിക്കുന്നതെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മരമൊക്കെ വെട്ടുന്ന സമയത്ത് എല്ലാവരും ഒരേ സൈഡിലല്ലേ വലിക്കുക, അപ്പോൾ അത് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇനി ഇവിടെ NH3യുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മരം വെട്ടൽ അല്ലെങ്കിൽ വണ്ടി തള്ളൽ അതൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ടേക്ക് പോകും. എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് പോകും, ഇതും ഒരേ ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പോൾ ഡൈപോൾ മൊമെന്റ് കൂടുതൽ NH3 ആയിരിക്കും ഡൈപോൾ മൊമെന്റ്. ഇവിടെ കുറവ് എന്നാണ് പറഞ്ഞത്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ലോൺ പെയർ ഓഫ് ഡൈപോൾ ഇൻ NH3 ഈസ് നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ബോണ്ട് ഡൈപോൾ.
നമ്മൾ പറഞ്ഞത് ആണ് എന്നാണ് പറഞ്ഞത്, അവർ പറയുന്നത് അല്ല എന്നാണ്. അപ്പോൾ അതും തെറ്റാണ്. പിന്നെ ബാക്കി NF3യുടെ കേസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ രണ്ടും തെറ്റാണ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1, H2TE ഈസ് മോർ അസിഡിക് ദാൻ H2S. H2TE മോർ അസിഡിക് ദാൻ H2S. ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിറ്റി കൂടുന്നറിയാം, എക്സെപ്റ്റ് വാട്ടർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അസിഡിറ്റി കൂടും. അവിടെ വാട്ടറിനെ പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് കൂടി എക്സ്ട്രാ പറഞ്ഞിട്ട് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിറ്റി കൂടും അങ്ങനെ പറയും. പക്ഷേ എക്സ്പ്ലനേഷനിൽ നമ്മൾ വാട്ടറിനെ പറയുമ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കൺസെപ്റ്റ് കൂടി എക്സ്ട്രാ പറയുമായിരുന്നു. ഇനി ഇവിടെ ഇയാൾ നല്ല അസിഡിക് ആണെങ്കിൽ ഇയാളുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉറപ്പായിട്ടും കുറവായിരിക്കും. നല്ല ആസിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് H+നെ വിട്ടു കൊടുക്കണ്ടേ. അങ്ങനെ പെട്ടെന്ന് H+നെ വിട്ടു കൊടുക്കണമെങ്കിൽ ഇവർ ബോണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ വീക്ക് ബോണ്ട് ആയിരിക്കണം. അപ്പോൾ അത് തല തിരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 1 ശരിയാണ്, 2 തെറ്റാണ്. H2T ഈസ് മോർ അസിഡിക് ദാൻ H2S ശരിയാണ്. പക്ഷേ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലാണെന്ന് പറഞ്ഞത് തെറ്റാണ്. അടുത്ത KMnO4 ഈസ് കളേർഡ് ഡ്യൂ ടു എന്നാണ്. ഇപ്പോൾ KMnO4 +7 ആണ്. +7 എന്ന് പറയുന്ന സമയത്ത് D0 ആണ്. DD ട്രാൻസിഷൻ നടത്താൻ അവിടെ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ കളർലെസ് ആണ്. പക്ഷേ KMnO4നെ നമ്മൾ കളേർഡ് ആയിട്ടാണ് പറയുകയും ചെയ്യുക. അപ്പോൾ അക്കോർഡിംഗ് ടു DD ട്രാൻസിഷൻ കളർലെസ് ആണ്. പക്ഷേ KMnO4 കളേർഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ പറയും ചാർജ് ട്രാൻസ്ഫർ. പക്ഷേ ഇവിടെ 2 ചാർജ് ട്രാൻസ്ഫർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏത് ചാർജ് ട്രാൻസ്ഫർ വരും? ലിഗൻഡ് ടു മെറ്റൽ ആണോ, മെറ്റൽ ടു ലിഗൻഡ് ആണ്? അപ്പോൾ മെറ്റലിന് ചാർജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കെ നടത്തണമെങ്കിൽ അവിടെ എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ലല്ലോ, D0 അല്ലേ. അപ്പോൾ മെറ്റൽ ടു ലിഗൻഡ് ചാർജ് ട്രാൻസ്ഫർ അല്ല, എന്തായിരിക്കും? ലിഗൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് BrO4 ഇങ്ങനെ 3 കോമ്പൗണ്ട്സിനെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഓക്സിഡൈസിങ് പവർ ആണ് ചോദിച്ചത്. പക്ഷെ അവർ ഇങ്ങനെ ഒരു ഡാറ്റ കൂടി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡാറ്റ തന്നിട്ടുണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അവർ പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിന് BrO4 മൈനസിനാണ് കൂടുതൽ എന്നാണ്. പിന്നെ IOO4 മൈനസിനാണ്. പിന്നെ ClO4 മൈനസിനാണ്. ഇനി ഈ ഓക്സിഡൈസിങ് പവറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ എന്താ ബന്ധം എന്നാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്ന സമയത്ത് ഓക്സിഡൈസിങ് പവർ കൂടും. അപ്പോൾ ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് അവർക്കായിരിക്കും ഓക്സിഡൈസിങ് പവർ കൂടുതൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷണൽ ടു ഓക്സിഡൈസിങ് പവർ. അപ്പോൾ ഓപ്ഷൻ ബി തന്നെ വരും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. അടുത്ത പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലേക്ക് വന്നു. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് അറിയാം. NCERT നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ക്രോമൈൽ ക്ലോറൈഡ് ഉണ്ട്, NaOH ബേസിക് കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Na2CrO4 കിട്ടും. അപ്പോൾ Na2CrO4 കിട്ടി. ഇനി അതിലേക്ക് ഓപ്ഷൻ എയിലേക്ക് H2SO4ഉം H2O2 ഓക്സിഡേഷൻ ആണ്. H2O2 ഓക്സിഡേഷൻ നടത്തുകയാണ്. അസിഡിഫിക്കേഷൻ നടത്തി ഓക്സിഡേഷൻ ചെയ്യുന്ന സമയത്ത് CrO4 2- ആണ്. അതെന്ത് ചെയ്യും? ഓക്സിഡേഷൻ നടന്ന CrO5 ആവും. അപ്പോൾ ഓപ്ഷൻ എ വരും. ഇത് O കുറയുന്നതാണ്, O കുറയുന്നതല്ല, O കൂടുന്നതായിരിക്കും. ആൻസർ CrO5 വരും. അടുത്ത വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് Mn2CO10? Mn2CO10ൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ്. ഇതാണ് Mn2CO10. ഇത് നമ്മൾ വേറെ ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഈ ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൽ. അപ്പോൾ ആ ചിത്രം കണ്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവിടെ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചിത്രം കാണിച്ചത്. പക്ഷേ ഇത് ഇപ്പോൾ വേറെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ Mn2CO10ൽ നമുക്കറിയാം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ MN ബോണ്ട് ഉണ്ട്. ഇപ്പോൾ ഇത് തെറ്റാണ്, ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇവിടെ ഒരു 5 CO5 ഉണ്ട്, ഇവിടെയും 5 CO ഉണ്ട്. 5 CO ഉണ്ട്, അപ്പോൾ CO5 ആണ്. ഇവിടെയും 5 CO ഉണ്ട്, അപ്പോൾ CO5 ആണ്. ഇനി പറയുന്നത് ഈ പാർട്ട് കഴിഞ്ഞു, അവിടെ ബ്രിഡ്ജിങ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ CO5 ഉണ്ട്. അപ്പോൾ 5 പേരുണ്ടാകുന്ന സമയത്ത് അവരുടെ ജോമെട്രി ഒരിക്കലും സ്ക്വയർ പ്ലാനർ ആകൂല, ടെട്രാഹെഡ്രൽ ആകൂല. 5 വരുന്ന ആൾ എന്തായിരിക്കണം? അപ്പോൾ ഓപ്ഷനിൽ സ്ക്വയർ പിരമിഡലേ തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം. അല്ലെങ്കിലും നമുക്കത് അറിയാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒക്ടാഹെഡ്രലാണ്. ഇനി 5ൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 5 CO എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ പിരമിഡൽ എന്ന് പറയാം. അടുത്തത് തെർമോഡൈനാമിക്സ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തെർമോഡൈനാമിക്സ് ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇവിടെ ഇതാണ് ഇയാളുടെ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് ചോദിച്ചത്. അപ്പം നമുക്കിത് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കാർബൺ കിട്ടാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താവും? -330 ആവും. ഇനി തന്നത് Fe2O3 ഇവിടെ ഉണ്ട്, ഇപ്പുറത്ത് ആളുകൾ 2Fe + 3CO ഉണ്ട്. പക്ഷെ നമുക്ക് തന്ന ഡാറ്റയിൽ Fe2O3 വലതു ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തല തിരിക്കണം. ഇപ്പോൾ തല തിരിക്കുന്ന സമയത്ത് ഇയാൾ എന്താവും? +8 + 8 + 4 ആവും.
അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ആ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച്. ഡയറക്റ്റ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവർക്ക് നീറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പൊതുവെ നീറ്റിനാണ് കാണാറ്. അടുത്തത് കൺസിഡർ ദ ഗിവൺ റിയാക്ഷൻ N2O4 2NO2 കൈനറ്റിക്സ് ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 3 മോളാർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് 2.75 മോളാർ ആവുന്നു 30 സെക്കൻഡിന് ശേഷം. അപ്പോൾ റിയാക്ഷൻ ചേഞ്ച് എത്ര ഉണ്ടാവും, ആ റേറ്റ് എത്രയാണെന്ന് അതല്ല ചോദ്യം. ഫൈൻഡ് ഔട്ട് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2. N2O4ൻ്റെ സ്ഥിതി തന്നിട്ട് NO2യുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് റേറ്റ് കിട്ടുക. N2O4ൻ്റെ കഥ പറയുകയാണെങ്കിൽ 3 - 2.75 ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്. ഇപ്പോൾ നമുക്ക് അവസാനം ആൻസർ മിനിറ്റിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 30/60 ഇവിടെ ഒരു 60നെ ചെയ്യാം. മിനിറ്റിലേക്ക് മാറുന്ന സമയത്ത് 30/60 വരും. 30/60 നമ്മൾ മുകളിലേട്ടേക്ക് എഴുതുമ്പോൾ 60 മേലെ വരും. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇത് N2O4ൻ്റെ സ്ഥിതിയാണ്. 0.25 ഇത് 2 വരും. 0.25 × 2 വരും. ഇനി NO2 ആണ് ചോദിച്ചത്. N2O4ൻ്റെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. N2O4ൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്, 0.5 ആണ് കിട്ടുന്നത്. ഇനി NO2ൻ്റെ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം NO2 ഇയാളും തമ്മിലുള്ള ബന്ധം 1/2 ഈ dNO2/dt = d/dt ഓഫ് N2O4 ആണ് പറയാം. അപ്പോൾ d/dt ഓഫ് N2O4 0.5 ഉണ്ട്. ഇതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ 0.5ൻ്റെ കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ 1 കിട്ടും. 1 mol/L കിട്ടും. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഡയറക്റ്റ് ആണ്, ആൻസർ ഈസിയാണ്. അടുത്തത് സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നല്ലതാണ്, കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചോദിക്കുന്ന ലെവലല്ല, പക്ഷെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരുടെയും വെയിറ്റ് സെയിം ആണ്. ഇനി ലോവസ്റ്റ് ഫ്രീസിങ് പോയിന്റ് ആർക്കാണെന്നാണ്. നമ്മളെപ്പോഴും ΔTF കാണും. ΔTF ഏറ്റവും കൂടുതൽ വരിക മോളിക്കുലാർ മാസ് കുറയുമ്പോഴാണ്. മോളിക്കുലാർ മാസ് ഡിക്രീസ് ചെയ്ത ΔTF ഹൈ വാല്യൂ വരും. അപ്പോൾ അതാണ് ഇൻവേഴ്സ്ലി ആണ് റിലേഷൻ. അപ്പോൾ ഹൈ ΔTF വരാൻ വേണ്ടിയിട്ട് മോളിക്കുലാർ മാസ് കുറയണം. ഹൈ ΔTF വന്നു കഴിഞ്ഞാൽ ഫ്രീസിങ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഹൈ ΔTF വന്നു കഴിഞ്ഞാൽ ഫ്രീസിങ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ മോളിക്കുലാർ മാസ് കൂടിയ ആൾക്ക് ΔTF കൂടുതൽ. അപ്പോൾ ΔTF കൂടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇയാൾ CH3COH കാണുമ്പോൾ അറിയാം മോളിക്കുലാർ മാസ് ഏറ്റവും കൂടുതൽ ഇയാൾക്കാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് ബാക്കിയുള്ള ആളുകൾക്ക് ഗ്ലൂക്കോസിന്, ബെൻസോയിക് ആസിഡിന്, സൂക്രോസിനൊക്കെ കൂടി. അപ്പോൾ അവരുടെ ΔTF എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. പക്ഷേ മോളിക്കുലാർ മാസ് കുറഞ്ഞ ആൾക്ക് ΔTF കൂടുതലായിരിക്കും. ഇപ്പോൾ മോളിക്കുലാർ മാസ് കുറഞ്ഞു, അപ്പോൾ അവരുടെ ΔTF കൂടുതലാണ്. ΔTF കൂടുതലാണെങ്കിൽ ഫ്രീസിങ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫ്രീസിങ് പോയിന്റ് അത്രയ്ക്കും കുറഞ്ഞു പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ലോവസ്റ്റ് ഫ്രീസിങ് പോയിന്റ് ഇതിന് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കൺസെപ്റ്റ് പറയുന്ന സമയത്ത് അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ മോളിക്കുലാർ മാസിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നോക്കിയേ, ബെൻസോയിക് ആസിഡ് പറയുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ അസോസിയേഷൻ നടക്കാം. പക്ഷെ ആ അസോസിയേഷൻ നടക്കുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം അസോസിയേഷൻ നടക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്പർ ഓഫ് മോൾസ് കുറക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത സ്ഥിതികളിൽ നിങ്ങൾ ഐയുടെ സ്ഥിതി കൂടി കൺസിഡർ ചെയ്യണം, എന്നിട്ട് ആൻസർ പറയാവുള്ളൂ. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം. ഇനി ഓർഗാനിക്കിൽ വരുന്ന സമയത്ത് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്തെന്നാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ തന്നെയാണോ ചോദിച്ചതിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആൽക്കൈൻ ആണ്. 1 2 3 4 പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൽക്കൈന് വരും, ബ്യൂട്ടീനൊന്നും വരില്ല. ആൽക്കൈന് വരും. മൂന്നാമത്തെ പൊസിഷനിൽ മീതയിൽ വരും. 3 മീതയിൽ ബ്യൂട്ട് 1 അടുത്തത് നൈട്രയിൽ വരുന്ന സമയത്ത് പ്രയോറിറ്റി നോക്കുമ്പോൾ NH2-നാണോ CN-നാണോ പ്രയോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CN-നാണ്. 1 2 3 4 5 വരും. നാലാമത്തെ പൊസിഷനിൽ അമിനോ 4 അമിനോ പെൻറ്റൈൻ നൈട്രയിൽ വരും. അപ്പോൾ അതും കുഴപ്പമില്ല, ഡയറക്റ്റ് ആണ്, എളുപ്പമാണ്. അടുത്തത് ഈ ചോദ്യം എന്താണ് ചോദിക്കാത്തത് എന്നിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അതായത് എല്ലാ ഭാഗത്തുനിന്നും അവർ പോയിട്ട് ഈസി ക്വസ്റ്റ്യൻസ് തപ്പിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്നും ഈ ചോദ്യം വരേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് ടെർഷറിക്ക് കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ CH3+. അപ്പോൾ ഈ തന്ന ഓർഡർ 1 2 3 4 ഇത് തന്നെ വരും.
അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സോളിബിലിറ്റി ഓഫ് കോമ്പൗണ്ട്. കോമ്പൗണ്ട്സിന്റെ സോളിബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഏതെന്നാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ പറയാം, ചില ആളുകൾ വേണമെങ്കിൽ അത് ക്രോമറ്റോഗ്രഫി ആയിക്കൂടെ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്, മിക്സ്ചറിൽ നിന്ന് അങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൂടെ. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ എക്സാക്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് അവർ പറയുന്ന രീതി എന്താണെന്ന് അറിയില്ല. മിക്സ്ചറിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യുക, അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് പ്യൂരിഫിക്കേഷനൊക്കെ നടത്താം, പക്ഷെ ബേസ്ഡ് ഓൺ സോളിബിലിറ്റി നമ്മൾ കൂടുതലായിട്ടും ക്രിസ്റ്റലൈസേഷൻ തന്നെയാണ് പറയുക. അവിടെയും മൊബൈൽ ഫേസിൽ സോളിബിൾ ആകുക എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ക്രോമറ്റോഗ്രഫിയിലേക്ക് ആളുകൾ പറയുന്നുണ്ട്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എല്ലാ പ്യുവർലി നമ്മുടെ സാധാരണ ക്രിസ്റ്റലൈസേഷനുള്ള സോളിബിലിറ്റി, ഇപ്പോൾ ഒരാൾ സോളിബിൾ ആണ് മറ്റേ ആൾ സോളിബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് സോളിബിൾ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അപ്പം നമുക്ക് ചായ എന്നൊക്കെ നമ്മൾ ഈ ചായപ്പൊടി ഒഴിവാക്കാറില്ലേ, അപ്പോൾ ചായപ്പൊടി അതിൽ സോളിബിൾ അല്ല, അപ്പോൾ ചായയുടെ പൊടി മുകളിൽ നിൽക്കും, അപ്പം ചായ മാത്രം പ്യുർ ആയിട്ടുള്ള ഇത് മാത്രം, അതായത് പൊടി ഉള്ളിൽ കുടങ്ങുന്നതൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് അത് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്, പ്യൂരിഫിക്കേഷൻ നടത്താറുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഭാഗമാണ് ക്രിസ്റ്റലൈസേഷൻ്റെ ഭാഗം വരുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. പക്ഷേ ചില ആളുകൾ പറയുന്നത് ക്രോമറ്റോഗ്രഫിയുടെ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് പ്യൂരിഫിക്കേഷനിൽ ഈ ഭാഗങ്ങളുടെ ഡെഫിനിഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കും. അടുത്തത് ഹൈഡ്രോ കാർബണിലെ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോ കാർബണിൽ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തത് അറിയാം, ഡബിൾ ബോണ്ട് പൊട്ടും, കൂടുതൽ എച്ച് ഉള്ള സ്ഥലത്ത് OH ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ടാമത്തത് മാർക്കോണിക്കോഫ് റൂളാണ്. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം എച്ച് കുറവുള്ളിടത്തിൽ ആര് വരും, OH വരും. അപ്പം അങ്ങനെ പറയുന്ന ആൻസർ ഇതാ ഓപ്ഷൻ ബി വരും. എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. എയും ബിയും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എച്ച് കൂടുതലുള്ളത് OH വരുന്നതാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂള്, അല്ലെങ്കിൽ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആൻറ്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുക. മെക്കാനിക്സ് അതൊന്നുമല്ല, പക്ഷേ ആൻറ്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് ആണ് പറയുക. പിന്നെ അതേപോലെ ഇവിടെ H2O ബാർ H+ പറയുമ്പോൾ നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ നോക്കിയാൽ തന്നെ ശരിക്കുള്ള ആൻസർ കിട്ടും. ശരി, അടുത്തത് ഹാലജൻ അറ്റാച്ച്ഡ് ടു ബൾക്കി ഗ്രൂപ്പ് അണ്ടർഗോ SN2 റിയാക്ഷൻ. ശരിയാണോ തെറ്റാണോ എന്നാണ്. ബൾക്കി ഗ്രൂപ്പ് വരുന്ന സമയത്ത് SN2 പ്രിഫർ ചെയ്യില്ല. SN2ൻ്റെ ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി ആണ്. അപ്പോൾ SN2ന് ബൾക്കി ആയിട്ടുള്ള ആളുകൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഓർഡർ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈമറി ബൾക്കി അല്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവേ ഒരു എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ബൾക്കി ഗ്രൂപ്പ് ഒരിക്കലും SN2ൽ പോവില്ല. രണ്ടാമത്തേത് സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡ്. ഈ സെക്കൻഡറി ആൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ SN1ഉം SN2ഉം നടക്കാം. അപ്പോൾ SN1 എപ്പം നടക്കും, SN2 എപ്പം നടക്കുന്നതാണ്. വിത്ത് എക്സസ് C2H5OH. അപ്പോൾ പോളാർ സോൾവെൻ്റ് ആണ്. പോളാർ സോൾവെൻ്റ് വരുന്ന സമയത്ത് പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് വരുന്ന സമയത്ത് കാർബോകാറ്റോൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, SN1 നടക്കും. അപ്പോൾ ഇത് ശരിയാണ്, മുകളിലത്തത് തെറ്റാണ്. അടുത്ത സാലിസിലിക് ആൽഡിഹൈഡ് റീമർ ടീമർ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റാണ് ചോദിച്ചത്, ഇവിടെ എന്ത് ചെയ്തു, റിയാക്റ്റൻറ്റിനെ ചോദിച്ചു. അപ്പോൾ ഫിനോൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ രണ്ടുപേര് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടും. ഡയറക്റ്റ് NCERT ഡയറക്റ്റ് ആണ്. അടുത്തത് ഒരുപാട് റിയാക്ഷൻസ് പറയുന്നുണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആണ്, JEEയുടെ ഒരു നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ടഫല്ല, NCERT തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് ഇവിടെ NO2 കിട്ടും. അടുത്തത് SNHCl ആണ്, അമീൻസിൽ പഠിച്ചിട്ടുണ്ട്, റിഡക്ഷൻ ആണ്. ഈ NO2 എന്തായിട്ട് മാറും, NH2 ആയിട്ട് മാറും. ഹൈഡ്രജൻ ആഡ് ചെയ്യുക, ഓക്സിജൻ പോവുക, NH2 റിഡക്ഷൻ. അടുത്തത് NaNO2 പ്ലസ് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ NH2 എന്തായി മാറും, N2+ ആയിട്ട് മാറും. ഇനി അതിലേക്ക് ഫിനോളിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഫിനോളിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതാ OH ഈ പൊസിഷൻ, ഫോർത്ത് പൊസിഷനിലുള്ള ആൾ ഇതാ ഇവരുമായിട്ട് അങ്ങ് കമ്പൈൻ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇവിടുത്തെ N2 N ഡബിൾ ബോണ്ട് N ആയിരിക്കും, അവർ തമ്മിൽ എന്ത് ചെയ്യും, കോൺജുഗേഷൻ വരും. അപ്പോൾ അതാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ NH2 N2 ആയിട്ടുണ്ട്, അതാണിത്. ഇവിടെ PH ആണുള്ളത്, ബേക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ എന്ത് വരുന്നുണ്ട്, ഇവിടെയും OH ഇവിടെയും OH, അതുകൊണ്ട് ഇത് തെറ്റ്. ഇവിടെ ആകുമ്പോൾ ഓർത്തോ പൊസിഷനിലാണ്, ഓർത്തോ പൊസിഷനിൽ വരാൻ പാടില്ല, പാരാ പൊസിഷനിലാണ് വരിക.
അപ്പോൾ അവർ തമ്മിൽ ബോണ്ട് ചെയ്യും. ഡയറക്റ്റ് NCERT ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്, NCERT ആണ്. ഇനി അടുത്തത് ആൽഡിഹൈഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ആൽഡിഹൈഡ്സിലെ ക്വസ്റ്റ്യനിൽ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാനിസാരോ റിയാക്ഷൻ ആണ് ചോദിച്ചത്. കാനിസാരോ 50% KOH എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ബെൻസാൽഡിഹൈഡിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. ഈ ഇവിടെയുള്ള ക്ലോറിന് ഒന്നും സംഭവിക്കില്ല, അരോമാറ്റിക് ആണ്. അപ്പോൾ അവർക്ക് ഈ KOH വരുന്ന സമയത്ത് റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഈസി ടു മോഡറേറ്റ് പറയാം. അതായത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ആൾക്ക് പെട്ടെന്ന് ഒരു 30 മിനിറ്റിൽ തീർക്കാൻ പറ്റും. അല്ലാത്ത പുതിയ ആളുകളെ സംബന്ധിച്ചോളം കുറച്ച് ഒന്നൊന്ന് നോക്കി ചെയ്യാനുള്ളതാണ്. കുഴപ്പമില്ലാത്ത എക്സാമാണ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. 6 ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനുവരി സെക്ഷൻ അവർ ഈസി എന്നുള്ളത് തന്നെ, ഈസി എന്നതിനപ്പുറം NCERT എന്നതിന് തന്നെ അവർ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി 4 ക്വസ്റ്റ്യനിലും അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. NCERTക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഏപ്രിലായിരിക്കാം ചിലപ്പോൾ അവർ ടഫാക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ്ഡിലായിരിക്കാം. അപ്പോൾ അഡ്വാൻസ്ഡിൻ്റെ പ്രത്യേകത അറിയാലോ, എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. മുന്നേ നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. P ബ്ലോക്ക് ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വന്നിട്ട് ഏപ്രിലേക്ക് നിങ്ങളെ തയ്യാറാക്കാനാണോ ഇങ്ങനെ NCERTയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ളതിൽ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ നിലക്കാണ് പോകുന്നത്. ഇനി ഏപ്രിൽ ഉറപ്പായിട്ടും ടഫായിരിക്കുമോ എളുപ്പമായിരിക്കുമോ എന്നൊന്നും നമുക്കിപ്പോഴും പറയാനൊന്നും പറ്റില്ല. എന്തായാലും ഇത് NCERT ഒന്ന് വൃത്തിക്ക് പഠിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. NCERT വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. എന്നിട്ട് ഏപ്രിലോ മെയിൽ നല്ല ക്വസ്റ്റ്യൻസ് വരാതിരിക്കാം. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്.